അപ്പോൾ ഫ്രണ്ട്സ്, പുതിയ ചാപ്റ്റർ ആണ്, ദാറ്റ് ഇസ് ചാപ്റ്റർ നമ്പർ 3, സാലറീസ്. സാലറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർ യു ഓൾ ലിസ്ണിംഗ്? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹെഡ് ഓഫ് ഇൻകത്തിനെ പറ്റിയൊക്കെ വളരെ വിശാലമായി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു റിമെമ്പർ ഓൾ ദോസ് തിങ്സ് ദാറ്റ് ഐ ഹവ് ടോട്ട് യു. നമ്മൾ ആദ്യം ഒരു റെസിപ്റ്റ് ഇൻകം ആണോ അല്ലയോ എന്ന് നോക്കും. ഇൻകം ആണോ അല്ലയോ എന്ന് നോക്കാൻ നമുക്കറിയാം, റവന്യൂ നേച്ചർ റെസിപ്റ്റ് ആണെങ്കിൽ അത് എപ്പോഴും ഇൻകം ആയിരിക്കും. ക്യാപിറ്റൽ നേച്ചർ റെസിപ്റ്റ് ആണെങ്കിൽ അത് ഇൻകം ടാക്സ് ആക്ടിൽ ടാക്സ് ചെയ്യുമ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇൻകം ആക്കിയാൽ മതി. ആ ഇൻകം ആയിട്ടുള്ള സാധനം ടാക്സബിൾ ആകുമെന്ന് അറിയാൻ 2 റൂൾ ഉണ്ട്. റെസിഡൻസ് റൂൾ ഉണ്ട്, സോഴ്സ് റൂൾ ഉണ്ട്. റെസിഡൻസ് റൂൾ പ്രകാരം നമ്മൾ ഒരാളുടെ റെസിഡൻസ് സ്റ്റാറ്റസ് ROR ആണെങ്കിൽ ഗ്ലോബൽ ഇൻകം പിടിച്ച് ടാക്സ് ചെയ്യും. RNOR ആണെന്നുണ്ടെങ്കിൽ അക്രൂവൽ, ഫസ്റ്റ് റെസിപ്റ്റ് ആൻഡ് ഇൻകം അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂ ടു ബിസിനസ് കൺട്രോൾ ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യയും കൂടെ പിടിച്ച് ടാക്സ് ചെയ്യും. NR ആണെന്നുണ്ടെങ്കിൽ എന്ത് പിടിച്ച് ടാക്സ് ചെയ്യും? ഐദർ അക്രൂഡ് ഓർ ഫസ്റ്റ് റെസിപ്റ്റ് പിടിച്ച് ടാക്സ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇതൊക്കെ ഗ്രോസ് ഇൻകങ്ങളല്ലേ? ഈ ഇൻകത്തിനെ പ്രോസസ് ചെയ്യാനായിട്ട് 5 ഹെഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ 5 ഹെഡ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. ഈ അബ്രിവേഷൻസ് ഒക്കെ എപ്പോഴും ഓർത്തിരിക്കുക. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS. ഇതില് ഫസ്റ്റ് ഹെഡാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഹെഡിന്റെ പേര്? സാലറി. എല്ലാ ഹെഡിന്റെ തുടക്കവും ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ടാവും. എല്ലാ ഹെഡിന്റെ തുടക്കവും എന്തുണ്ടാവും? ഒരു ചാർജിങ് സെക്ഷൻ ഉണ്ടാവും. എന്താ ചാർജിങ് സെക്ഷൻ? അതായത് ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്കൊരു നിങ്ങളൊരു കോമ്പൗണ്ടിലേക്ക്, ഒരു പ്രിമൈസസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ബിൽഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു ഫ്ലാറ്റിൽ പോവാണെന്ന് വിചാരിക്കും, ഒരു ഫ്ലാറ്റിൽ പോവാണ്, ഒരു അപ്പാർട്ട്മെന്റിൽ പോവാണ്. ആ ഫ്രണ്ടിൽ എന്തുണ്ടാവും? ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടാവും, ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. പുള്ളി എന്ത് ചോദിക്കും? എങ്ങോട്ടാണ്? ആരെ കാണാനാണ്? ഏതാ ഫ്ലാറ്റ് നമ്പർ? ചോദിക്കില്ലേ? അപ്പൊ നിങ്ങൾ പറയും ഇന്ന ഫ്ലാറ്റ് നമ്പർ, ഇന്ന ആള്, ഓക്കെ പൊക്കോളൂ. പുള്ളി അനുവാദം തന്നാലല്ലേ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളിയല്ലേ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ അകത്തേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത്, അല്ലേ? എന്ന് പറയുന്നല്ല, ചാർജിങ് സെക്ഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് അവർ ഗേറ്റ് കീപ്പർ. ഈ ഗേറ്റ് കീപ്പർ പോലെ ചാർജിങ് സെക്ഷൻ. ഇവൻ എല്ലാ ഹെഡിന്റെയും ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും? സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇനത്തിൽ കിടക്കുന്ന ഇൻകത്തിനെ ഈ ഹെഡ് പ്രകാരം പ്രോസസ്സ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആരാ? ചാർജിങ് സെക്ഷനാണ്. അതായത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇനത്തിൽ കയറി കിടക്കുന്ന ഇൻകങ്ങളെയാണ് സെക്ഷൻ 15 എവിടെ ഇട്ട് പ്രോസസ് ചെയ്യുന്നത്? സാലറി ഹെഡിലിട്ട് പ്രോസസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ള സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകത്തിൽ കയറി കിടക്കുന്ന ഇൻകങ്ങളെയാണ് സാലറി ഹെഡിലിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇത് സാലറി ഹെഡിലേക്ക് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന സെക്ഷനാണ് ശരിക്കും പറഞ്ഞ എന്ത്? ചാർജിങ് സെക്ഷൻ. അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിക്ക് ഉണ്ട് ചാർജിങ് സെക്ഷൻ 22, PGBക്ക് ഉണ്ട് ചാർജിങ് സെക്ഷൻ 28, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് ചാർജിങ് സെക്ഷൻ 45, IFOസിനുണ്ട് ചാർജിങ് സെക്ഷൻ 56. ഇതിൽ സാലറിയുടെ ചാർജിങ് സെക്ഷനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ദാറ്റ് ഇസ് സെക്ഷൻ 15 ആണ്. എന്താ ചാർജബിലിറ്റി പറയുന്നത് നോക്കിയേ, വായിച്ചേ. സാലറി ഡ്യൂ or paid in advance or arrears of salary. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ സാലറി ഡ്യൂ ആയാൽ, അത് അഡ്വാൻസ് ആയിട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ അത് അരിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, അതൊക്കെ സെക്ഷൻ 15 പ്രകാരം നിങ്ങൾ സാലറി ഹെഡിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. ശ്രദ്ധിക്കുന്നുണ്ടോ? നൗ എന്തൊക്കെയാണ് സാലറി? സാലറിയുടെ മീനിങ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. സാലറി ദാറ്റ് ഇസ് പേയ്മെന്റ് അണ്ടർ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, പെർക്വിസിറ്റ്സ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെർക്വിസിറ്റ്സ്, അലവൻസസ്, പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. എന്താ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി? സാലറി പോലെ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അഡീഷണൽ ബെനിഫിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. സാലറി പോലെ തന്നെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അഡീഷണൽ ബെനിഫിറ്റ്സ്, അതാണ് അതിന്റെ അർത്ഥം. പിന്നെ ഡിഡക്ഷൻസ് ഉണ്ട് സെക്ഷൻ 16, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. ശരിക്കും 15, 16, 17 3 സെക്ഷനേ ഉള്ളൂ. പക്ഷെ ഇത് പഠിച്ചു തീർക്കണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കാരണം കണ്ടമാനം സബ്സെക്ഷൻസും റൂളുകളും ഇവിടെ പഠിക്കാൻ ഉണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത 2 ചാപ്റ്റർ പോലെയല്ല. ഇപ്പൊ ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ പെട്ടെന്ന് തീർന്നു അല്ലേ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസും കമ്പാരിറ്റീവ്ലി ഒരുപാട് സമയം എടുക്കാതെ നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ സാലറി അങ്ങനെയല്ല. ഒരുപാട് കണ്ടന്റ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. എല്ലാം നിർത്തി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ടേക്ക് പോവുക. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ സെക്ഷൻ 15 പറ്റി കുറച്ചുകൂടെ ആധികാരികമായി നമുക്ക് സംസാരിക്കാം. ദാറ്റ് ഇസ് ബേസിസ് ഓഫ് ചാർജ്. ശ്രദ്ധിച്ചേ, സാലറി എങ്ങനെയാണ് ടാക്സ് ചെയ്യേണ്ടത്? ഐദർ ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസിപ്റ്റ് ബേസിസ്, വിച്ച് എവർ ഇസ് ഏർലിയർ. എന്ത് ഈ ഡ്യൂ ബേസിസ് അല്ലെങ്കിൽ റെസിപ്റ്റ് ബേസിസ്, വിച്ച് എവർ ഇസ് ഏർലിയർ? അതായത് നിങ്ങൾ ഒരു മാസം
ജോലി ചെയ്തു, മാസം അവസാനമായി 31 കഴിഞ്ഞു അല്ലെങ്കിൽ 30-ാം തീയതി കഴിഞ്ഞു, സാലറി കിട്ടിയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? കിട്ടിയാലും ഇല്ലെങ്കിലും 31 ആവുമ്പോൾ അത് എന്താവും? ഡ്യൂ ആവും. നിങ്ങൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ടാവും അല്ലേ? കിട്ടിയാലും ഇല്ലെങ്കിലും മാസാവസാനം അത് നിങ്ങളുടെ എന്തായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യും? ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. സോ ഡ്യൂ ബേസിസ്. ഇനി എന്താ റെസിപ്റ്റ് ബേസിസ്? മാസം തുടക്കം തന്നെ നിങ്ങൾക്ക് എന്ത് തന്നു? സാലറി അഡ്വാൻസ് ആയിട്ട് തന്നു. മാസം തീരുന്നതിന് മുന്നേ തുടക്കം തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് തന്നു? സാലറി അഡ്വാൻസ് ആയിട്ട് തന്നു. അപ്പൊ അഡ്വാൻസ് ആയിട്ട് തന്നിട്ടുണ്ട്, പക്ഷെ അത് എന്തായിട്ടില്ല? ഡ്യൂ ആയിട്ടില്ല. ഡസന്റ് മാറ്റർ, ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. ഡ്യൂ ആവുന്നതിന് മുന്നേ കിട്ടിയാൽ കിട്ടുമ്പോൾ അത് ഇൻകം ആയിട്ട് കാണിക്കുക. ഡ്യൂ ആയിട്ടും കിട്ടിയില്ലെങ്കിൽ ഡ്യൂ ആവുമ്പോൾ അത് എന്തായിട്ട് കാണിക്കുക? ഇൻകം ആയിട്ട് കാണിക്കുക. ആർ യു വിത്ത് മീ? അപ്പൊ കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ അത് എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. സോ ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. അതാണ് അതിനകത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ദെൻ അഡ്വാൻസ് ഓഫ് സാലറി. നമുക്ക് സാലറി അഡ്വാൻസുകളെ പറ്റി ഒന്ന് നോക്കാം. എന്താ അഡ്വാൻസ് ഓഫ് സാലറി? സാലറി, അഡ്വാൻസ് സാലറി is taxable when it is received by the employee irrespective of the fact that whether it is due or not. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാന്നാ പറഞ്ഞത്? 2025-26 നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ. 1 ഏപ്രിൽ 2025 തൊട്ട് 31 മാർച്ച് 2026 വരെ അല്ലേ നമ്മുടെ പ്രീവിയസ് ഇയർ അല്ലേ? ഏപ്രിൽ 2026 എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പ്രീവിയസ് ഇയർ ആണോ? അല്ലല്ലോ. നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് വരുന്ന മാസമല്ലേ? ഏപ്രിൽ 2026 സാലറി നിങ്ങൾക്ക് 31 മാർച്ച് 2026 കിട്ടിയെന്ന് വിചാരിക്കുക. 31 മാർച്ച് 2026 നിങ്ങൾക്ക് എന്ന് കിട്ടി? തൊട്ടടുത്ത വർഷത്തെ ഏപ്രിലിന്റെ സാലറി അഡ്വാൻസ് ആയിട്ട് കിട്ടി. എന്റെ ചോദ്യം, ഈ ഏപ്രിലിലെ സാലറി ഏത് വർഷം ടാക്സബിൾ ആവും? 25-26 തന്നെ ടാക്സബിൾ ആവും. ബിക്കോസ് ഇറ്റ് ഹസ് ബീൻ കോൾഡ് ആസ് അഡ്വാൻസ് ഓഫ് സാലറി. ആർ യു വിത്ത് മീ? അതാണ് ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഇസ് ഏർലിയർ. ശരിയാണ്, ഏപ്രിൽ 2026 സാലറി 26-27 ഫിനാൻഷ്യൽ ഇയറിലല്ലേ ഡ്യൂ ആവുള്ളൂ അല്ലേ? പക്ഷെ നിങ്ങൾ അത് എവിടെ തന്നെ പിടിച്ച് ടാക്സ് ചെയ്യണം? ഇത് നേരത്തെ കിട്ടിയതുകൊണ്ട് 25-26 ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? അപ്പൊ അതാണ് അഡ്വാൻസ് സാലറി. ഇനി എന്താ അടുത്തത്? അഡ്വാൻസ് എഗനസ്റ്റ് സാലറി. എന്ത് ഈ അഡ്വാൻസ് എഗനസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ, when an employee takes loan from his employer which is repayable in certain specified installments, the loan amount cannot be brought to tax as salary of the employee. ഈ ചില കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാം? സാലറിക്ക് എഗനസ്റ്റ് ലോൺ എടുക്കാം. ചില കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാം? സാലറിക്ക് എഗനസ്റ്റ് ലോൺ എടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് ആസ് അഡ്വാൻസ് എഗനസ്റ്റ് സാലറി ഓർ ലോൺ എഗനസ്റ്റ് സാലറി. ഈ ലോൺ എഗനസ്റ്റ് സാലറി സാലറി ആണോ? അല്ല, അത് ലോണാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ലോൺ എഗനസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ സാലറി അഡ്വാൻസ് ആയിട്ട് കിട്ടിയതല്ല, അത് എന്ത് തന്നെയാണ്? അത് ലോൺ തന്നെയാണ്. അതൊരിക്കലും നിങ്ങൾ സാലറി ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നീട് നിങ്ങൾക്ക് സാലറി ഡ്യൂ ആകുമ്പോൾ മാത്രം നിങ്ങൾ അതിന് എന്ത് കൊടുത്താൽ മതി? ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ അഡ്വാൻസ് ഓഫ് സാലറിയും അഡ്വാൻസ് എഗനസ്റ്റ് സാലറിയും, ഈ രണ്ട് വാക്കുകൾ എക്സാമിന് വന്നാൽ ഒന്ന് ഓർത്തോണം. അഡ്വാൻസ് ഓഫ് സാലറി ഇസ് ടാക്സബിൾ ഇൻ ദി ഇയർ ഓഫ് റിസിപ്റ്റ്. അഡ്വാൻസ് എഗനസ്റ്റ് സാലറി ഇസ് എ സിമ്പിൾ ലോൺ നോട്ട് കൺസിഡർഡ് ആസ് സാലറി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? ദെൻ രണ്ട് നോട്ടുകളും അതിന്റെ അടിയിൽ കിടപ്പുണ്ട്. എന്താ ഫസ്റ്റ് നോട്ട്? വേർ എനി സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഇസ് അസസ്ഡ് ഇൻ ദി ഇയർ ഓഫ് പേയ്മെന്റ്, it cannot be subsequently brought to tax in the year in which it becomes due. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, ഏപ്രിൽ 2026 സാലറി 25-26 ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 26-27 അത് ഡ്യൂ ആയി എന്നും പറഞ്ഞ് വീണ്ടും അതിന് എന്ത് മേടിക്കാൻ പാടില്ല? ടാക്സ് മേടിക്കാൻ പാടില്ല. ഒരു ഇൻകത്തിന് ഒരു വർഷമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓൾറെഡി റെസിപ്റ്റ് ബേസിസിൽ അതിനെ ടാക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്യൂവിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും ടാക്സ് ചെയ്യാൻ പാടില്ല. ദാറ്റ് വിൽ ലീഡ് ടു ഡബിൾ ടാക്സേഷൻ. ഇവിടെ ഉണ്ടോ എല്ലാവരും? അത് ഡബിൾ ടാക്സേഷനിലേക്ക് പോവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരുത്താൻ പാടില്ല എന്നാണ് അവന്മാരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദെൻ നോട്ട് നമ്പർ 2 എന്താ ഫ്രണ്ട്സ്? ഇഫ് സാലറി പെയ്ഡ് ഇൻ അരിയേഴ്സ് ഹാസ് ഓൾറെഡി ബീൻ അസസ്ഡ് ഓൺ ഡ്യൂ ബേസിസ്, ദ സെയിം കനോട്ട് ബി ടാക്സ്ഡ് അഗെയിൻ വെൻ ഇറ്റ് ഇസ് ആക്ച്വലി പെയ്ഡ്. ഒരു സാലറി ഇതുപോലെ ഡ്യൂ ബേസിസിൽ ടാക്സ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ശരിക്കും കിട്ടുമ്പോൾ വീണ്ടും അതിനെ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ചെയ്യാൻ പാടില്ല. ഇമാജിൻ 2025-26 മാർച്ച് 2026 സാലറി നിങ്ങൾക്കൊരു 30-ാം തീയതി ഏപ്രിലാണ് കിട്ടിയെന്ന് വിചാരിക്കുക. 30-ാം തീയതി ഏപ്രിൽ 2026 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ ഈ മാർച്ചിലെ സാലറി മാർച്ചിൽ തന്നെ ഡ്യൂ ആയിട്ടില്ലേ? അപ്പൊ അത് 25-26 തന്നെ നിങ്ങൾ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. പിന്നീട് ഇത് ഏപ്രിൽ 2026 കിട്ടിയതിന് വീണ്ടും 26-27 അതിനെ പിടിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ചെയ്യാൻ പാടില്ല. ഡ്യൂ ബേസിസിൽ ടാക്സ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് റെസിപ്റ്റിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചോദിക്കാൻ പാടില്ല? ടാക്സ് ചോദിക്കാൻ
പാടില്ല. ഇവിടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? അപ്പൊ അതൊക്കെ അതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് ഇസ് earlier is the point of taxation for what friends? For salary. കഴിഞ്ഞിട്ടില്ല. കുറച്ച് അതർ പോയിന്റ്സ് ഇവിടെ ഉണ്ട്. നമുക്ക് അതർ പോയിന്റ്സ് ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. ഫസ്റ്റ് പോയിന്റ് എന്താ? വായിച്ചേ. കോൺട്രാക്ട് ഓഫ് സർവീസ് ഒരു ടേം ആണ്. എന്താണ് കോൺട്രാക്ട് ഓഫ് സർവീസ്? നോക്കൂ. ദ എംപ്ലോയർ ക്യാൻ ഡയറക്ട് ആൻഡ് കൺട്രോൾ the duties and manner of performance of employee, hence employer-employee relationship exists in such contract and payment taxable under the head salary. ഈ കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്നാണ് അർത്ഥം. എന്ത് കോൺട്രാക്ട്? എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ബേസിസിൽ എന്തെങ്കിലും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി കോൾഡ് ആസ് സാലറി. നമ്മൾ പറയല്ലേ സാലറി കോൺട്രാക്റ്റുകൾ നമ്മൾ ബേസിക്കലി പറയല്ലേ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയല്ലേ. സോ കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർക്ക് ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായി എംപ്ലോയിക്ക് എന്ത് കൊടുക്കാം? ഡയറക്ഷൻ കൊടുക്കാം. സോ ദാറ്റ് ഇസ് എ നോർമൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആൻഡ് വാട്ട് എവർ സം ദാറ്റ് യു ആർ റിസീവിംഗ് അണ്ടർ കോൺട്രാക്ട് ഓഫ് സർവീസ് ഷാൽ ബി ഫുള്ളി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ടേം ആണ് കോൺട്രാക്ട് ഫോർ സർവീസ്. ആ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ ഏതാ? കോൺട്രാക്ട് ഓഫ് സർവീസും രണ്ടാമത്തെ കോൺട്രാക്ട് ഫോർ സർവീസ് ആണ്. എന്താ അത്? The contractee can simply decide and quote the object or target to be achieved, but cannot decide or direct the manner of performance and taxable under PGBP. Example, audit. ഇപ്പം ഞാനൊരു കമ്പനിയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ഓഡിറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ഒരിക്കലും ആ കമ്പനി മുതലാളിക്ക് എന്നോട് പറയാൻ പറ്റില്ല. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ? ഹൗ ടു ക്യാരി ഔട്ട് ദാറ്റ് ഓഡിറ്റ് ഇസ് മൈ ഡൊമൈൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ കോൺട്രാക്ട് ഫോർ സർവീസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് തരുന്ന ആള് ഒബ്ജക്റ്റീവ് മാത്രമേ പറയുള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഞാൻ ചെയ്യണം എന്ന് മാത്രമേ പറയുള്ളൂ. അതെങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, എൻ്റെ കോളാണ്. അപ്പോൾ കോൺട്രാക്ട് ഫോർ സർവീസിൽ എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഒരിക്കലും എന്തല്ല? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ അല്ല. അതുകൊണ്ട് അതിനെ ഒരിക്കലും നമ്മൾ എവിടെ ടാക്സ് ചെയ്യാൻ പാടില്ല? സാലറി ഹെഡിൽ ടാക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ എവിടെ ടാക്സ് ചെയ്യണം? പ്രൊഫഷണൽ ഇൻകം ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ എങ്ങനെ ചികിത്സിക്കണമെന്ന്? പറയോ? ഇല്ല. ഡോക്ടറിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫൈനൽ ഒബ്ജക്റ്റീവ് എന്താ? എൻ്റെ അസുഖം മാറണം. എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളത് ഡോക്ടറിന്റെ കോളല്ലേ? അപ്പൊ നിങ്ങൾ ഡോക്ടർക്ക് കൊടുക്കുന്ന സാലറി ആണോ? അല്ല. പിന്നെന്താ കൊടുക്കുന്ന? പ്രൊഫഷണൽ ഫീസാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോൺട്രാക്ട് ഫോർ ഡോക്ടർ സർവീസ് എന്ന് പറയുക. നേരെ മറിച്ച് ഒരു എംപ്ലോയിയെ നിങ്ങൾ എടുത്താൽ ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡേ ടു ഡേ അവൻ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് ഇന്റർഫിയർ ചെയ്തൂടെ? ചെയ്യാം. ദാറ്റ് ഈസ് നോർമലി കോൾഡ് ആസ് കോൺട്രാക്ട് ഓഫ് സർവീസ്. അപ്പോൾ വാക്കുകൾ ഓർത്തോണം. Contract of service is employment contract and hence whatever amount that you receive shall be taxable under the head salary. നേരെ മറിച്ച് contract for service is not an employment contract. That is a professional contract and whatever amount that you received under that will be taxable under the head PGBP. And what is the full form of PGBP? Profits or gains from business or profession. Okay അല്ലേ? കഴിഞ്ഞിട്ടില്ല. അടുത്തത് agent and principal relationship. എന്താണ്? Any commission or remuneration earned by the agent is not taxable under the head salary. നിങ്ങൾ പഠിച്ചിട്ടില്ലേ പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ്? ഈ ഏജന്റ് പ്രിൻസിപ്പലിന്റെ എംപ്ലോയി ആണോ? ഏജന്റ് പ്രിൻസിപ്പലിന്റെ എംപ്ലോയി ആണോ? അല്ല. അപ്പൊ പ്രിൻസിപ്പലിന്റെ ബിഹാഫിൽ നിന്നുകൊണ്ട് ഏജന്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാലറി ഹെഡിൽ എന്താവില്ല? ടാക്സബിൾ ആകില്ല. അതിപ്പോ മന്ത്ലി ആണ്, വീക്ക്ലി ആവാം, ഡെയിലി ആവാം കമ്മീഷൻ പോകുന്നത്. എങ്ങനെ കൊടുത്താലും അതൊരിക്കലും സാലറി ആയിട്ട് ടാക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? PGBP. അതും പ്രൊഫഷണൽ ഇൻകം ആയിട്ട് വേണം ഏജന്റ് എന്ത് ചെയ്യാൻ? ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ? ബിക്കോസ് ഏജന്റ് ഇസ് നോട്ട് എൻ എംപ്ലോയി ഓഫ് ദ പ്രിൻസിപ്പൽ ആൻഡ് ഹെൻസ് ടാക്സബിൾ അണ്ടർ PGBP. അപ്പോൾ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരുള്ളൂ, സാലറിയിൽ വരുള്ളൂ. പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് ഇസ് നോട്ട് എൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഓൾറൈറ്റ്. സോ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കിയുള്ള പോയിന്റുകൾ നോക്കാം. അടുത്തത് എന്താ? സാലറി പെയ്ഡ് ടു എ പാർട്ട്ണർ ബൈ എ ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, ആ പാർട്ട്ണർഷിപ്പ് ഫേമിലെ വർക്കിംഗ് പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ ഒരിക്കലും നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. വൈ?
കാരണം ഒരു പാർട്ട്ണർ ഒരിക്കലും പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ആരല്ല, എംപ്ലോയി അല്ല, പിന്നെ ആരാ? ഓണറാണ് അല്ലേ, മുതലാളിയാണ്, തൊഴിലാളിയല്ല. സോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പാർട്ട്ണർക്ക് റെമ്യൂണറേഷനോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണറിന്റെ കയ്യിൽ PGBPയിലായിരിക്കും ടാക്സ് ചെയ്യാൻ പോകുന്നത്, ഒരിക്കലും എവിടെയല്ല, സാലറിയിൽ ആകില്ല. തിയറി വായിക്കാം. Any salary, bonus, commission, remuneration, etc. paid by partnership firm to its partner is not taxable under the head salary because relationship between the firm and its partners is not that of an employer-employee. Partner is one of the owner of the partnership firm and hence the remuneration, even though we call it as remuneration, that is not taxable as remuneration. Substance over form principle എന്ന് പറയും. എന്താ അത്? നമ്മൾ അതിനെ വിളിക്കുന്നത് റെമ്യൂണറേഷൻ എന്നാണെങ്കിലും അതിന്റെ ശരിക്കുള്ള ക്യാരക്ടർ എന്തല്ല, റെമ്യൂണറേഷൻ അല്ല. അതുകൊണ്ട് അത് പാർട്ട്ണറുടെ കയ്യിൽ PGBPയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ശരി. അടുത്തത് സാലറി റിസീവ്ഡ് ബൈ പ്രൊപ്പറേറ്റർ. കേട്ടിട്ടുണ്ടോ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. അതെന്താ പരിപാടി? എനിക്കൊരു ബിസിനസ് ഉണ്ട്, ഞാൻ തന്നെ അത് റൺ ചെയ്യുന്നു അല്ലേ. നമ്മൾ പറയല്ല വൺ മാൻ ആർമി എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊരു കടയുണ്ട്, ഞാൻ തന്നെ കടയിൽ പോയിരിക്കുന്നു, കസ്റ്റമേഴ്സ് വരുമ്പോൾ സാധനം എടുത്തു കൊടുക്കുന്നു, അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കടയുണ്ട്, ഞാൻ തന്നെ രാവിലെ കടയിൽ പോകുന്നു, കസ്റ്റമേഴ്സ് വരുമ്പോൾ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നു. എനിക്ക് പൈസയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്തു, ഡ്രോ ചെയ്തു. ഞാൻ കുറച്ച് സാലറി എഴുതിയെടുത്തു. നമ്മളതിനെ സാധാരണ സാലറി എന്ന് പറഞ്ഞാലും ബേസിക്കലി അത് ഡ്രോയിങ്സ് ആണ് അല്ലേ. ഈ ഡ്രോയിങ്സ് ബേസിക്കലി എൻ്റെ കയ്യിൽ ഒരു ടാക്സബിൾ ഇൻകം അല്ല. അതെന്തുകൊണ്ടാ? എടയാ കടയുടെ ലാഭത്തിനല്ലേ ഞാൻ PGBPയിലെ ടാക്സ് അടയ്ക്കുന്നത്. ടാക്സ് അടച്ച് ബാക്കിയുള്ള ലാഭം വിഡ്രോ ചെയ്യുന്നതിന് ഞാൻ വീണ്ടും ടാക്സ് കൊടുക്കണോ? വേണോ? വേണ്ട. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അവന്റെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് ഡ്രോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ടാക്സബിലിറ്റി ഒന്നും തന്നെ ഇല്ല. ആ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ ആ പ്രോഫിറ്റിന് അവൻ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതുകൊണ്ട് ഡ്രോയിങ്സ് ഒരിക്കലും പ്രൊപ്പറേറ്ററിന്റെ എന്തല്ല, ഇൻകം അല്ല. Are you with me? ചുമ്മാ ഒരു എമൗണ്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചാടി കയറി ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഡേ 1 തൊട്ട് പറയുന്നത്, ആദ്യം റെസിപ്റ്റ് ഇൻകം ആയിരിക്കണം. ആ ഇൻകം ടാക്സബിൾ ആയിരിക്കണം അക്കോർഡിംഗ് ടു ദ ടാക്സിംഗ് റൂൾ. അങ്ങനെയാണെങ്കിൽ 5 ഹെഡ് ലൈനെ ബൈഫക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഈ ക്രൈറ്റീരിയ ഒക്കെ നോക്കിയിട്ട് വേണം ടാക്സ് വരുമോ ഇല്ലോ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാൻ. നിങ്ങളുടെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ ടാക്സസിൽ നിങ്ങൾ തെറ്റ് വരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ എത്ര തവണ റിവൈസ് ചെയ്തിട്ട് പോയാലും ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് തിരിഞ്ഞും പറഞ്ഞും നമുക്ക് തെറ്റിപ്പോകും. ശ്രദ്ധിക്കുന്നുണ്ടോ? തിരിച്ചു വരാം. സാലറി റിസീവ്ഡ് ബൈ പ്രൊപ്പറേറ്റർ ഫ്രം ഹിസ് പ്രൊപ്പറേറ്റർഷിപ്പ് firm is not an income as proprietor and the proprietorship firm are same person and no one can earn from himself and if himself hence not taxable. എന്താ അത്? എനിക്ക് മുകളിലത്തെ പോക്കറ്റിൽ നിന്ന് എടുത്ത് താഴത്തെ പോക്കറ്റിൽ പോലെ ഇടുന്ന പോലെ അല്ലേ ഡ്രോയിങ്സ് അല്ലേ? ഞാൻ മുകളിലത്തെ പോക്കറ്റിൽ നിന്ന് എടുത്ത് താഴത്തെ പോക്കറ്റിൽ ഇടുന്നതിന് ടാക്സ് കൊടുക്കണോ? വേണ്ട. ഡ്രോയിങ്സ് ആർ നോട്ട് മൈ ഇൻകം. ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് മുഴുവൻ ഞാൻ PGBPയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രോ ചെയ്യുന്നതിന് വീണ്ടും ഞാൻ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അടുത്ത നോക്കിയേ, റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ്. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഇല്ലേ, അത് കമ്പനിയുടെ എംപ്ലോയീസ് ആണോ? കമ്പനിയുടെ ഡയറക്ടേഴ്സ് കമ്പനിയുടെ എംപ്ലോയീസ് ആണോ അല്ലയോ? എല്ലാ ഡയറക്ടേഴ്സും കമ്പനിയുടെ എംപ്ലോയീസ് അല്ല. ഹോൾ ടൈം ഡയറക്ടർ, മാനേജിംഗ് ഡയറക്ടർ ഒക്കെ കമ്പനിയുടെ എന്താണ്? എംപ്ലോയീസ് ആണ് അല്ലേ? അപ്പോ ഒരു ഡയറക്ടർക്ക് കമ്പനി എന്തെങ്കിലും റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് സാലറി ഓൺലി ഇഫ് ദ ഡയറക്ടർ ഇസ് ആൻ എംപ്ലോയി ഓഫ് ദ കമ്പനി. ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർക്കൊക്കെ കമ്പനി എന്തെങ്കിലും സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ സാലറി ഹെഡിൽ എന്തായി മാറും? ടാക്സബിളായി മാറും. നേരെ മറിച്ച് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞ ഡയറക്ടേഴ്സ് ഉണ്ട്, അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എപ്പോഴും എന്തായിരിക്കും? പ്രൊഫഷണൽ ഫീസ് ആയിരിക്കും. And taxable under PGBP or IFOS depends upon the facts of the case. Independent director, alternate director, nominee director എന്നൊക്കെ നമ്മൾ പറയും. അവരൊന്നും ബേസിക്കലി ഒരു കമ്പനിയുടെ എംപ്ലോയി ആവത്തില്ല. അപ്പോൾ അവർക്കൊക്കെ കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അത് പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുക? ടാക്സ് കൊടുക്കുക. അതിനെ ഒരിക്കലും സാലറി ആയിട്ട് കാണേണ്ട ആവശ്യം ഇല്ല. Then, what is the next point? Remuneration received by MP or MLA. നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ഇല്ലേ, MP. MLA മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അവർക്ക് സാലറി ഇല്ലേ? ഇല്ല, നമ്മൾ മറ്റേ മണ്ഡലത്തിൽ വോട്ടൊക്കെ കൊടുത്ത് ജയിപ്പിച്ച് വിടുന്നവർക്ക് സാലറി ഇല്ലേ? ഉണ്ട്. ആ സാലറി അവരുടെ കയ്യിൽ സാലറി ഹെഡിലല്ല ടാക്സ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അവരും നമ്മുടെ ജുഡീഷ്യറിയും അല്ലെങ്കിൽ ലെജിസ്ലേച്ചറും തമ്മിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. അവർ പിന്നെ ആരാ? നമ്മുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലേ?
ഇപ്പോൾ മന്ത്രി എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിലെ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവെന്നാണോ അർത്ഥം? ദേ ആർ അവർ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. അതാണ് അതിന്റെ ശരിക്കുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന MP അല്ലെങ്കിൽ MLA നമ്മുടെ ബേസിക്കലി നമ്മുടെ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന സാലറി അവരുടെ കയ്യിലെ സാലറി ഹെഡിൽ എന്താവില്ല, ടാക്സബിൾ ആവില്ല. പിന്നെ അത് എങ്ങോട്ട് പോകും? IFOS-ലാണ് ബേസിക്കലി അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. റെസിഡ്യൂവൽ ക്ലോസ് എന്ന് പറയും. നോക്കിയ തിയറി ഒന്ന് വായിക്കാം. Remuneration received by a member of parliament or state legislature is not taxable under the head salary, as such person is not government employee. Such income would be taxable under IFOS, income from other source. അതുപോലെ what is the next point? Pension received by legal hire. നമ്മൾ ഈ വിഡോ പെൻഷൻ എന്നൊക്കെ പറയല്ലേ, ഇവിടെ ശ്രദ്ധിച്ചേ, വിഡോ പെൻഷൻ എന്നൊക്കെ നമ്മൾ ബേസിക്കലി പറയാറുണ്ട്. ഫാമിലി പെൻഷൻ കേട്ടിട്ടുണ്ടോ? ഫാമിലി പെൻഷൻ. ഇപ്പോൾ ഒരു എംപ്ലോയി മരിച്ചുപോയി, ആ എംപ്ലോയിയുടെ വൈഫിന് എംപ്ലോയർ എന്ത് കൊടുക്കുകയാണ്? പെൻഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഫാമിലി പെൻഷൻ അല്ലെങ്കിൽ വിഡോ പെൻഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ എംപ്ലോയിയുടെ വൈഫും എംപ്ലോയറും തമ്മിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി പെൻഷൻ അല്ലെങ്കിൽ വിഡോ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ടാക്സബിൾ ആകുക? IFOS-ലാണ്, നോട്ട് അണ്ടർ സാലറി. പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോ ഓർ ലീഗൽ ഹയർ not taxable under salary, as no employer-employee relationship exists between the payer and the pay. However, such amount shall be taxable under where? IFOS. Next one, salary of judges. നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരില്ലേ? ഇല്ലേ? ഈ ജഡ്ജിമാരും നമ്മുടെ ജുഡീഷ്യറിയും തമ്മിൽ ശരിക്കും എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ അവരുടെ സാലറി തന്നെ ടാക്സ് ചെയ്യണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഓൺലി എക്സെപ്ഷണൽ കേസ്. ജഡ്ജിമാരും നമ്മുടെ ജുഡീഷ്യറിയും തമ്മിൽ ശരിക്കും എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല. ബട്ട് സ്റ്റിൽ സാലറി റിസീവ്ഡ് ബൈ ജഡ്ജസ് ആർ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറീസ്. സോ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ജഡ്ജസ് ഇസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി ഈവൻ ദോ ദേ ആർ നോട്ട് ഹാവിംഗ് എനി എംപ്ലോയർ, ഒരു വാക്കുകൂടെ എഴുതിക്കോ, എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് എഴുതിക്കോ. റിലേഷൻഷിപ്പ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തേരെ. ഈവൻ ദോ ദേ ഡോണ്ട് ഹാവ് എൻ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്നൊന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഈവൻ ദോ ദേ ഡോണ്ട് ഹാവ് എംപ്ലോയി റിലേഷൻഷിപ്പ്. നൗ നെക്സ്റ്റ് വൺ, ഫോർഗോയിങ് ഓഫ് സാലറി. എന്താ ഫോർഗോയിങ് ഓഫ് സാലറി? വൺ സാലറി അക്രൂസ്, ദ സബ്സിക്വന്റ് വേവിയർ ബൈ ദ എംപ്ലോയി ഡസ് നോട്ട് അബ്സോൾവ് ഹിം ഫ്രം ലയബിലിറ്റി ടു ഇൻകം ടാക്സ്. ഇപ്പൊ നമ്മൾ ഈ സാലറി ചലഞ്ച് എന്നൊക്കെ പറയല്ലേ, എന്താ സാലറി ചലഞ്ച്? ഇപ്പോൾ ഒരു കലാമിറ്റി ഉണ്ടായി, കേരളത്തിലൊരു ഡിസാസ്റ്റർ ഉണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കമ്പനിയാണ്, നിങ്ങളെല്ലാം എൻ്റെ എംപ്ലോയീസ് ആണ്. അപ്പോൾ നിങ്ങൾ പറയാണ് ഈ മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് തരണ്ട, പകരം എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തോളം പറയുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ മാസത്തെ ശമ്പളം നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. അത് അക്രൂവ് ചെയ്തു, പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എവിടെ കൊണ്ടിട്ടോ, ഞങ്ങൾക്ക് തരണ്ട, മറ്റേ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു. Are you with me? ഇപ്പൊ എന്റെ ചോദ്യം, ഈ മാസത്തെ ശമ്പളം അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആണോ അല്ലയോ? ദ ആൻസർ ഇസ് യെസ്. അത് തീർച്ചയായിട്ടും എന്താണ്? ടാക്സബിൾ ആണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫോർഗോയിങ് ഓഫ് സാലറി. കാരണം സാലറി അക്രൂവ് ആയി കഴിഞ്ഞാലേ അത് നിങ്ങൾ മേടിച്ചോ ഇല്ലയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. Are you with me? സാലറി അക്രൂവ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയി മാറും എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. സോ അടുത്ത എന്താ? സറണ്ടർ ഓഫ് സാലറി. ദർ ഇസ് അനദർ തിങ് കോൾഡ് സറണ്ടർ ഓഫ് സാലറി. നോക്കിയേ, ഇഫ് എൻ എംപ്ലോയി സറണ്ടേഴ്സ് ഹിസ് സാലറി ടു ദ സെൻട്രൽ ഗവൺമെന്റ് under section 2 of voluntary surrender of salaries act 1961, then the salary so surrendered would be exempted while computing taxable income. നിങ്ങളൊരു എംപ്ലോയി, നിങ്ങളുടെ സാലറി നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിലേക്ക് സെക്ഷൻ 2 ഓഫ് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറീസ് ആക്ട് പ്രകാരം നിങ്ങൾ വോളണ്ടറി ആയിട്ട് സറണ്ടർ ചെയ്യാണ്. നമ്മൾ സറണ്ടറിംഗ് എന്ന് പറയും. കേന്ദ്ര ഗവൺമെന്റിലേക്ക് നിങ്ങളൊരു കേന്ദ്ര ഗവൺമെന്റ് എംപ്ലോയി ആണ്, നിങ്ങൾക്ക് കിട്ടാനുള്ള സാലറി നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ് സെക്ഷൻ 2 ഓഫ് സറണ്ടർ ഓഫ് സാലറീസ് ആക്ട് പ്രകാരം. അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യില്ല? ടാക്സ് ചെയ്യില്ല. അല്ലാതെ ഫോർഗോ ചെയ്താൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി, വോളണ്ടറി സറണ്ടർ ഓഫ് സാലറീസ് ആക്ട് പ്രകാരമാണ് നിങ്ങൾ സാലറി സറണ്ടർ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ എന്തല്ല? ടാക്സബിൾ അല്ല. അതല്ലാതെ ഏത് രീതിയിൽ നിങ്ങൾ സാലറി ഫോർഗോ ചെയ്താലും അത് നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. Are you all here? And the last point is part-time employment. എന്താ അത്? It does not matter whether the employee is a full-time employee or a part-time one. Remuneration received shall be taxable under the head salaries. നിങ്ങൾ ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിലും
പാർട്ട് ടൈം എംപ്ലോയി ആണെങ്കിലും റെമ്യൂണറേഷൻ കിട്ടിയത് നിങ്ങളുടെ കയ്യിൽ സാലറി ഹെഡിൽ എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ഇറസ്പെക്ടീവ് ഓഫ് വെദർ യു ആർ എ ഫുൾ ടൈം എംപ്ലോയി ഓർ പാർട്ട് ടൈം എംപ്ലോയി, all the remuneration received by you shall be always taxable under the head salaries. Clear alle? Alle? So these are the basic things. Salary head ile ettavum basic aayittulla kore കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. I hope this much is clear. അപ്പോൾ സാലറിയുടെ ബേസിക്സ് ആണ് പാർട്ട് 2. ഓക്കെ, എന്താണത് നോക്കിയേ. സെക്ഷൻ 10 റിലേറ്റഡ് ആയിട്ടുള്ള ചില എക്സംഷൻസ് ആണ്. ചില സാലറികൾക്ക് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. എന്താ അത്? സെക്ഷൻ 10 റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഫോളോയിങ് ഇൻഡിവിജ്വൽസ് ആർ ഫുള്ളി എക്സംപ്റ്റഡ്. താഴെ പറയുന്ന ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന റെമ്യൂണറേഷൻ സാലറി ഫുള്ളി അവരുടെ കയ്യിൽ എന്താണ്? എക്സംപ്റ്റഡ് ആണ്. നമുക്ക് എന്തൊക്കെയാണ് എക്സംഷൻ വരുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചേ. Exemption can be claimed only if such individuals are not citizens of India. ഈ താഴെ പറയുന്ന കേസുകളിലൊക്കെ ഇൻഡിവിജ്വൽസ് ഒരിക്കലും ഇന്ത്യയിൽ എന്താവാൻ പാടില്ല? സിറ്റിസൺ ആവാൻ പാടില്ല. അതാണ് അവിടെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. റെസിഡന്റ് ആവാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ സിറ്റിസൺ ആവാൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ താഴെ പറയുന്ന കേസുകളിലൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽസ് ഒരിക്കലും എന്താവാൻ പാടില്ല? ഇന്ത്യൻ സിറ്റിസൺസ് ആവാൻ പാടില്ല. സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാൻ യു റീഡ് ദ ഫസ്റ്റ് വൺ? ആദ്യത്തെ ആ ബോക്സ് എന്താണ് എന്നൊന്ന് വായിച്ചേ. വാട്ട് ഇസ് ദാറ്റ്? റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഒഫീഷ്യൽസ് ഓഫ് embassies etc. of foreign states under section 10 subsection 6 clause number 2. II അല്ല, that is clause number 2, Roman numeral 2 ആണത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ യു എസ് എയിലുള്ള ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സാലറി അത് ഇന്ത്യയിൽ ഡീം ടു ബി അക്രൂഡ് ഓർ അറൈസ്ഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞതല്ലേ? അതുപോലെ ഇന്ത്യയിൽ യു എസ് എംബസി ഉണ്ടാവില്ലേ? ഇല്ലേ? ഇന്ത്യയിൽ യു എസ് എംബസി ഉണ്ടാവില്ലേ? ആ യു എസ് എംബസിയിലുള്ള ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ യു എസിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് അല്ലേ? അവന്മാർക്ക് യു എസ് എ സാലറി കൊടുക്കുന്നുണ്ടാവില്ലേ? ഇല്ലേ? ഇന്ത്യയിലുള്ള യു എസ് എംബസിയിലുള്ള യു എസ് എംബസി ഓഫീസേഴ്സിന് യു എസ് എ എന്ത് കൊടുക്കുന്നുണ്ടാവും? സാലറി കൊടുക്കുന്നുണ്ടാവും. അവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ് സാലറി കൊടുക്കുന്നുണ്ടാവും. ആ സാലറി അവന്മാർക്ക് കിട്ടാൻ കാരണം അവന്മാർ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്ത സർവീസ് അല്ലേ? പക്ഷെ ഇതിന്റെ അതിന് എന്ത് ചെയ്യില്ല? ടാക്സ് ചെയ്യില്ല. വി വിൽ പ്രൊവൈഡ് എക്സംഷൻ ഫോർ ദാറ്റ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ അറിയാമോ? നമ്മുടെ എംബസി അവിടെ ഇല്ലേ? അവിടെ നമ്മുടെ ഓഫീസേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ലേ? അവന്മാരെ യു എസ് എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് മേടിക്കാൻ പാടില്ല. നിങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ അവിടെ എക്സംപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇവിടെ പിടിച്ച് എന്ത് ചെയ്യും? എക്സംപ്റ്റ് ചെയ്യും. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതാണ് അവന്മാരുടെ കണ്ടീഷനായിട്ട് ആ സൈഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പോയിന്റ് എന്താണെന്നൊന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ പോയിന്റ് ആണിത്. നോക്കി, എന്താണ്? റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എ ഫോറിൻ എംബസി ഓർ എ ഹൈ ഓഫീസർ, കമ്മീഷൻ, ലെഗേഷൻ, കമ്മീഷൻ, കോൺസുലേറ്റ് ഓർ എ ട്രേഡ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഈ ഹൈ ഓഫീസർ കമ്മീഷൻ എന്നുള്ളത് വെട്ടിയിട്ട് ഹൈ കമ്മീഷണർ എന്നാക്കുക കേട്ടോ. ഹൈ കമ്മീഷണർ. അപ്പോൾ remuneration received by foreign embassy, high commissioner, legation, commission, consulate or trade representation of a foreign state or as a member of staff of any of these officials for services rendered in India is exempted provided US embassy ilulla US officialsന് ഇന്ത്യ സെക്ഷൻ 10 പ്രകാരം ഈ എക്സംഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? ദി അബവ് മെൻഷൻഡ് മെമ്പേഴ്സ് ഷുഡ് നോട്ട് ബി എൻഗേജ്ഡ് ഇൻ എനി അതർ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ എംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ആ ഓഫീസേഴ്സിന് ഇന്ത്യയിൽ ഒരു ബിസിനസ്സോ പ്രൊഫഷനോ വേറൊരു എംപ്ലോയ്മെന്റോ ഉണ്ടാവാൻ പാടില്ല. അവരുടെ ഏക പരിപാടി എന്ന് പറയുന്നത് യു എസ് എംബസിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളതാണ്. അവർക്ക് ഇന്ത്യയിൽ വേറെ ബിസിനസ്സോ പ്രൊഫഷനോ വേറെ റെമ്യൂണറേഷനോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. രണ്ട്, ദ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ our corresponding government officials resident in such foreign country for similar purpose also should be exempted. നമ്മുടെ ഇന്ത്യൻ എംബസി ഇൻ യു എസ് എയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എംബസി ഓഫീസേഴ്സ് ഇല്ലേ, അതിന് യു എസ് എ കറസ്പോണ്ടിംഗ്ലി എന്ത് കൊടുക്കണം? അവരുടെ ഡൊമസ്റ്റിക് ലോ പ്രകാരം എക്സംഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങൾ ഇവിടെ എന്ത് തരുള്ളൂ? എക്സംഷൻ തരുള്ളൂ. യു എസിലും ഉണ്ടാവില്ലേ ഇൻകം ടാക്സ്? ഇല്ലേ? അവിടെയും ഉണ്ടാവില്ലേ സോഴ്സ് ബേസ്ഡ് ടാക്സേഷൻ? അവിടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനത്തിന് അവിടെ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതല്ലേ?
പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ഡൊമസ്റ്റിക് ടാക്സ് ലോയിൽ എക്സംഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളും ഈ സെക്ഷൻ 10 എക്സംഷൻ ഇവമാർക്ക് തരുള്ളൂ എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഫസ്റ്റ് എക്സംഷൻ സിമ്പിൾ ആണ്. US എംബസിയോ വാട്ട് എവർ എംബസി, ജപ്പാൻ എംബസിയോ റഷ്യൻ എംബസിയോ വാട്ട് എവർ എംബസി offices in India, whatever the officers salary that they are earning shall be fully exempted. രണ്ട് കണ്ടീഷൻ ഉണ്ട്. അവർക്ക് ഇവിടെ വേറെ വരുമാനം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കറസ്പോണ്ടിംഗ്ലി ആ രാജ്യത്തുള്ള നമ്മുടെ എംബസി ഓഫീസേഴ്സിന് ആ രാജ്യം എന്ത് കൊടുക്കണം? എക്സംഷൻ കൊടുക്കണം. ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് എക്സംഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻജോയ് ചെയ്യാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? രണ്ടാമത്തെ എന്താ പോയിന്റ്? വായിച്ചേ. റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫോർ സർവീസസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ ആസ് എംപ്ലോയി ഓഫ് ഫോറിൻ എന്റർപ്രൈസ് under section 10 subsection 6 clause number 6. നോക്കാം എന്താ പരിപാടി. ഓക്കെ, remuneration received by a foreign national as an employee of a foreign enterprise for services rendered by him during his stay in India is exempted provided the foreign enterprise is not engaged in any business or trade in India. The remuneration is not liable to be deducted from the employer's income chargeable to tax under the Act. The employee's stay in India should be less than or equal to 90 days during the relevant previous year. Simple example നമുക്ക് നോക്കാം. Say for example, ഇപ്പോൾ നിങ്ങൾ you bought a brand new Lamborghini. നിങ്ങളൊരു brand new Lamborghini മേടിച്ചു എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇമാജിൻ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ബെന്റ്ലി, നമുക്കൊരു ബെന്റ്ലി പറയാം. നിങ്ങളൊരു ബ്രാൻഡ് ന്യൂ ബെന്റ്ലി നിങ്ങൾ മേടിച്ചു വിചാരിക്കുക. ഇന്ത്യയിൽ ബെന്റ്ലിക്ക് ഷോറൂം ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ UK പോയി അവിടെ പോയിട്ട് ബെന്റ്ലി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണെന്ന് വിചാരിക്കുക. ആർ യു ഓൾ വിത്ത് മീ? അപ്പോൾ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അതിന് ചെറിയൊരു എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി. ബെന്റ്ലി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിനൊരു ചെറിയൊരു എഞ്ചിൻ ഫെയിലിയർ ഉണ്ടായി. നിങ്ങളെ കമ്പനി, ബെന്റ്ലി കമ്പനിയെ വിളിച്ചു പറഞ്ഞു. അവിടുന്ന് ഒരു ടെക്നീഷ്യൻ വന്നു. അവൻ ഈ വണ്ടി റിപ്പയർ ചെയ്തു. ഒരു മാസം എടുത്തു അവന് റിപ്പയർ കംപ്ലീറ്റ് ചെയ്യാൻ. ഒറ്റയ്ക്കാണ് വന്നത്, അതുകൊണ്ട് ഒരു മാസം എടുത്തിട്ടാണ് അവൻ എന്ത് ചെയ്ത് റിപ്പയർ കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോൾ എക്സാമ്പിൾ ഓർത്തോ, നിങ്ങളൊരു ബെന്റ്ലി കാർ മേടിക്കുന്നു. ബെന്റ്ലിക്ക് ഇന്ത്യയിലെ ഷോറൂമോ സർവീസ് സെന്റേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ആ കാർ ഇന്ത്യയിൽ വരുന്നു. കാർ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എഞ്ചിൻ ഫെയിലിയർ വരുന്നു. നിങ്ങൾ ബെന്റ്ലി കമ്പനിയെ വിളിച്ച് പറയുന്നു. കമ്പനി അവിടെ നിന്ന് ഒരു റെപ്രസെന്റേറ്റീവ് ഇങ്ങോട്ട് വിടുന്നു. അവൻ ഇവിടെ ഒരു മാസം നിന്ന കമ്പനി പറഞ്ഞ പോലെ ആ പണിയെടുത്ത് അവൻ ആ കാറിന്റെ പ്രശ്നം എന്ത് ചെയ്യുന്നു? റെക്ടിഫൈ ചെയ്യുന്നു. എന്നിട്ട് അവൻ തിരിച്ചു പോകുന്നു. ആർ യു വിത്ത് മീ? 2-3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ബെന്റ്ലി എന്ന് പറയുന്ന കമ്പനിക്ക് ഇന്ത്യയിലെ ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം, ഈ ബെന്റ്ലി അല്ലേ ആ ടെക്നീഷ്യന് ഒരു മാസത്തെ സാലറി കൊടുക്കേണ്ടത്? വാറണ്ടിയിലായിരുന്നു വണ്ടി എന്ന് വിചാരിക്കുക. അപ്പൊ ബെന്റ്ലി ആയിരിക്കും ആ ടെക്നീഷ്യന് ഒരു മാസത്തെ എന്ത് കൊടുക്കേണ്ടത്? സാലറി കൊടുക്കേണ്ടത് അല്ലേ? ഈ ടെക്നീഷ്യൻ ആ ഒരു മാസം സർവീസ് ചെയ്ത് ഇന്ത്യയിലല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ ആ ഒരു മാസത്തെ സാലറി കിട്ടാനുള്ള റൈറ്റ് ഇന്ത്യയിൽ ഇരുന്നല്ലേ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ ആ സാലറി ഇന്ത്യയിൽ ടാക്സബിൾ ആവേണ്ടതല്ലേ? അല്ലേ? ടെക്നീഷ്യൻ ഒരു മാസം വർക്ക് ചെയ്തത് ഇന്ത്യയിലല്ലേ? വണ്ടി ഇപ്പൊ ഇന്ത്യയിലല്ലേ? ടെക്നീഷ്യനും ഇന്ത്യയിലല്ലേ? ഇപ്പോ അവൻ ആ ഒരു മാസം സർവീസ് റെൻഡർ ചെയ്ത് ഇന്ത്യയിലല്ലേ? അപ്പൊ അവന് കിട്ടിയ ആ സാലറി ചുരുക്കം പറഞ്ഞ് ഇന്ത്യയിൽ ടാക്സബിൾ ആവേണ്ടതല്ലേ? ഡ്യൂ ടു അക്രൂവൽ അല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ആ സാലറിക്ക് അവൻ എന്ത് തരണ്ട? ഇൻകം ടാക്സ് തരണ്ട. കണ്ടീഷൻസ് നോക്കി. റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ദാറ്റ് ഫോറിൻ നാഷണൽ ആസ് എ എംപ്ലോയി ഓഫ് എ ഫോറിൻ എന്റർപ്രൈസ് ദാറ്റ് ഇസ് ബെന്റ്ലി ഫോർ സർവീസസ് റെൻഡർഡ് ബൈ ഹിം ഡ്യൂറിംഗ് ഹിസ് സ്റ്റേ ഇൻ ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ് പ്രൊവൈഡഡ്. 3 കണ്ടീഷൻ ഉണ്ട്. എന്താ ഫസ്റ്റ് കണ്ടീഷൻ? The foreign enterprise, അതായത് ബെന്റ്ലി is not engaged in any business or trade in India. ബെന്റ്ലിക്ക് ഇന്ത്യയിൽ ബിസിനസ്സോ ട്രേഡോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. 2, the remuneration is not liable to be deducted from the employer's income chargeable to tax under the Act. ബെന്റ്ലിക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ടാവാൻ പാടില്ല. ബെന്റ്ലി ആ ടെക്നീഷ്യന് കൊടുത്ത സാലറി ആ ഇൻകത്തിൽ നിന്ന് ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാനും പാടില്ല. ബെന്റ്ലിക്ക് ഇന്ത്യയിൽ ആക്ടിവിറ്റി ഇല്ലല്ലോ, അപ്പൊ അവർക്ക് ടാക്സബിൾ ഇൻകം ഇല്ലല്ലോ. അവർക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ അവർ ആ ടെക്നീഷ്യന് കൊടുത്തിട്ടുള്ള സാലറി ഒരിക്കലും ഇവിടെ ഒരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യില്ലല്ലോ. ചെയ്യുമോ? ഇല്ല. 3ാമത്തെ കണ്ടീഷൻ എന്താ? ദ എംപ്ലോയി സ്റ്റേ ഇൻ ഇന്ത്യ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 90 days ഡ്യൂറിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഒരു മാസം നിന്നിട്ടല്ലേ അവൻ പോയത്. 90 ദിവസത്തിൽ താഴെ ആയിരിക്കണം അവന്റെ ഡേയ്സ് ഓഫ് സ്റ്റേ. ഇത് 3 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ആ സാലറിക്കും അവൻ ഇന്ത്യയിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ശരി. 3ാമത്തെ പോയിന്റ് എന്താ? വീണ്ടും സാലറിയുടെ എക്സംഷൻ തന്നെയാണ്. എന്താണ് 3ാമത്തെ പോയിന്റ്? സാലറി റിസീവ്ഡ് ബൈ നോൺ റെസിഡന്റ് ഫോർ സർവീസസ് റെൻഡേർഡ് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ് ഓൺ ഫോറിൻ ഷിപ്പ്. എന്താ പരിപാടി നമുക്ക് നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 6 ക്ലോസ് നമ്പർ 7 ആണ്. നോക്കിയേ. സാലറി ഇൻകം റിസീവ്ഡ് ബൈ
or due to a non-citizen of India who is a non-resident for services rendered in connection with his employment on foreign ship is exempted provided his total stay in India is less than or equal to 90 days during the relevant previous year. Simple example. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഷിപ്പ് ഇന്ത്യയിലേക്ക് വന്നു വിചാരിക്കാം. ഒരു ഷിപ്പ് എങ്ങോട്ടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഫോറിൻ ഷിപ്പാണ്. കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് വന്നു? ഇറക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്നു. ഈ ഷിപ്പിലൊരു പണിക്കാരനുണ്ടെന്ന് വിചാരിക്കാം. സാധനങ്ങളൊക്കെ ഇറക്കി തിരിച്ച് വേറെ കുറേ സാധനങ്ങൾ ലോഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. അത് ലോഡും ചെയ്ത് കസ്റ്റംസ് ക്ലിയറൻസും കിട്ടി. ഈ ഷിപ്പ് ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടർ വിട്ടുപോയത് 1 മാസത്തിന് ശേഷമാണ്. 1 മന്ത് എടുത്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? Are you with me? ഒരു ഫോറിൻ ഷിപ്പ് ഇന്ത്യയിലേക്ക് വന്നു. കുറച്ച് സാധനങ്ങൾ ഇവിടെ അൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് അൺലോഡ് ചെയ്തു. വേറൊരു പോർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അത് ലോഡും ചെയ്തു. കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടി ഇന്ത്യയുടെ പുറത്തേക്ക് പോയത് 1 മാസത്തിന് ശേഷമാണ്. Are you all listening? ഈ 1 മാസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഷിപ്പിലുള്ള ഒരു പണിക്കാരനല്ലേ? അവനപ്പോൾ 1 മാസം എവിടെയാ? ഇന്ത്യയിലല്ലേ? അവൻ ഷിപ്പിലാണ്, പക്ഷെ ഷിപ്പ് ഇന്ത്യയിലല്ലേ? അങ്ങനെയാണെങ്കിൽ അവന് 1 മാസത്തെ ശമ്പളം കിട്ടാനുള്ള കാരണം അവൻ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്ത സർവീസ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവന്റെ 1 മാസത്തെ ശമ്പളത്തിന് അവൻ ഇന്ത്യയിൽ ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനല്ലേ? അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതിനും ഗവൺമെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എക്സംഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻ? സാലറി ഇൻകം റിസീവ്ഡ് ബൈ ഓർ ഡ്യൂ ടു നോൺ സിറ്റിസൺ. ആ പണിക്കാരൻ ഒരിക്കലും ഇന്ത്യയിൽ എന്താവാൻ പാടില്ല? സിറ്റിസൺ ആവാൻ പാടില്ല. ഹൂസ് നോൺ റെസിഡന്റ്. അവൻ ഒരിക്കലും ഇന്ത്യയിൽ എന്താവാനും പാടില്ല? റെസിഡന്റ് ആവാനും പാടില്ല. സർവീസസ് റെൻഡേർഡ് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് എംപ്ലോയ്മെന്റ് ഓൺ എ ഫോറിൻ ഷിപ്പ്. അവന്റെ എംപ്ലോയ്മെന്റ് ഫോറിൻ ഷിപ്പിലായിരിക്കണം. ഇസ് എക്സംപ്റ്റഡ് പ്രൊവൈഡഡ് അവന്റെ ഡേയ്സ് ഓഫ് സ്റ്റേ എത്ര കൂടാൻ പാടില്ല? 90 ദിവസത്തിന് മുകളിലാകാൻ പാടില്ല. 90 ദിവസത്തിൽ താഴെയാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്നതെങ്കിൽ അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ആ സാലറിക്കൊന്നും നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കാതെ തന്നെ പുറത്തേക്ക് പോകാം. അപ്പൊ 90 ദിവസത്തിൽ കൂടുതൽ നിന്നാലോ ആ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് ഇതിനകത്ത് കാര്യം. 90 ദിവസം എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണലി ലോങ് പീരീഡ് അല്ലേ? കൺസൈൻമെന്റിനൊക്കെ വരുന്നവന് ഒരിക്കലും 90 ദിവസം ഒന്നും നിൽക്കേണ്ട ആവശ്യം വരില്ല. ഇനി നിന്ന് ടാക്സ് അടയ്ക്കുക, വേറെ ഒരു മാർഗവും ഇല്ല. Are you all here? അടുത്ത എന്താ? ലാസ്റ്റ് ഐറ്റം, റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഫോറിൻ ഗവൺമെന്റ് എംപ്ലോയീസ് ഫോർ സ്പെസിഫൈഡ് ട്രെയിനിങ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 6 ക്ലോസ് നമ്പർ 11. നോക്കാം എന്താണെന്ന്. എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ഓഫ് foreign government from their respective government during their stay in India is exempted provided such remuneration is received in connection with their training in any establishment or office of or in any undertaking owned by government. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റഷ്യൻ മിലിറ്ററി ഓഫീസേഴ്സ് ഇന്ത്യയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. ദേ ആർ കമ്മിങ് ടു ഇന്ത്യ. ഓക്കെ, നമ്മുടെ മിലിറ്ററിയിലെ ഒരു സ്പെഷ്യൽ ഫോഴ്സിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് റഷ്യൻ മിലിറ്ററി ഓഫീസേഴ്സ് ഇന്ത്യയിലേക്ക് വരികയാണെന്ന് വിചാരിക്കുക. Are you with me? ഇപ്പം ഇന്ത്യ റഷ്യ തമ്മിൽ പല കാര്യങ്ങളിലും സഹകരണങ്ങളുണ്ട്. നമ്മൾ പറയില്ല, കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഇന്ത്യ റഷ്യൻ മിലിറ്ററിയിലെ ഒരു സെപ്പറേറ്റ് വിങ്ങിനോട് പറയാണ്, നമ്മുടെ ഇന്ത്യൻസിൽ ഒരു പുതിയ സ്പെഷ്യൽ ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്, ആ ഫോഴ്സിനെ ട്രെയിൻ ചെയ്യാൻ കുറച്ച് സൈനികരെ ഇങ്ങോട്ടേക്ക് വിടണമെന്ന് പറയാണ്. അങ്ങനെ റഷ്യ എന്ത് ചെയ്തു? 1 മാസത്തേക്ക് കുറച്ച് അവിടുത്തെ മിലിറ്ററി ഓഫീഷ്യൽസിനെ ഇങ്ങോട്ടേക്ക് വിട്ടു എന്ന് വിചാരിക്കുക. Are you with me? അവരെ കുറച്ച് നാള് നമ്മുടെ ഇവിടുത്തെ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്തു, അവർ തിരിച്ചുപോയി. ഈ സൈനികർക്ക് സാലറി കൊടുക്കുന്ന റഷ്യൻ ഗവൺമെന്റ് ആണ്. പക്ഷേ സൈനികർ 1 മാസം ഇവിടെ നിന്ന് അവരെ ട്രെയിൻ ചെയ്യുമ്പോൾ ആ 1 മാസം അവരുടെ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്ത് ഇന്ത്യയിലല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ആ സൈനികർ ഇവിടെ അവരുടെ സാലറിക്ക് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരല്ലേ? അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. വായിച്ചേ, എനി റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ഓഫ് ഫോറിൻ ഗവൺമെന്റ് ഫ്രം their respective government during their stay in India is exempted provided such remuneration is received in connection with their training in any establishment or office of or in any undertaking owned by government. ഏതെങ്കിലും ഗവൺമെന്റ് അണ്ടർടേക്കിങ്ങിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഫോറിൻ ഗവൺമെന്റിന്റെ എംപ്ലോയീസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ ഗവൺമെന്റ് ആണ് സാലറി കൊടുക്കുന്നതെങ്കിൽ അവർ ഇന്ത്യയിൽ അക്രൂവ് ചെയ്ത സാലറിക്ക് ഇന്ത്യയിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പം ഈ ബേസിക്കലി മിലിറ്ററിയിലൊന്നും ഇത് വരില്ല. ഇപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇല്ലേ, AFA, നോട്ട് AFA, IFA, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ. നമ്മൾ അർജന്റീന AFAനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഏതാ? ഇന്ത്യൻ പിള്ളേർക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ആര് വരിക? മെസ്സി വരികയാണെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഒരു ചൂടൻ ചർച്ചകളിൽ ഒരെണ്ണമാണ് മെസ്സി വരുവോ?
അല്ലേ? അങ്ങനെ മെസ്സി വന്നു എന്ന് തന്നെ വിചാരിച്ചു. മെസ്സി വന്നിട്ട് മെസ്സി ഇവിടുത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഫുട്ബോൾ അടിക്കാൻ പഠിപ്പിക്കുകയാണ്. കുറേ ഡ്രിബ്ലിംഗ് സ്റ്റാറ്റിക്സും ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്സും സ്ട്രാറ്റജീസ് ഒക്കെ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ പഠിപ്പിച്ച് പോവാണ്. അവർക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ എന്ത് കൊടുക്കും? സാലറി മെസ്സിക്ക് കൊടുക്കും എന്ന് വിചാരിക്കുക. നമ്മുടെ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മെസ്സി വന്നതെന്ന് വിചാരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് മെസ്സി വന്നതെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ മെസ്സി വന്നു. ഇവിടെ കുറേ പിള്ളേർക്ക് ഫുട്ബോൾ പഠിപ്പിച്ചു കൊടുത്തില്ലേ? അല്ലെങ്കിൽ ഫുട്ബോളിന് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തില്ലേ? അപ്പം നമ്മുടെ ഗവൺമെന്റ് റിക്വസ്റ്റ് പ്രകാരം വന്നല്ലേ മെസ്സി. മെസ്സിക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ത് കൊടുക്കുന്നുണ്ടാവും? സാലറി കൊടുക്കുന്നുണ്ടാവും. നമ്മൾ തിരിച്ചു പോകുമ്പോൾ മെസ്സിയോട് പറയാം, പോകാൻ വരട്ടെ, നീ ഇവിടെ ടാക്സോട് അടച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരുമാതിരി വൃത്തികേടല്ലേ? അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞേക്കാണ്, വേണ്ട, ഞങ്ങളുടെ പിള്ളേരെ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെന്റ് ഓഫീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിലുള്ള പിള്ളേരെ ട്രെയിൻ ചെയ്യാനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. അർജന്റീന മഹാമനസ്കത കാണിച്ച് സാലറിയും കൊടുത്താണ് മെസ്സി ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ ആ സാലറിക്ക് ഞങ്ങൾ ഇവിടെ മെസ്സിയുടെ കയ്യിൽ ടാക്സ് വേണമെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് നന്ദി കെട്ടവന്മാരല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയും, ഞങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ടാക്സ് അടക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയും. ദാറ്റ് ഇസ് എ പോയിന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സംഷൻസിനെ പറ്റിയാണ്. ഈ ഒരു ലിസ്റ്റ് ഓഫ് റിമുനറേഷൻ ഒന്നും നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കഴിഞ്ഞിട്ടില്ല. അടുത്ത് എന്താന്ന് നോക്കിയേ, നമ്മൾ സാലറി ചാപ്റ്ററിൽ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. സെക്ഷൻ 17, സാലറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ സാലറി എന്ന വാക്കിന്റെ അകത്ത് എന്തൊക്കെ കോമ്പോണൻസ് വരും? Are you all listening? സാലറി എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ അകത്ത് എന്തൊക്കെ കോമ്പോണൻസ് വരും എന്നാണ് നമ്മൾ ബേസിക്കലി പറയാൻ പോകുന്നത്. വേജസ്, ബോണസ്, അലവൻസസ്. ഈ ബോണസ് ഡ്യൂ ഓർ റെസിപ്റ്റ് ബേസിസിൽ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബോണസ് എപ്പോഴും എന്തിന്റെ ബേസിസിലായിരിക്കും ടാക്സ് ചെയ്യുക? റെസിപ്റ്റ് ബേസിസിലായിരിക്കും ടാക്സ് ചെയ്യുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് ബോണസ്? ശരിക്കും ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ? ബോണസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു കമ്പനി പ്രോഫിറ്റിലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം എംപ്ലോയിക്ക് കൊടുത്തു വിടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബോണസ് എന്ന് പറയുക. അതിനൊരു ആക്ട് തന്നെ ഉണ്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ഒരു കമ്പനി ഇത്ര പ്രോഫിറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഇത്ര പ്രോഫിറ്റ് ഉള്ള എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അവർ മാൻഡറ്ററി ആയിട്ടും അവരുടെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം എംപ്ലോയീസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഇറ്റ്സ് ആൻ എക്സ്ട്രാ ഇൻസെന്റീവ്, ഒരു തർക്കമില്ല, ആണ്. പക്ഷെ അത് പ്രോഫിറ്റിന്റെ ഒരു വിഹിതമാണ്. എംപ്ലോയിക്ക് കൊടുക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബോണസ്. ആർ യു ഓൾ വിത്ത് മീ? അപ്പോൾ ഈ ബോണസ് മാത്രം, സാലറി കോമ്പണന്റ് ആയിട്ടുള്ള ബോണസ് മാത്രം റെസിപ്റ്റ് ബേസിസിൽ ടാക്സ് ചെയ്താൽ മതി, ഡ്യൂ ബേസിസിൽ ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആർ യു ഓൾ ഹിയർ? ബോണസ് കിട്ടിയാൽ മാത്രം കിട്ടുന്ന വർഷം നിങ്ങൾ ടാക്സ് കൊടുത്താൽ മതി. അതൊരിക്കലും റെസിപ്റ്റ് ബേസിസിലല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡ്യൂ ബേസിസിലല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് ചെയ്യേണ്ടത്. നൗ അതുപോലെ ആന്വിറ്റി, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ഫീസ്, കമ്മീഷൻ, പെർക്വസിറ്റ്, പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി, ലീവ് എൻകാഷ്മെന്റ്, പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്, ഇതൊക്കെ സാലറിയുടെ കോമ്പണൻസ്. ഈ കോമ്പണന്റുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ കോമ്പണന്റും എന്താണ്, എങ്ങനെ ടാക്സ് ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, എന്തും എന്തൊക്കെയാണ് എന്നിങ്ങനെയാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. ആർ യു വിത്ത് മീ? അപ്പൊ സാലറിയുടെ ആദ്യത്തെ കോമ്പണന്റിൽ നിന്ന് നമുക്കങ്ങ് തുടങ്ങാം. ദാറ്റ് ഇസ് സെഡ് ടു ബി അലവൻസസ്. സാലറിയുടെ ഫസ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ് ഫ്രണ്ട്സ്? അലവൻസസ് ആണ്. അലവൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് സം ഗിവൻ ബൈ ദ എംപ്ലോയർ ടു ദി എംപ്ലോയി വിച്ച് ഇസ് ഓവർ ആൻഡ് അബവ് യുവർ സാലറി ഫോർ മീറ്റിംഗ് സം എക്സ്പെൻഡിച്ചർ. ചില എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നതിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് വിളിക്കാം? അലവൻസ് എന്ന് വിളിക്കാം. ഫുഡ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, ദെൻ ഡിയർനെസ് അലവൻസ്, കോമ്പൻസേറ്ററി അലവൻസ്, ഹില്ലി ഏരിയ അലവൻസ്, യൂണിഫോം അലവൻസ്, ഡ്രസ് അലവൻസ്, അങ്ങനെ പല രീതിയിലുള്ള അലവൻസ് എംപ്ലോയിക്ക് കൊടുക്കുന്നുണ്ട്. ഈ അലവൻസുകൾ ഇൻകം ടാക്സിന്റെ കണ്ണിൽ 3 തരമാണ്. ഇൻകം ടാക്സിന്റെ പെർസ്പെക്റ്റീവിൽ അലവൻസസ് എത്ര തരമുണ്ട്? 3 തരമുണ്ട്. ഒന്നെന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. 2 പാർട്ട്ലി ടാക്സബിൾ അല്ലെങ്കിൽ പാർട്ട്ലി എക്സംപ്റ്റഡ് എന്നും പറയാം. 3 ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പൊ ഏതൊക്കെ 3 ടൈപ്പ് ഓഫ് അലവൻസസ്? ഫുൾ എക്സംപ്ഷൻ കിട്ടുന്ന അലവൻസസ്, 2 കുറച്ച് ഭാഗം മാത്രം എക്സംപ്ഷൻ കിട്ടുന്ന അലവൻസസ്, 3 ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസസ്. ഇതിൽ ഞാൻ ഈ ആദ്യത്തെ 2 പഠിപ്പിക്കുള്ളൂ. അതെന്തുകൊണ്ട്? ബാക്കിയെല്ലാം ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അത് പഠിപ്പിക്കാത്തതുകൊണ്ടല്ല, വേറെ 3ാമത്തെ കാറ്റഗറി എന്താണെന്ന് ആക്ട് തന്നെ പറയുന്നില്ല. ഈ 2 പാർട്ട്ലി എക്സംപ്റ്റഡും ബാക്കി എക്സംപ്റ്റഡും ആണ്. ബാക്കിയുള്ള മുഴുവൻ എന്താണ്? ടാക്സബിൾ ആണ്. അപ്പൊ ആദ്യത്തെ 2 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അതിലല്ലാതെ വേറെ എന്ത് പേരിൽ എന്ത് അലവൻസ് കിട്ടിയാലും അത് മുഴുവൻ എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. മനസ്സിലാക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അലവൻസസ് വിച്ച് ആർ
ഫുള്ളി എക്സംപ്റ്റഡ്. ഫുൾ എക്സംഷൻ കിട്ടുന്ന അലവൻസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ അലവൻസ് എന്താ ഫ്രണ്ട്സ്? വായിച്ചേ. അലവൻസസ് ടു ദ ഹൈക്കോർട്ട് ജഡ്ജസ്. എന്താ? ഹൗസ് അലവൻസ് പെയ്ഡ് ടു എ ജഡ്ജ് for judges who does not avail himself an official house of high court is not taxable. സാധാരണ ഇപ്പൊ കേരള ഹൈക്കോടതിയിലെ ജഡ്ജസ്മാർക്ക് ജഡ്ജസ് അവന്യൂ ഉണ്ട്. അതായത് ജഡ്ജസിന് വില്ലാസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് അലോട്ട് ചെയ്യും. അവർക്ക് അവിടെ റെന്റ് ഇല്ലാതെ എന്ത് ചെയ്യാം? താമസിക്കാം. Are you with me? നമ്മൾ ജഡ്ജസിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് എന്ന് പറയും. നമ്മൾ ഔദ്യോഗിക വസതി എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ ഒരു ജഡ്ജ് ഒഫീഷ്യൽ റെസിഡൻസ് എടുക്കാത്തൊരു ജഡ്ജ് പറയാണ്, എനിക്ക് എന്ത് വേണ്ട, എനിക്ക് ഒഫീഷ്യൽ റെസിഡൻസ് വേണ്ട, എനിക്കത് അലവൻസ് ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിന് നമ്മുടെ ജുഡീഷ്യറി അലവൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജഡ്ജിന്റെ കയ്യിലെ അലവൻസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഈ ഒഫീഷ്യൽ റെസിഡൻസ് ഉള്ള ജഡ്ജസിന് എന്ത് കിട്ടില്ല? അലവൻസ് കിട്ടില്ല കേട്ടോ. അവർക്ക് വീട് കൊടുക്കുന്നുണ്ടല്ലോ. ഒഫീഷ്യൽ റെസിഡൻസ് കൊടുക്കാത്ത ജഡ്ജസിന് ജുഡീഷ്യറി ഹൗസ് അലവൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ ജഡ്ജിന്റെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. നമ്മുടെ വായിച്ചേ. ഹൗസ് അലവൻസ് പെയ്ഡ് ടു എ ജഡ്ജ് ഫോർ ജഡ്ജസ് ഹു ഡസ് നോട്ട് അവെയിൽ ഹിംസെൽഫ് ആൻ ഒഫീഷ്യൽ ഹൗസ് ഓഫ് ഹൈക്കോർട്ട് ഇസ് നോട്ട് ടാക്സബിൾ. അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. രണ്ടെന്താ? അലവൻസ് പെയ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. എന്താ? അലവൻസസ് പെയ്ഡ് ബൈ UNO ടു ഇറ്റ്സ് എംപ്ലോയീസ് ഇസ് നോട്ട് ടാക്സബിൾ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ നോഡൽ ഓഫീസുകൾ ഇന്ത്യയിലുണ്ട്. ആ നോഡൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് അലവൻസ് കൊടുത്താലും അത് മുഴുവൻ ആ എംപ്ലോയീസിന്റെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? വാട്ട് ഇസ് UNO? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് എന്ത് അലവൻസ് ഹു ആർ വർക്കിംഗ് ഇൻ ഇന്ത്യ അവർക്ക് എന്ത് പേരിൽ എന്ത് അലവൻസ് കൊടുത്താലും അത് മുഴുവൻ ഫുള്ളി എന്തായിരിക്കും? ആ എംപ്ലോയീസിന്റെ കയ്യിൽ എക്സംപ്റ്റഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ സംപ്യൂട്ടറി അലവൻസ് എന്ന് പറയും. എന്താ സംപ്യൂട്ടറി അലവൻസ്? നമുക്കതൊന്ന് വായിക്കാം ആദ്യം. സംപ്യൂട്ടറി അലവൻസ് given to the high court judges and supreme court judges is not chargeable to tax. അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അലവൻസ് ഇൻ കണക്ഷൻ വിത്ത് എന്റർടൈനിങ് വിസിറ്റേഴ്സ് എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അല്ല, അങ്ങനെയല്ല. സംപ്യൂട്ടറി അലവൻസ് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഹൈക്കോർട്ട് ജഡ്ജ് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജ് എന്ന് പറഞ്ഞ ഒരു ഹോണററി ആയിട്ടുള്ള ഒരു ജോലിയല്ലേ, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ജോലിയല്ലേ. അപ്പൊ അവർക്ക് അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അവർ ഏതെങ്കിലും സാധാരണ ഒരു ആളുകൾ നടക്കുന്ന പോലെ ആയിരിക്കില്ല അവർ നടക്കുക. അവർ ആ ഒരു ഡിഗ്നിറ്റി എപ്പോഴും എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. ഈവൻ അവരൊരു ചെറിയ ചായക്കടയിൽ പോലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സാധാരണ ആളുകളുമായി നമ്മൾക്ക് ഈവൻ അവരുടെ എന്താ പറയുക റിലേഷൻസ്, പബ്ലിക് റിലേഷൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന പോലെ ബേസിക്കലി അവരൊരു ഹോണററി പോസ്റ്റിലിരിക്കുന്ന ആളായതുകൊണ്ട് അവർക്ക് അവരുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന അലവൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സംപ്യൂട്ടറി അലവൻസ്. സംപ്യൂട്ടറി അലവൻസ് സിംപ്ലി മീൻസ് അവരുടെ ആ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിനെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന അലവൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സംപ്യൂട്ടറി അലവൻസ്. An allowance given by the judiciary to keep the dignity of that honorary post. ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ സംപ്യൂട്ടറി അലവൻസ് എന്ന് പറയുക. ഇനി സംപ്യൂട്ടറി അലവൻസ് എന്താണെന്നല്ല നമുക്കിവിടെ പഠിക്കാനുള്ളത്, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. സംപ്യൂട്ടറി അലവൻസിന്റെ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ്? ഫുള്ളി എക്സംപ്റ്റഡ്. ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന് സംപ്യൂട്ടറി അലവൻസസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ആൻഡ് ഫൈനലി ഇത് നമ്മൾ പഠിച്ചതാണ്, നല്ലൊന്നുകൂടെ പറയാം. അതായത് അലവൻസസ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 7. എന്താ? നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ഹു ആർ വർക്കിംഗ് എബ്രോഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലവൻസസോ പെർക്വിസിറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, അലവൻസസ് ഓർ പെർക്വിസിറ്റ്സ് പെയ്ഡ് ഓർ allowed outside India by government to citizens of India for services rendered outside India are exempted from tax. Government of India നമ്മുടെ സിറ്റിസൻസിന് ഓർ വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ അലവൻസസോ പ്രക്വിസിറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അവരുടെ കയ്യിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. പഠിച്ചല്ലേ? ഇന്ന് തന്നെ പഠിച്ചല്ലേ? നമ്മൾ തൊട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ആ സെക്ഷൻ 9 അടിയിൽ പഠിച്ചല്ലേ പോയിന്റ്? ബസ് 1, 2, 3, 4 എക്സംഷൻസ് ഉണ്ട്. ഒന്നെന്താ? ജഡ്ജസിന്, ഹൈക്കോർട്ട് ജഡ്ജസിന് നമ്മൾ ഹൗസ് അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. 2, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവരുടെ എംപ്ലോയീസിന് എന്ത് അലവൻസ് കൊടുത്താലും എക്സംപ്റ്റഡ് ആണ്. 3, ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന് സംപ്യൂട്ടറി അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ അത് ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ആൻഡ് 4,
allowances granted by the CG, central government, to those employees who are working outside India. അതും ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. 4 അലവൻസ് ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? ശരി, ഫസ്റ്റ് കാറ്റഗറി ഇത്രയേ ഉള്ളൂ. ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസ് ഇസ് കംപ്ലീറ്റ്ലി ഓവർ. 4 അലവൻസുകൾ എക്സാം ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ ടാക്സബിൾ സാലറി ആയിട്ട് എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ് പറഞ്ഞത്? വെരി ഗുഡ്. അപ്പൊ നമുക്ക് തൊട്ടടുത്ത അലവൻസിലേക്ക് കിടക്കാം. രണ്ടാമത്തെ കാറ്റഗറി എന്താണ് ഫ്രണ്ട്സ്? പറയൂ. വാട്ട് ഇസ് കാറ്റഗറി നമ്പർ 2? പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്. എന്താ പാർട്ട്ലി ടാക്സബിൾ അലവൻസ്? ഇനി നമ്മൾ പറയാൻ പോകുന്ന കാറ്റഗറിയിലെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ആ അലവൻസിന് മുഴുവൻ എക്സംപ്ഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ എപ്പോഴും കിട്ടില്ല. കിട്ടാം. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് കിട്ടാം? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഫുൾ അലവൻസിന് എക്സംപ്ഷൻ കിട്ടില്ല, അതിന്റെ ഒരു ഭാഗത്തിന് എന്ത് കിട്ടും? എക്സംപ്ഷൻ കിട്ടും. ദാറ്റ് ഇസ് സെഡ് ടു ബി പാർട്ട്ലി ടാക്സബിൾ, ഓർ റാദർ വി കൻ സേ പാർട്ട്ലി എക്സംപ്റ്റഡ്. ഫുള്ള് കിട്ടൂല, ഒരു പോർഷന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഏതൊക്കെയാ ലിസ്റ്റിൽ വരുന്നത് നമുക്ക് നോക്കാം. അലവൻസസ് വിച്ച് ആർ പാർട്ട്ലി ടാക്സബിൾ. എന്താ അതിലെ ഫസ്റ്റ് ഐറ്റം? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് ഇത് മാത്രം പഠിച്ചാൽ പോരാട്ടോ. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ബാക്കിയൊന്നും ചോദിക്കില്ല എന്നല്ല, ഈ ഉള്ളതിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് എന്ത്? ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ് എക്സംപ്ഷൻ ഉള്ള സെക്ഷൻ ഏതാ ഫ്രണ്ട്സ്? 10(13)(a). സെക്ഷൻ ഏതാ? 10 സബ്സെക്ഷൻ 13(a)യിലാണ് എക്സംപ്ഷൻ പറയുന്നത്. ഇനി എന്താ അത്? ഹൗസ് റെന്റ് അലവൻസ് ഗ്രാൻഡഡ് ടു ദി എംപ്ലോയി ഈസ് എക്സംപ്റ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന 3 ലിമിറ്റുകളുണ്ട്. ഈ 3 ലിമിറ്റുകളിലെ ലോവർ ഏതാണോ ആ ലോവർ എമൗണ്ടിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. താഴെ പറയുന്ന 3 ലിമിറ്റുകളിൽ ലോവർ ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. നമ്മൾ എന്തിന്റെ കാര്യം പറയുന്നത്? ഹൗസ് റെന്റ് അലവൻസ്. ടെൽ മീ വാട്ട് ഇസ് ഹൗസ് റെന്റ് അലവൻസ്? ഞാനൊരു വാടക വീട്ടിലാണ്. ഇപ്പൊ എൻ്റെ ജോലി ഹൈദരാബാദിലാണെന്ന് വിചാരിക്കുക. ഐ എം ഫ്രം കൊച്ചി ആൻഡ് മൈ പ്ലേസ് ഓഫ് വർക്ക് ഇസ് ഹൈദരാബാദ്. ഞാനിപ്പോൾ ഹൈദരാബാദ് പോയി താമസിക്കുന്നത് എൻ്റെ ജോലി ചെയ്യാനല്ലേ? അല്ലേ? അപ്പൊ ഞാൻ അവിടെ വാടകയ്ക്ക് വീടെടുക്കേണ്ടി വരില്ലേ? ആ വാടക മീറ്റ് ചെയ്യാനായിട്ട് നല്ലവനായ എൻ്റെ എംപ്ലോയർ എനിക്ക് എല്ലാ മാസവും എന്ത് തരുന്നു? ഒരു അലവൻസ് തരുന്നു. ആ അലവൻസ് എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു പേയ്മെന്റ് അല്ലേ? അപ്പൊ അത് സാലറിയുടെ ഒരു ടാക്സബിൾ കോമ്പണന്റ് ആയിട്ട് ടാക്സ് ചെയ്യണ്ടേ? വേണം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? 10(13)(a) പറഞ്ഞിട്ടുള്ള പോലെ എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര എക്സംപ്ഷൻ നോക്കിയേ? ആക്ച്വൽ HRA റിസീവ്ഡ്. എന്താ HRA ആക്ച്വൽ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗസ് റെന്റ് അലവൻസ് ആക്ച്വലി കിട്ടിയത് എത്രയാണോ അത്. ദാറ്റ് ഇസ് ലിമിറ്റ് നമ്പർ 1. വാട്ട് ഇസ് ലിമിറ്റ് നമ്പർ 2? റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫോർ ദ റെലവന്റ് പീരിയഡ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, അവിടെ കൊടുത്ത റെന്റ് പെയ്ഡ് മൈനസ് നിങ്ങളുടെ ആനുവൽ സാലറിയുടെ 10%, അല്ലെങ്കിൽ നിങ്ങൾ എത്ര മാസമാണോ വീട്ടിൽ നിന്ന് ആ പീരീഡിന്റെ സാലറിയുടെ 10%. വായിച്ചു ഒന്നുകൂടെ. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ഫോർ ദ റെലവന്റ് പീരിയഡ്. എന്ത് ഈ സാലറി? ഹിയർ സാലറി ഡസ് ഹാവ് എ ഡെഫിനിഷൻ. ഇവിടെ സാലറി എന്ന് പറഞ്ഞ വാക്കിന് അവർ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താ? ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് 10(13)(a) വാട്ട് ഇസ് സാലറി? സാലറി ഫോർ ദിസ് പർപ്പസ് മീൻസ് വാട്ട്? ബേസിക് സാലറി പ്ലസ് Dearness Allowance if provided in the terms of employment. In the Dearness Allowance, what do you mean by Dearness Allowance? Dearness Allowance എന്താണെന്ന് ചോദിച്ചാൽ that allowance which is granted by the employer to meet the cost of living of the employee. Simple example. കൊച്ചിയിൽ താമസിക്കുന്നതും എവിടെയാണ്? മുംബൈയിൽ താമസിക്കുന്നതും മഹാരാഷ്ട്രയിൽ മുംബൈയിൽ താമസിക്കുന്നതും ഒരേ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണോ? അല്ല. മുംബൈ ഇസ് മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ കൊച്ചി അല്ലേ? അപ്പൊ കൊച്ചിയിലും മുംബൈയിലും എനിക്ക് ഒരേ സാലറി കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ മുംബൈയിലേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഡിയർനെസ് അലവൻസ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലായതുകൊണ്ട് അതിനെ മീറ്റ് ചെയ്യാൻ എൻ്റെ എംപ്ലോയർ എനിക്ക് എന്ത് തരും? DA തരും. 2 രീതിയിലാണ് DA കിട്ടുക. ഒന്ന്, പെർമനന്റ് നേച്ചറിലുള്ള DA, അതായത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ തന്നെ അവർ DA നിങ്ങൾക്ക് തരുമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് സാധാരണ എംപ്ലോയർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനും ആ DA എന്ത് ചെയ്യും? ഉപയോഗിക്കും. ഇനി രണ്ടാമത് ഒരു DA കൂടെ ഉണ്ട്, ടെമ്പററി നേച്ചറിലുള്ള DA. അതെന്താ? നിങ്ങളൊരു 6 മാസത്തേക്ക് മുംബൈയിലേക്ക് വിടുക, 6 മാസം എന്ത് തരും? DA തരും. തിരിച്ചു വരുമ്പോൾ DAയും ഇല്ല, ഒന്നുമില്ല. Are you with me? അങ്ങനെയുള്ള DA ഒരിക്കലും എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ഭാഗം ആകില്ല. അത് നിങ്ങൾ ആ ഒരു പീരീഡിലേക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന DA ആയിരിക്കും. അപ്പൊ ഏത് DA ആണെങ്കിൽ എടുത്താൽ മതി? ഇഫ് പ്രൊവൈഡഡ് ഇൻ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിനകത്ത് കൊടുക്കുമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ DA നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ സാലറിയുടെ ഡെഫിനേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ
പാടുള്ളൂ. ആൻഡ് ഫൈനലി കമ്മീഷൻ ഇഫ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ഓഫ് ദ എംപ്ലോയർ. അപ്പോൾ ഈ ലിമിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി സാലറി എന്ന് പറഞ്ഞാൽ എന്താ ഫ്രണ്ട്സ്? റിപ്പീറ്റ് ചെയ്തേ, ബേസിക് സാലറി. റിപ്പീറ്റ് ചെയ്യേ, ബേസിക് സാലറി പ്ലസ് DA ഈ ഫോംസ് പാർട്ട് ഓഫ് ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് കമ്മീഷൻ if it is expressed as a fixed percentage of the turnover of the employer. ഈ സാലറി ഡെഫിനേഷൻ നമുക്കൊരു പേരിടാം. ഇത് ഞാൻ ചുമ്മാ ഇടുന്നൊരു പേരാണ്. ഇതിനെ ഞാൻ സ്റ്റാൻഡേർഡ് സാലറി എന്നാണ് വിളിക്കാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് സാലറി. ഇങ്ങനൊരു പേര് ശരിക്കും ഇതിനില്ല. പലയിടത്തും ഈ ഡെഫിനേഷൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? പലയിടത്തും സാലറിയുടെ ഡെഫിനേഷൻ ഇതാണ്. അതുകൊണ്ട് അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഡെഫിനേഷൻ ഒരു പേരിടുകയാണ്. എന്താണ് പേര്? സ്റ്റാൻഡേർഡ് സാലറി എന്നാണ് ഇനി മുതൽ ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് സാലറി ഞാൻ എപ്പോൾ പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താ? ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് ദ പേ പ്ലസ് കമ്മീഷൻ ഇഫ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് യുവർ ടോട്ടൽ ടേൺ ഓവർ. ആർ യു വിത്ത് മീ? ശരി. അപ്പൊ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി ഇസ് ലിമിറ്റ് നമ്പർ 2. ആൻഡ് വാട്ട് ഇസ് ലിമിറ്റ് നമ്പർ 3? 50% of salary, standard salary for the relevant period if the house is situated in the metro city, that is Delhi, Kolkata, Mumbai, Chennai. Metro city allengilo 40% of standard salary. ഇപ്പോൾ വീട് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് മെട്രോ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ എത്ര മെട്രോ സിറ്റി ഉണ്ട് കറന്റ്ലി? മെട്രോ ഓടുന്ന സിറ്റി അല്ലാട്ടോ മെട്രോ സിറ്റി. പോപ്പുലേഷൻ 40 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള സിറ്റിയാണ് മെട്രോ സിറ്റി. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ല, കൊച്ചിയിൽ മെട്രോ ഉണ്ടല്ലോ, അപ്പൊ അത് മെട്രോ ചിട്ടി അല്ലേ എന്നും പറഞ്ഞിട്ട് വരരുത്. അതല്ല ക്രൈറ്റീരിയ. അപ്പോ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. അവസാനം നടന്ന 2011 സെൻസസ് അനുസരിച്ച് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആണ് 4 മെട്രോ സിറ്റീസ്. അപ്പൊ ഈ മെട്രോ സിറ്റീസിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50% ഓഫ് സ്റ്റാൻഡേർഡ് സാലറിയാണ് ലിമിറ്റ് നമ്പർ 3 ആയിട്ട് എടുക്കേണ്ടത്. മെട്രോ സിറ്റിയിലല്ല, നോൺ മെട്രോ സിറ്റിയിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറിയുടെ 40% ആണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? ലിമിറ്റ് നമ്പർ 3 ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ മൊത്തം എക്സാമിന് HRA ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം HRA എടുത്തെഴുതുക. എന്നിട്ട് ഈ 3 ലിമിറ്റിൽ ഏതാണോ ലോവർ അത് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യുക? എക്സംഷൻ ക്ലെയിം ചെയ്യുക. ബാക്കി എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ആർ യു വിത്ത് മീ? 3 ലിമിറ്റുകൾ ഏതൊക്കെയാ? ആക്ച്വൽ HRA റിസീവ് ഓർ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. 3 50% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി ഇഫ് ദ ഹൗസ് ഇസ് ഇൻ മെട്രോ, 40% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി ഇഫ് ദ ഹൗസ് ഇസ് ഇൻ സം അതർ സിറ്റി. ഇതല്ലേ ലിമിറ്റ് അല്ലേ? 3 എണ്ണത്തിൽ ഏതാണോ ലോവർ അത് നിങ്ങൾ ആക്ച്വൽ HRA ഒന്ന് കുറയ്ക്കുക. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടാക്സബിൾ ആവും, ബാക്കിയൊന്നും ഇല്ലെങ്കിൽ ഹാപ്പി. ദിസ് ഇസ് വാട്ട് ദ ഗവൺമെന്റ് സേസ്. നോട്ട് 1 നമുക്കിതൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യനും ചെയ്യാം. അതിന് മുമ്പ് നോട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു നിർത്തേക്കാം. എന്താ നോട്ട് 1? ദ എക്സംഷൻ ഇസ് നോട്ട് അവൈലബിൾ ടു ആൻ അസസി ഹു ലിവ്സ് ഇൻ ഹിസ് ഓൺ ഹൗസ്. സ്വന്തം വീട്ടിൽ താമസിക്കുന്നവന് 1013A എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. അതെന്തുകൊണ്ടാ? ലിമിറ്റ് 2 എന്തായി പോവും? നെഗറ്റീവായി പോവും. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ടെക്നിക്കലി സ്വന്തം വീട്ടിൽ താമസിക്കുന്നവന്റെ റെന്റ് പെയ്ഡ് 0 അല്ലേ? അപ്പൊ 0 മൈനസ് 10% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവില്ലേ? അത് 0 ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. ഇപ്പൊ അങ്ങനെ വേണ്ട. സ്വന്തം വീട്ടിൽ താമസിക്കുന്നവന് ഒരിക്കലും എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. HRA കിട്ടിയാൽ അത് ഫുള്ളി എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. Then or in a house for which he is not incurred the expenditure of rent. സ്വന്തം വീട്ടിൽ വേണമെന്നില്ല, നിങ്ങൾ അമ്മായിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അമ്മായി നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കുന്നില്ല? വാടക മേടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. ആർ യു വിത്ത് മീ? ഈ സ്വന്തം വീട്ടിൽ താമസിക്കുന്നവൻ HRA കിട്ടുമോ? അതൊക്കെ നിങ്ങളുടെ എംപ്ലോയറിന്റെ മഹാമനസ്കത പോലെ ഇരിക്കും. കിട്ടാം, കിട്ടാതിരിക്കാം. ഡിപ്പാർട്ട്മെന്റിന് അത്ര മഹാമനസ്കത ഒന്നുമില്ല. HRA സ്വന്തം വീട്ടിൽ താമസിക്കുന്നവന് കിട്ടിയാൽ അത് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. Then നോട്ട് 3 എന്താ? The relevant period means the period during which the said accommodation was occupied by the assessee during the previous year. പീരീഡ് എന്ന് വെച്ചാൽ എത്ര നാൾ നിങ്ങൾ ആ വാടക വീട്ടിൽ നിന്നോ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ. അപ്പോൾ സെക്ഷൻ 1013A എക്സംഷൻ വളരെ ക്ലിയർ ആണ്, സിമ്പിൾ ആണ്. എന്താ എക്സംഷൻ? 3 ലിമിറ്റാ. ഒന്നിലെ ആക്ച്വൽ HRA റിസീവ്, അല്ലെങ്കിൽ rent paid minus 10% of standard salary, അല്ലെങ്കിൽ 50% of standard salary if your house is situated in metro, or 40% of standard salary if the house is in non-metro. Now what is standard salary? Basic salary plus DA forms part of the official employment contract or forms part of retirement benefit എന്നും പറയാം. DA forms part of retirement benefit. Retirement benefitന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ടിന്റെ ഭാഗമാകണം, അങ്ങനെയും പറയാം. പ്ലസ് കമ്മീഷൻ. കമ്മീഷൻ എപ്പോൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ?
അത് നിങ്ങളുടെ എംപ്ലോയറിന്റെ ടേൺ ഓവറിന്റെ ഒരു പെർസെന്റേജ് ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ മാത്രമേ കമ്മീഷൻ നിങ്ങൾ സ്റ്റാൻഡേർഡ് സാലറിക്കകത്തേക്ക് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പാടില്ല. പറഞ്ഞത് ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഒരു പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഷീറ്റ് എടുത്ത് എടുക്കുക. സാലറി പേജ് നമ്പർ 5. ക്വസ്റ്റ്യൻ ഷീറ്റ് എടുത്തിട്ട് പേജ് നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുക, വായിക്കുക, ആൻസർ തരിക. പേജ് 5 ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ ഫ്രണ്ട്സ് ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചിട്ട് നമുക്കതിന്റെ ആൻസർ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? മിസ്റ്റർ രാജ്കുമാർ ഹാസ് ഫോളോയിങ് റെസിപ്റ്റ്സ് ഫ്രം ഹിസ് എംപ്ലോയർ. ബേസിക് പേ, DA, കമ്മീഷൻ, മോട്ടോർ കാർ കൊടുത്തിട്ടുണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. ഫൈൻഡ് ഔട്ട് amount of HRA eligible for exemption to Mr. Rajkumar, assuming that he paid rent of 1,000 per month for his accommodation at Kanpur. അപ്പോൾ വീട് എവിടെ കിട്ടിയിരിക്കുന്നത്? കാൺപൂരാണ്. കാൺപൂർ മെട്രോ ആണോ നോൺ മെട്രോ ആണോ? നോൺ മെട്രോ. DA forms part of salary for retirement benefit എന്ന് പറഞ്ഞത് ഒഫീഷ്യൽ DA ആണെന്നല്ലേ ഇതിന്റെ അർത്ഥം? അല്ലേ? യെസ്. മിസ്റ്റർ രാജ്കുമാർ exercises the option of shifting out of default tax regime provided under 115 BAC. BAC അല്ല, ഓൾഡ് ആണ് അവൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾഡേ പഠിച്ചിട്ടുള്ളൂ, BAC പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ എഫക്ട് എന്താണെന്ന് പിന്നീട് പറയാം. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിലേ എക്സംഷൻ എങ്ങനെ ക്ലെയിം ചെയ്യാൻ നമുക്ക് നോക്കാം. എങ്ങനെ നമ്മൾ ലിമിറ്റ് പഠിച്ചേക്കുന്നേ? ലിമിറ്റ് എത്ര? 3 ലിമിറ്റ് അല്ലേ നമ്മൾ പറഞ്ഞേ? ഏതൊക്കെയാ അത്? ഒന്നിലെ ആക്ച്വൽ HR. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോഴേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാം എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. എത്ര അവൻ HRA ആയിട്ട് കിട്ടിയത്? 900 പെർ മന്ത് അല്ലേ? അപ്പൊ 900 into 12 എത്ര വരും മൊത്തം? 900 into 12 that will be 10,800. ഇനി under section 1013A, lower of following shall be exempted. ഏതൊക്കെയാ ലോവർ? ഒന്ന് ആക്ച്വൽ HRA, അതത്ര 10,800. 2 rent paid minus 10% of standard salary എന്നല്ലേ നമ്മൾ രണ്ടാമത്തെ ലിമിറ്റ്. rent paid എത്രയാ? 1,000 per month അല്ലേ? into 12 months അല്ലേ rent paid. ഇനി സ്റ്റാൻഡേർഡ് സാലറി കമ്പ്യൂട്ട് ചെയ്യണ്ടേ? അത് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഒരു സൈഡിലോട്ട് വർക്കിംഗ് നോട്ട് എഴുതാം. എന്താ സ്റ്റാൻഡേർഡ് സാലറി? എക്സാമിന് എഴുതുമ്പോഴേ ചുമ്മാ സാലറി എന്ന് എഴുതിയാൽ മതി. ഡോണ്ട് റൈറ്റ് സ്റ്റാൻഡേർഡ് സാലറി, അങ്ങനെ ഒരു പേരില്ല. അത് നമ്മൾ പഠിപ്പിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനിട്ട പേരാണ്. എക്സാമിന് കയറിയിട്ട് സ്റ്റാൻഡേർഡ് സാലറിയുടെ 10% എന്ന് എഴുതരുത്, സാലറിയുടെ 10% എന്ന് എഴുതിയാൽ മതി. പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് സാലറി എന്ന് ഓർത്ത് വെക്കുക. ഇനി എത്ര ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സാലറി? ബേസിക് പേ എടുക്കണം 3,000 per month. Then DA, if it forms part of retirement benefit, 600 per month. How about commission? Commission only if it is given as a fixed percentage of turnover എന്നല്ലേ പഠിച്ചേ? ക്വസ്റ്റ്യനിൽ 6,000 per annum എന്നല്ലേ കമ്മീഷൻ? അപ്പൊ അത് ഫിക്സഡ് കമ്മീഷൻ അല്ലേ? അല്ലേ? എടുക്കണോ? വേണ്ട. പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ആയിട്ടാണ് കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റാൻഡേർഡ് സാലറിക്കകത്ത് എടുക്കാൻ പാടുള്ളൂ. വെറുതെ ഫിക്സഡ് കമ്മീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സാലറിയുടെ ഭാഗമായി എടുക്കാൻ പാടില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കോ, എത്ര വരും? 3,600 per month into 12 മാസം. Can you tell me how much is the total standard salary? 43,200. അപ്പോൾ 10% of standard salary എന്ന് പറഞ്ഞാൽ 10% of 43,200 വരും. അത് എത്ര വരുന്നത് എമൗണ്ട്? 1,000 into 12 months minus 10% of 43,200. 10% of 43,200 4320 ആണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് മൊത്തം മാത്ത് എത്ര വരുന്നതെന്നാണ് ചോദിച്ചത്. എത്ര വരുന്നത്? 7680 ആണോ? മൂന്നാമത്തെ ലിമിറ്റ് എന്താ? 40% of 43,200. എന്താ 40%? വീട് കാൺപൂരല്ലേ? അപ്പൊ 40% of സ്റ്റാൻഡേർഡ് സാലറി അല്ലേ എടുക്കണ്ടേ? എത്ര വരും അത്? 17,280. അപ്പൊ ഏതാ ലോവർ? 7680 അല്ലേ ലോവർ? അപ്പൊ 7680 shall be exemption. And how much will be the taxable HRA? Taxable HRA എത്ര വരും? 10,800 minus 7680 എത്ര വരും? 3120 shall be the taxable HRA. അവർ എക്സംഷൻ എത്രയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്? അത് എഴുതിയാൽ മതി. ഞാൻ പിന്നെ ടാക്സബിൾ HRA കൂടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ.
എക്സാമിന് ഇത്രയും ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഒരു ലെങ്തി ക്വസ്റ്റ്യനിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. മനസ്സിലായോ? മൊത്തം ടോട്ടൽ സാലറി ആയിരിക്കും കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇവൻ. ആർ യു വിത്ത് മീ? ക്ലിയർ അല്ലേ പറഞ്ഞത്? വെരി ഗുഡ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു നിർത്തിയത് അലവൻസുകളെ പറ്റിയാണ്. അതും പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദാറ്റ് ഇസ് സെഡ് ടു ബി വാട്ട്? ഹൗസ് റെന്റ് allowance where you can claim an exemption under section 10(13)(a). അപ്പൊ ഇനി ഈ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസസിന്റെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് എന്താണെന്ന്. എൻ്റെ ഒപ്പം ഒന്ന് വായിച്ചേ. എന്താ ഈ പോയിന്റ്? സ്പെഷ്യൽ അലവൻസസ് ടു മീറ്റ് എക്സ്പെൻസസ് റിലേറ്റിംഗ് ടു ഡ്യൂട്ടീസ് or personal expenses is exempted to the amount which is actually utilized for the purpose for which it was given to him, which is under section 10 subsection 14 clause number 1. അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 1. അതുപോലെ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 2 ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഉണ്ട്. 2 ക്ലോസുകളാണ്, ക്ലോസ് 1ഉം 2. എന്താണ് ഈ 10 സബ്സെക്ഷൻ 14 ഫസ്റ്റ് ക്ലോസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിനി പറയാൻ പോകുന്ന ചില അലവൻസുകളുണ്ട്. ഇതൊക്കെ ഏത് കാറ്റഗറിയാ? പാർട്ട്ലി എക്സംപ്റ്റഡ് കാറ്റഗറി അല്ലേ? അപ്പൊ നമ്മളിനി പറയാൻ പോകുന്ന ചില അലവൻസുകളുണ്ട്. ഈ അലവൻസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. എത്ര ലിമിറ്റ്? ആ അലവൻസുകൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ആ കിട്ടിയതിൽ എന്തോരം നിങ്ങൾ ആ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചോ അത്രയും നിങ്ങൾക്ക് എന്താണ് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞ റിസർച്ച് അലവൻസ്, നിങ്ങളുടെ ഉപരി പഠനത്തിന് വേണ്ടി എംപ്ലോയർ നിങ്ങൾക്ക് ഒരു അലവൻസ് തരികയാണെങ്കിൽ എന്തോരം അലവൻസ് കിട്ടിയോ അതിൽ എത്ര റിസർച്ചിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തോ അത്രയും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അൺഎക്സ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടെങ്കിൽ അത് എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. ഇത് ഏത് കാറ്റഗറിയാ? പാർട്ട്ലി എക്സംപ്റ്റഡ് കാറ്റഗറി, ഓർ റാദർ വി ക്യാൻ സേ പാർട്ട്ലി ടാക്സബിൾ കാറ്റഗറിയാണ് അല്ലേ? ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. ഫുള്ള് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ ഫുൾ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കാറ്റഗറി ഏതാ? സ്പെഷ്യൽ അലവൻസസ് which are given by the employer to the employee for meeting certain official or personal expenses that is exempted up to the expenditure. എത്രയാണോ നിങ്ങൾ ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി എക്സ്പെൻഡ് ചെയ്തത് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. നോക്കാം എന്താണ് ഇതിന്റെ അടിയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഐറ്റം ഏതാ? വായിച്ചേ. എനി അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ടൂർ ഓർ ഓൺ ട്രാൻസ്ഫർ വി കോൾ ഇറ്റ് as ട്രാവലിംഗ് അലവൻസ്. ഫസ്റ്റ് അലവൻസ് എന്ന് പറയുന്നത് എന്ത് അലവൻസ് ആണ്? ട്രാവലിംഗ് അലവൻസ് ആണ്. എന്താ അത്? അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് ട്രാവൽ ഓൺ ട്രാൻസ്ഫർ includes any sum paid in connection with transfer, packing, transportation of personal effects on such transfer. നിങ്ങളെ കൊച്ചിയിൽ നിന്ന് നിങ്ങളെ ഹൈദരാബാദിലോട്ട് നിങ്ങളുടെ എംപ്ലോയർ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. എവിടുന്ന് എങ്ങോട്ടേക്കാ? കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ കൊച്ചിയിൽ നിന്ന് സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് നിങ്ങളുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസും എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ടേക്ക് പോകണം? ഹൈദരാബാദിലേക്ക് പോകണ്ടേ? വേണ്ടേ? ലോറിയിലോ ട്രെയിനിലോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഗുഡ്സ് എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. ചെലവില്ലേ? ഈ ചെലവ് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എംപ്ലോയർ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാവൽ അലവൻസ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ട്രാവൽ അലവൻസ് നിങ്ങൾ ആ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്തോ അത്രയും നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ 5,000 rupees ആണ് നിങ്ങൾക്ക് ഇതുപോലെ ട്രാവൽ അലവൻസ് കിട്ടിയത്. അതിലൊരു 3,000 rupees നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കി 2,000 rupees എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. നിങ്ങൾ ഇതുപോലെ സേവ് ചെയ്താൽ ആ സേവ് ചെയ്യുന്ന പോർഷൻ ടാക്സബിൾ ആയി മാറും. നിങ്ങൾ മൊത്തം എമൗണ്ടും ആ കറസ്പോണ്ടിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഫുൾ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഓർ റാദർ വി ക്യാൻ സേ എത്ര എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അത്രയും പോർഷൻ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ദിസ് ഇസ് വാട്ട് ദി ഡിപ്പാർട്ട്മെന്റ് സേ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ആണോ? സോ പോയിന്റ് വളരെ സിമ്പിൾ ആണ്. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള അലവൻസുകളിൽ എന്തോരം നിങ്ങൾ ആ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അത്രയും എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ ട്രാവൽ അലവൻസ് ആണ് അതിലെ ഫസ്റ്റ് ഐറ്റം. രണ്ടാമത്തെ ഐറ്റം എന്താന്ന് നോക്കിയേ. എനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ or for the period of journey in connection with transfer to meet ordinary daily charges incurred by an employee on account of absence from his normal place of duty. നമ്മൾ ഡെയിലി അലവൻസ് അല്ലെങ്കിൽ പെർ ഡയം അലവൻസ് എന്ന് പറയും. ഇപ്പോൾ കുറച്ചുകൂടെ പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സെക്ടറിലൊക്കെ ഉള്ള എംപ്ലോയീസിനാണ് കൂടുതലും ഈ ഡെയിലി അലവൻസ് അല്ലെങ്കിൽ പെർ ഡയം അലവൻസ് കിട്ടാൻ ചാൻസ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാനൊരു പ്രൈവറ്റ് ബസ്സാണ്, കണ്ണൂർ ടു ട്രിവാൻഡ്രമാണ് എൻ്റെ
ബസ് എന്ന് വിചാരിക്കുക. ഞാൻ കണ്ണൂരിൽ നിന്ന് അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്കാണ് എന്ത് പോകുന്നത്, ജേർണിയിൽ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് ഒരു ദിവസം നമുക്ക് പോയി തിരിച്ചു വരാൻ പറ്റുമോ? ഇമ്പോസിബിളാണ്. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നേരെ ട്രിവാൻഡ്രത്ത് രാത്രിയിലെത്തി. ട്രിവാൻഡ്രത്ത് ഞാൻ നമ്മുടെ സ്റ്റേ ഹോൾഡ് ചെയ്യും. എനിക്ക് എൻ്റെ ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം എന്ത് വേണം, എമൗണ്ട് വേണം. എന്നിട്ട് തിരിച്ച് ഞാൻ പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് എങ്ങോട്ടേക്ക് വരും, തിരിച്ച് കാസർഗോഡേക്ക് വരും. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. Are you with me? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പല സ്ഥലങ്ങളിൽ താമസിക്കുകയും ചെയ്യണം, ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യേണ്ടത്. എനിക്കപ്പോൾ ചെലവ് വരില്ലേ? ഇത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എംപ്ലോയർ നമുക്ക് എന്ത് തരുന്നു, ഒരു ഡെയിലി അലവൻസ് തരുന്നുണ്ടെങ്കിൽ ആ ഡെയിലി അലവൻസ് നിങ്ങൾ ആ കറസ്പോണ്ടിങ് പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ടാക്സബിൾ അലവൻസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണ്ട. അൺഎക്സ്പെൻഡഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായി മാറും, ടാക്സബിൾ ആയി മാറും. Are you with me? പോയിന്റ് സിമ്പിൾ ആണ്. ഡെയിലി അലവൻസ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, പെർ ഡയം അലവൻസ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ വിളിക്കുക. സോ നമുക്കത് ഒന്നുകൂടെ വായിക്കാം. എനി അലവൻസ് വെദർ ഗ്രാൻഡഡ് ഓൺ ടൂർ or for the period of journey in connection with transfer to meet ordinary daily charges incurred by an employee on account of absence from his normal place of duty. നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടിയിലല്ല നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓൺ അക്കൗണ്ട് ഓഫ് യുവർ ജോബ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരുന്ന ചെലവുകളെ ബീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എംപ്ലോയർ തരുന്ന അലവൻസ് ആണ് എന്ത്, ഡെയിലി അലവൻസ് അല്ലെങ്കിൽ പെർ ഡയം അലവൻസ്. ആ അലവൻസ് നിങ്ങൾ ആ കറസ്പോണ്ടിങ് പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. അടുത്ത എന്താ ഐറ്റം, മൂന്നാമത്തെ ഐറ്റം വായിച്ചേ. എനി അലവൻസ് ഗ്രാൻഡഡ് ടു മീറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇൻകർഡ് ഓൺ കൺവേയൻസ് ഇൻ പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി ഓഫ് എൻ ഓഫീസ് ഓർ എംപ്ലോയ്മെന്റ് ഓഫ് പ്രോഫിറ്റ്. കൺവേയൻസ് അലവൻസ് നമ്മൾ ഇതിനെ പേര് വിളിക്കും. എന്താണ് അലവൻസിന്റെ പേര്, കൺവേയൻസ് അലവൻസ്. എന്താ പരിപാടി, അതായത് നിങ്ങളൊരു കമ്പനിയിലെ സൂപ്പർവൈസർ ആണെന്ന് വിചാരിക്കും. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്താണ്, സൂപ്പർവൈസർ ആണ്. അപ്പൊ നിങ്ങൾ പല സൈറ്റിൽ പോയിട്ട് പണി എങ്ങനെയായി, കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, എല്ലാം പ്രോപ്പർ ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടി വരില്ലേ, അല്ലേ? അപ്പൊ ഇത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരു കൺവെൻസ് വേണ്ട, ഒരു മീഡിയം വേണ്ടേ പോകാൻ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിയിലായിരിക്കും പോവുക, അല്ലെങ്കിൽ ക്യാബിലായിരിക്കും പോവുക, അല്ലെങ്കിൽ കമ്പനി വണ്ടിയിലായിരിക്കും പോവുക, അല്ലേ? സ്വന്തം വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ പെട്രോൾ ഇല്ലേ, നമ്മൾ പെട്രോൾ ബാറ്റ എന്നൊക്കെ പറയുന്നതാണ് എന്ത്, കൺവെൻസ് അലവൻസ്. ഇനിയിപ്പോൾ കമ്പനി നിങ്ങൾക്ക് ഊബർ വിളിച്ചു തരികയാണ്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഊബർ വിളിക്കുന്നതിന്റെ എമൗണ്ട് കമ്പനി റീംബേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, നമുക്ക് കൺവെയൻസ് അലവൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ കൺവെയൻസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ, ഒഫീഷ്യൽ ആയിട്ടുള്ള ട്രാവലിന് വേണ്ടി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് അലവൻസുകൾ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അലവൻസുകൾ നിങ്ങൾ ആ കറസ്പോണ്ടിങ് പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ അലവൻസിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര എക്സംഷൻ, എത്രയാണോ സ്പെൻഡ് ചെയ്തത്, ആ അലവൻസ് കിട്ടിയതിൽ എത്രയാണോ സ്പെൻഡ് ചെയ്തത് അത്രയും നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഫുള്ള് സ്പെൻഡ് ചെയ്ത ഫുൾ എക്സംഷൻ, പകുതി സ്പെൻഡ് ചെയ്ത പകുതി എക്സംഷൻ. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നാലാമത്തെ എന്താ, any allowance granted to meet the expenditure incurred on helper where such helper is engaged in the performance of duties of an office or employment of profit. നമ്മൾ ഹെൽപ്പർ അലവൻസ് എന്ന് പറയും. ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അസിസ്റ്റന്റ് ആണ് കേട്ടോ. ഒഫീഷ്യൽ അസിസ്റ്റന്റ്, നമ്മുടെ ഡൊമസ്റ്റിക് സെർവന്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഒഫീഷ്യൽ അസിസ്റ്റന്റ്. എന്താ ഒഫീഷ്യൽ അസിസ്റ്റന്റ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ പുതിയൊരു പ്രൊജക്ട് കിട്ടി. ആ പുതിയൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് വിചാരിക്കുക. നിങ്ങളായിട്ടൊരു ഒഫീഷ്യൽ അസിസ്റ്റന്റിന് എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. നിങ്ങളുടെ കമ്പനി വെച്ച് തന്നതല്ല, നിങ്ങളായിട്ടൊരു ഒഫീഷ്യൽ അസിസ്റ്റന്റിന് എന്ത് ചെയ്തു, അപ്പോയിന്റ് ചെയ്തു. അവന് കൊടുക്കാനുള്ള സാലറി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് തരികയാണ്. അവന് കൊടുക്കാനുള്ള സാലറി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായിട്ട് തരികയാണ്, അലവൻസ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നത്തിങ്, കിട്ടിയ അലവൻസ് മുഴുവൻ അവന് സാലറി ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നത്തിങ് ടാക്സബിൾ. കിട്ടിയ അലവൻസ് കുറച്ചേ അവന് സാലറി ആയിട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ കൊണ്ട് പോക്കറ്റിൽ ഇട്ടാൽ അത് നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും, ടാക്സബിൾ ആയി മാറും. ദിസ് ഇസ് വാട്ട് ദേ ആർ സെയിങ്. സോ ഹെൽപ്പർ അലവൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇത് പേഴ്സണൽ അസിസ്റ്റന്റ് അല്ല, ഒഫീഷ്യൽ ആയിട്ടുള്ള ഹെൽപ്പറെയാണ് അവന്മാരവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് സെർവന്റ്, വീട്ടു ജോലിക്കാരനെയോ ജോലിക്കാരിയോ ഒക്കെയാണ് വെച്ച് തരുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ, ഉണ്ടോ? നാലെണ്ണം നമ്മൾ പറഞ്ഞു. അഞ്ചാമത്തെ ഐറ്റം എന്താ വായിച്ചേ, എനി അലവൻസ് ഗ്രാൻഡഡ് ഫോർ എൻകറേജിംഗ് ദ അക്കാഡമിക് റിസർച്ച് ആൻഡ് ട്രെയിനിങ് പെർസ്യൂട്ട്സ് ഇൻ എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ റിസർച്ച് അലവൻസ് എന്ന് പറയും. നിങ്ങളുടെ ഉപരിപഠനത്തിന് വേണ്ടി എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് തരുന്നു, ഒരു അലവൻസ് തരുന്നു. ഇപ്പൊ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ജോലി കയറിയ ആളാണ്, നിങ്ങൾ PG എടുക്കാൻ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യാണ്. എന്നിട്ട് പുള്ളി പറയണ PG വരുന്ന ചെലവില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്തായിട്ട് തരാം, മാസം അലവൻസ് ആയിട്ട് തരാം. നിങ്ങൾക്ക് ബുക്ക് മേടിക്കാനും നിനക്ക് കോച്ചിങ് അറ്റൻഡ് ചെയ്യാനും എക്സാം ഫീസും ഒക്കെ ആയിട്ട് ഞാൻ അലവൻസുകൾ നിനക്ക് തന്നുകൊണ്ടേ ഇരിക്കാമെന്ന് പറയുകയാണ്. നമ്മൾ ആ അലവൻസിന് പറയുന്ന പേരാണ് എന്ത്, റീസെർച്ച് അലവൻസ്. മറ്റേ സയന്റിഫിക് റിസർച്ച് ചെയ്യണം എന്നല്ല കേട്ടോ. റിസർച്ച് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ
എന്താണ് ക്വാളിഫിക്കേഷൻസ് കൂടുതൽ അച്ചീവ് ചെയ്യാനായിട്ട് എംപ്ലോയർ തരുന്ന അലവൻസിനെ നമ്മൾ റിസർച്ച് അലവൻസ് എന്നാണ് പറയുക. അക്കാഡമിക് റിസർച്ച് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ട്രെയിനിങ്, അപ്പോൾ അതിനൊക്കെ തരുന്ന റിസർച്ചാണ്, അലവൻസുകളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ, പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയാണോ അൺഎക്സ്പെൻഡഡ് ആയിട്ടിരിക്കുന്നത് അത്രയും നിങ്ങളുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. വെരി സിമ്പിൾ. And what is the last item? Any allowance granted to meet the expenditure on purchase or maintenance of uniform for wear during performance of duties of an office or employment of profit. നമ്മൾ യൂണിഫോം അലവൻസ് എന്ന് പറയും. അതെന്താ സാധനം? ഈ കമ്പനി യൂണിഫോം മേടിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി കമ്പനി മാസാമാസം നിങ്ങൾക്ക് അലവൻസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിഫോം അലവൻസ്. യൂണിഫോം അലവൻസ് യൂണിഫോം മേടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. യൂണിഫോം അലവൻസ് യൂണിഫോം മേടിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്താൽ നത്തിങ് ഷാൽ ബി ടാക്സബിൾ. ഇത് ഡ്രസ് അലവൻസ് വേറെയാണ് കേട്ടോ. എന്താ ഡ്രസ് അലവൻസ്? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിക്കാം. ഇപ്പൊ ടാറ്റ പോലുള്ള കമ്പനികളൊക്കെ ഡ്രസ് അലവൻസ് കിട്ടുന്നുണ്ട്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ യൂണിഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദേ ആർ ഗിവിംഗ് യു ആൻ അലവൻസ്. ദാറ്റ് അലവൻസ് ഇഫ് എക്സ്പെൻഡഡ് ഫോർ ദാറ്റ് റെസ്പെക്റ്റീവ് പർപ്പസ് definitely you can claim exemption for the amount that you have actually expended. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര അലവൻസാ ഈ കാറ്റഗറിയിൽ വരുന്നത്? ഇത് ഏതായിരുന്നു കാറ്റഗറി? സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 1. ഈ കാറ്റഗറിയുടെ പ്രത്യേകത എന്താ? കിട്ടിയ അലവൻസുകളിൽ എത്രയാണോ ആ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തത് അത്രയും എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം അല്ലേ? കിട്ടിയ എമൗണ്ടിൽ എത്രയാണോ കറസ്പോണ്ടിങ് ആ പർപ്പസിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്തത് അത്രയും എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാമെന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഐറ്റംസ്? 1 ട്രാവലിംഗ് അലവൻസ്, 2 ഡെയിലി അല്ലെങ്കിൽ പെർ ഡേ അലവൻസ്, 3 കൺവെയൻസ് അലവൻസ്, 4 ഹെൽപ്പർ അലവൻസ്, 5 റിസർച്ച് അലവൻസ്, 6 യൂണിഫോം അലവൻസ്. ഈ അലവൻസുകളുടെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതിയെ. പർപ്പസുകൾ ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പേരുകൾ ഓർത്തിരിക്കുക, ബിക്കോസ് എക്സാമിന് ഈ പേര് വിളിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ 6 തരം അലവൻസുകളുടെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഈ 6 അലവൻസുകൾ ആ കറസ്പോണ്ടിങ് പർപ്പസുകൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ പറഞ്ഞത് എല്ലാവർക്കും? അല്ലേ? ശരി. ഇനി ഇതിൽ തന്നെ ഒരു കാറ്റഗറി കൂടെ ഉണ്ട്. എന്താ രണ്ടാമത്തെ കാറ്റഗറി ഏതായിരിക്കും? സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 2. നമുക്ക് ഫിക്സഡ് എക്സംഷൻ എന്ന് വിളിക്കാം ഇതിന്. എന്താ ഫിക്സഡ് എക്സംഷൻ? നമ്മൾ ഇനി പറയാൻ പോകുന്ന അലവൻസുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ അലവൻസുകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫിക്സഡ് ആയിരിക്കും എപ്പോഴും എക്സംഷൻ. എക്സംഷൻ കിട്ടും, സ്പെൻഡ് ചെയ്താലും കിട്ടും, ഇല്ലെങ്കിലും കിട്ടും. പക്ഷെ അത് ഫിക്സഡ് ആയിരിക്കും. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു ലിമിറ്റ് എത്രയോ ആ ലിമിറ്റ് പ്രകാരമായിരിക്കും നിങ്ങളുടെ എന്ത് കിട്ടുക? എക്സംഷൻ കിട്ടുക. ഇനി നിങ്ങൾ നോക്കിയത് എന്തോരം ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് കൗണ്ട് ചെയ്താൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 എണ്ണം ഉണ്ട് ഇതിന്റെ അടിയിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ 16ഉം പഠിക്കണോ? 16ഉം പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങളെല്ലാം പാണാപ്പാടം പഠിക്കണം എന്നല്ല. അതിൽ ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. വേറെ ചിലത് ജനറലി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞേക്കാണ്. ഡിപ്പാർട്ട്മെന്റ് ജനറലി അല്ല പറഞ്ഞേക്കുന്നത്, ഡിപ്പാർട്ട്മെന്റ് കറക്റ്റ് കൃത്യമായിട്ട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലതൊക്കെ ജനറലി പറഞ്ഞു പോയേക്കുക, ഏതാണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പൊ ഏതൊക്കെയാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് ഏതാ കാറ്റഗറി? സെക്ഷൻ വായിച്ചേ, സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 2 അല്ലേ കാറ്റഗറി? ഈ കാറ്റഗറിയുടെ പ്രത്യേകത എന്താ? എക്സംഷൻ എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. നോക്കാം എന്താണ് ഈ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ കുഞ്ഞുങ്ങളെ, എന്താ അത്? സ്പെഷ്യൽ അലവൻസസ് വായിക്കേ. ഗ്രാൻഡഡ് ടു ദ അസസി either to meet his personal expenses at place where the duties of his office or employment of profit are ordinarily performed by him, or at a place where he ordinarily resides, or compensate him for the increased cost of living subject to certain ceiling limits which is under section 10 subsection 14 clause number 2. വലിയ കഥയാ, ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് എക്സംഷൻ. അയ്യോ വിത്ത് മീ, നിങ്ങൾ എത്ര എക്സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊന്നും ഇവിടെ ഫാക്ടർ അല്ല. എക്സംഷൻ എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഫിക്സഡ് എക്സംഷൻ കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഐറ്റം നമ്പർ 1 എന്റെ ഒപ്പം ഒന്ന് വായിക്കണം. എന്താ ഫസ്റ്റ് വൺ? സ്പെഷ്യൽ കോമ്പൻസേറ്ററി അല്ലെങ്കിൽ ഹില്ലി ഏരിയ അലവൻസസ് ഓർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസസ്, uncontinental climate allowances, snow bound area allowances or avalanche allowances. നമ്മൾ മറ്റേ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ താമസിക്കുക, വളരെ ഒരുപാട് മഞ്ഞുള്ള ഏരിയകളിൽ താമസിക്കുക, അൺബെയറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഏരിയകളിൽ താമസിക്കുക ജോലിക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്
നമ്മുടെ എംപ്ലോയർ എന്ത് കൊടുക്കും? ഒരു സ്പെഷ്യൽ അലവൻസ് കൊടുക്കും. അതായത് നിങ്ങൾ വളരെ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൽ മഞ്ഞ് വീഴുന്ന സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ആ ക്ലൈമറ്റുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ഒരുപാട് അഡീഷണൽ ചെലവുകൾ നിങ്ങൾക്ക് വരില്ല അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് എന്ത് തരുന്നു? ഒരു സ്പെഷ്യൽ അലവൻസ് തരുന്നു. അങ്ങനെ അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് എക്സംഷൻ കിട്ടുമെന്നാണ് ചോദ്യം. ദ ആൻസർ ഇസ് യെസ്. എത്ര എക്സംഷൻ? either 800 rupees or 300 rupees per month depending upon the specified locations or 7,000 per month in Siachen area of Jammu and Kashmir. അടിപൊളി. അപ്പൊ ഇതിൽ ഏതാ എക്സംഷൻ? അത് നിങ്ങൾ ഏത് സ്ഥലത്താണോ അതനുസരിച്ചിട്ട് ഇൻകം ടാക്സ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട് ഇത്ര എക്സംഷൻ. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഓവറോൾ അവർ പറഞ്ഞേക്കുക ഒന്നിൽ 800 rupees per month അല്ലെങ്കിൽ 300 rupees per month ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ. ഓരോ സ്ഥലത്തെ മോൾട്ടിറ്റ്യൂഡും ക്ലൈമാറ്റിക് കണ്ടീഷൻസും വെച്ചിട്ടാണ് ഇൻകം ടാക്സ് ഷെഡ്യൂളിൽ അവരെ കൃത്യം എക്സംഷൻ പറഞ്ഞു പോയിരിക്കുന്നത്. കൃത്യം ഏതൊക്കെ സ്ഥലത്ത് എത്ര കിട്ടുന്നൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല. either 800 or 300. ഇനി ഒരു കാര്യമുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലെ സിയാച്ചിൻ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞുള്ള ഏരിയയാണ്, ഭയങ്കര ഹൈ തണുപ്പുള്ള ഏരിയയാണ്. ഈ ഗ്ലേസിയേഴ്സ് മറ്റേ നമ്മൾ പറയല്ലേ എന്താ പറയാ ഈ നമ്മൾ അവലാഞ്ച് നമ്മൾ പറയല്ലേ എന്താ മഞ്ഞിടിഞ്ഞ് വീഴുകയല്ലേ, മണ്ണിടിച്ചിൽ എന്നൊക്കെ പറയുന്ന മഞ്ഞ് ഗ്ലേസിയേഴ്സ് വരുന്ന ഏരിയയാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എക്സംഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7,000 പെർ മന്ത് ആയിരിക്കും. ഇപ്പൊ 10,000 രൂപ നിങ്ങൾക്ക് മന്ത്ലി അലവൻസ് കിട്ടിയാൽ 7,000 രൂപ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. Are you with me? അത് നിങ്ങൾ ചെലവാക്കിയാലും ഇല്ലെങ്കിലും. അതാണ് ഈ എക്സംഷന്റെ പ്രത്യേകത. ഇത് ഫിക്സഡ് എക്സംഷൻ ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വെദർ യു ഹാവ് എക്സ്പെൻഡഡ് ഇറ്റ് ഓർ നോട്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന് നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ അലവൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മറുപടി യെസ്, വേണ്ട. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല, പക്ഷെ നിങ്ങൾക്കൊന്ന് വായിച്ചു പോകാവുന്നതാണ്. 2, ബോർഡർ ഏരിയ അലവൻസ് ഓർ റിമോട്ട് ലൊക്കാലിറ്റി അലവൻസ് ഓർ ഡിഫിക്കൽട്ട് ഏരിയ അലവൻസ് ഓർ ഡിസ്റ്റർബ്ഡ് ഏരിയ അലവൻസ്. പാകിസ്ഥാൻ ബോർഡറിലാണ് നിങ്ങളുടെ ജോലി എന്ന് വിചാരിക്കുക. പാകിസ്ഥാൻ ബോർഡറിൽ ഈ ബോർഡർ ഷെല്ലിങ്ങും ഫയറിങ്ങും ഒക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമല്ലേ അത്? അല്ലേ? ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ബോർഡർ ടെൻഷന്റെ സമയത്ത് അവന്മാർ അവിടുന്ന് ഷെല്ല് വിട്ട് ഒരുപാട് വീടുകളും ഒരുപാട് ഓഫീസുകളും ഒക്കെ ആ ബോർഡറിന്റെ അടുത്തുള്ളത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഏരിയകളിൽ എംപ്ലോയർ സ്പെഷ്യൽ അലവൻസ് തരും. കാരണം ഒരു എംപ്ലോയിക്ക് അവിടെ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പം അവന് മന്ത്ലി എന്ത് കൊടുക്കും? ഒരു അലവൻസ് കൊടുക്കും. ഇങ്ങനെ ഒരു ടെൻഷൻ ബാധിതമായ ഏരിയയിൽ താമസിക്കുന്ന കാരണം ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം? അലവൻസ് തരാം. ഇനി എത്ര എക്സംഷൻ? 1,300 ആവാം, 1,100 ആവാം, 1,050 ആവാം, 750 ആവാം, 300 ആവാം, 200 ആവാം പെർ മന്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ. പ്രശ്നബാധിതമായ ഭയങ്കര പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ 1,300 രൂപ വരെ എക്സംഷൻ കിട്ടും. വലിയ പ്രശ്നമില്ലാത്ത ഏരിയ ആണെങ്കിൽ 200 രൂപയായിരിക്കും നിങ്ങളുടെ എന്ത്? എക്സംഷൻ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലൊക്കേഷൻ. ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര കിട്ടും. ആ സ്ഥലങ്ങൾ ഏതാണ്, അവിടെ എത്ര കിട്ടുമെന്നൊന്നും നിങ്ങൾ പഠിക്കാൻ പോകേണ്ട ആവശ്യം ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. എത്രയൊക്കെയാ? 1,300 ഓർ 1,100 or 1,050 or 750 or 300 or 200 പെർ മന്ത് ആണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ. ഈ അലവൻസുകൾ നിങ്ങൾ ആ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബോർഡർ ഏരിയ അലവൻസ് അല്ലെങ്കിൽ റിമോട്ട് ലൊക്കാലിറ്റി അലവൻസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഏരിയ അലവൻസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത എന്താ? അതിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ കോമ്പൻസേറ്ററി അല്ലെങ്കിൽ ട്രൈബൽ ഏരിയ, ഷെഡ്യൂൾഡ് ഏരിയ, ഏജൻസി ഏരിയ അലവൻസ്. ഇപ്പൊ നിങ്ങൾ കാട്ടിലാണ്, ട്രൈബൽ ഏരിയ ഒക്കെയാണ് നിങ്ങൾ താമസിക്കുന്നത്, നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലവൻസ് കിട്ടും. എത്ര എക്സംഷൻ? എക്സംഷൻ എത്രയാ? ₹200 പെർ മന്ത്. ഒറ്റ എക്സംഷൻ ഉള്ളൂ. 200 രൂപയായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക? എക്സംഷൻ കിട്ടുക. അടുത്തതെന്നാ പഠിക്കേണ്ട ഐറ്റം ആണ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ദിസ് യു മസ്റ്റ് സ്റ്റഡി. എന്താ അടുത്ത ഐറ്റം? എനി അലവൻസ് ഗ്രാൻഡഡ് ടു ദ എംപ്ലോയി വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം to meet his personal expenditure during his duty performed in course of running such transport from one place to another provided such employee is not in receipt of daily allowance. അതായത് ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഡെയിലി അലവൻസ് കൊടുക്കുന്നില്ല, പകരം മാസ ശമ്പളത്തിന് കൂടെ ഒരു അലവൻസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ ഡെയിലി അലവൻസ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നു, ഡെയിലി ബാറ്റ ഫ്രം കാസർഗോഡ് ടു എങ്ങോട്ടേക്കാണ്? ടു ട്രിവാൻഡ്രം. മറ്റേ ബസ്സിൽ പോകുന്ന ആൾക്കാർക്ക് ഓരോ യാത്രയുടെ ദിവസവും എന്ത് കൊടുക്കുന്നു? അലവൻസ് കൊടുക്കുന്നു. അല്ലെങ്കിൽ JCB ഡ്രൈവർമാർക്കൊക്കെ കിട്ടും ഡെയിലി അലവൻസ്. ഇപ്പം നമ്മൾ JCB ആയിട്ട് ഒരു പർട്ടിക്കുലർ കുന്നിൻ്റെ മുകളിൽ കയറി അത് ഇടിച്ച് നിരത്തി, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നോർമൽ പ്ലേസ് ഓഫ് ഡ്യൂട്ടി വീടിനടുത്തായിരിക്കില്ല നിങ്ങളുടെ ജോലി. അപ്പം നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ ഡ്രൈവർമാർക്ക് എന്ത് കൊടുക്കുന്നു? ഡെയിലി ബാറ്റ കൊടുക്കുന്നു എന്ന് പറയണ പോലെ ഇവിടെ ഇനി അലവൻസ് ഗ്രാൻഡ് ടു എൻ എംപ്ലോയി ഹൂസ് വർക്കിംഗ് ഇൻ എ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇപ്പം KSRTCയിലൊക്കെ ഉള്ള ഡ്രൈവർമാർക്ക് എല്ലാ ഡെയിലി അലവൻസ് ആയിരിക്കില്ല, മാസ ശമ്പളത്തിന് കൂടെ ആയിരിക്കും എന്ത് കിട്ടുക? അലവൻസ് കിട്ടുക.
ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു മാസം ഇത്ര ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ മാസ ശമ്പളത്തിന്റെ കൂടെ ആയിരിക്കും അവർക്ക് എന്ത് കിട്ടുക? ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുക. അപ്പോൾ അങ്ങനെ എനി അലവൻസ് ഗ്രാൻഡഡ് ടു ദി എംപ്ലോയി വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം ടു മീറ്റ് ഹിസ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഡ്യൂറിംഗ് ഹിസ് ഡ്യൂട്ടി പെർഫോം ഇൻ ദ കോഴ്സ് ഓഫ് റണ്ണിംഗ് സച്ച് ട്രാൻസ്പോർട്ട് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്രൊവൈഡഡ് ദാറ്റ് സച്ച് എംപ്ലോയി ഇസ് നോട്ട് ഇൻ റിസിപ്റ്റ് ഓഫ് ഡെയിലി അലവൻസ്. അയാൾക്ക് ഡെയിലി അലവൻസ് കിട്ടാൻ പാടില്ല, മാസമായിരിക്കണം അയാൾക്ക് അലവൻസ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എത്ര എക്സംഷൻ? 70% of such allowance up to maximum of 10,000 per month. ഉദാഹരണം ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് 15,000 rupees per month ആണ് നിങ്ങൾക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എത്ര എക്സംഷൻ? 15,000ന്റെ 70% എന്ന് പറയുമ്പോൾ എത്ര വരും? ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് 70% of 15,000? എത്ര വരിക? 10,500 rupees. പക്ഷെ ഇത്രയും കിട്ടുമോ? ഇല്ല. മാക്സിമം എക്സംഷൻ എത്ര കിട്ടുള്ളൂ? 10,000 കിട്ടുള്ളൂ. അപ്പോൾ 15,000 നിങ്ങൾക്ക് ആക്ച്വലി കിട്ടി, 10,000 എക്സംഷൻ, ബാക്കി 5,000 പെർ മന്ത് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. ആർ യു വിത്ത് മീ? ഇനി നിങ്ങൾക്ക് ശരിക്കും അലവൻസ് കിട്ടുന്ന ഒരു 12,000 ആണെങ്കിലോ? അലവൻസ് കിട്ടിയത് ഒരു 12,000 ആണെങ്കിൽ 12,000ന്റെ 70% എന്ന് പറയുമ്പോൾ എത്ര വരും? എത്രയാണ്? 8,400. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ എത്രയായിരിക്കും? 8,400 ആയിരിക്കും. അവിടെ 10,000 വരെ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടില്ല, 8,400 വരെ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആക്ട് പറയുന്നു, നിങ്ങൾ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയർ എന്ത് തരുന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് അലവൻസ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ആൻഡ് യു ആർ നോട്ട് ഇൻ റെസിപ്റ്റ് ഓഫ് ഡെയിലി അലവൻസ്, നിങ്ങൾക്ക് ഡെയിലി അലവൻസ് ഒട്ട് കിട്ടുന്നുമില്ല, അങ്ങനെയാണ് കേസെങ്കിൽ എത്ര എക്സംഷൻ? മന്ത്ലി അലവൻസിന്റെ 70%. ആ എക്സംഷൻ ഒരിക്കലും 10,000 രൂപയുടെ മുകളിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 70% of monthly allowance or ₹10,000 whichever is lower. അല്ലേ? 70% of monthly allowance or ₹10,000 per month whichever is lower എന്ന് പറയാൻ രണ്ട് ശരിയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഹൈലൈറ്റ് എന്താ? ഈ എമൗണ്ട് ഒക്കെ ഈ പർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. Irrespective of the fact that whether you have expended that amount or not, you can claim the exemption. ഇത് പഠിക്കേണ്ട ഐറ്റം ആണ് കേട്ടോ. സോ മാർക്കറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത് പഠിക്കേണ്ട ഐറ്റം, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. എന്താ പരിപാടി? എംപ്ലോയിയുടെ മക്കള് സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? മക്കൾ പഠിച്ച് വലുതാവട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എംപ്ലോയർ മാസം എംപ്ലോയിക്ക് എന്ത് കൊടുക്കുക? ശമ്പളത്തിന്റെ കൂടെ ഒരു അലവൻസ് കൊടുക്കുകയാണ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ദെയർ ചിൽഡ്രൻ. അങ്ങനെ അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര എക്സംഷൻ? വലിയ എമൗണ്ട് എക്സംഷൻ. എത്ര? അത് ₹100 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു മാക്സിമം ഓഫ് 2 ചിൽഡ്രൻ. 100 രൂപയാണ് എക്സംഷൻ. ഒരു മാസം പഠിക്കാൻ പോട്ടെ, ഒരു ദിവസം പഠിക്കാൻ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 100 രൂപയുടെ മുകളിൽ ചെലവ് വരും. ഇതിപ്പോൾ 1961 ആക്ട് തുടങ്ങിയപ്പോൾ ഉള്ള ലിമിറ്റാണ് 100 രൂപ പെർ മന്ത്. പിന്നെ അവന്മാർ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ എമൗണ്ട് കിടക്കുന്നത്. വാട്ട് എവർ ദ സൈസ് ഓഫ് ദി എമൗണ്ട് നമ്മളിത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എത്ര എക്സംഷൻ? ₹100 പെർ മന്ത് പെർ ചൈൽഡ്. അത് മാക്സിമം എത്ര പിള്ളേർക്ക് വരെ എക്സംഷൻ ക്ലെയിം ചെയ്യാം? 2 കുട്ടികൾക്ക് വരെ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം കേട്ടോ. പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ എക്സംഷൻ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. പിള്ളേർ പഠിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ പിള്ളേരെ ഇന്ത്യക്ക് പുറത്താണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവർ ഇന്ത്യക്ക് പുറത്താണ് പഠിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ എക്സംഷൻ. ഡിപ്പാർട്ട്മെന്റ് പറയാ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നീയൊക്കെ പിള്ളേരെ പുറത്ത് വിട്ട് പഠിപ്പിച്ചാൽ നിനക്കൊന്നും എന്തില്ല? എക്സംഷൻ ഇല്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അങ്ങനെ പുറത്തോട്ട് പോയി പഠിക്കണ്ട, എവിടെ പഠിച്ചാൽ മതി, ഇവിടെ ഉള്ള പഠിപ്പൊക്കെ മതി എന്നാണ് ആര് പറയുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? ഇത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിയമം. അടുത്ത നോക്കിയേ, എനി അലവൻസ് ഗ്രാൻഡഡ് ടു ദി എംപ്ലോയി ടു മീറ്റ് ദ ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഹിസ് ചൈൽഡ്. പിള്ളേർ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഹോസ്റ്റൽ ചെലവുകൾ വരില്ലേ? ആ ചെലവുകൾ മീറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് ഒരു അലവൻസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര കിട്ടും എക്സംഷൻ? വലിയ തുകയാണ് എക്സംഷൻ. എത്ര? അത് ₹300, 3 ഇരട്ടി. എഡ്യൂക്കേഷൻ അലവൻസിന്റെ എക്സംഷന്റെ 3 ഇരട്ടിയാണ് എക്സംഷൻ. 300 പെർ മന്ത് പെർ ചൈൽഡ് അപ് ടു മാക്സിമം 2 ചിൽഡ്രൻ. ഒരു മാസത്തെ ഹോസ്റ്റൽ ഫീസ് എത്ര വരും? ഒരു ദിവസത്തെ ഹോസ്റ്റൽ ഫീസ് വരും 300 രൂപയുടെ മുകളിൽ അല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു 300 രൂപ പെർ മന്ത് ഞങ്ങൾ മാക്സിമം എന്ത് തരുള്ളൂ? എക്സംഷൻ തരുള്ളൂ. ആൻഡ് ദാറ്റ് ടു ഫോർ മാക്സിമം ഹൗ മെനി ചിൽഡ്രൻ?
2 children. 2 കുട്ടികൾക്ക് വരെയുള്ള എമൗണ്ടിനാണ് ഞങ്ങൾ എന്ത് തരിക? എക്സംഷൻ തരിക. അപ്പോൾ ഓർത്ത് വെക്കുക, ഇവിടെയും ഒരു കാര്യമുണ്ട്, പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ബട്ട് ദർ ഇസ് വൺ പ്രോബ്ലം, ആൻഡ് വാട്ട് ഇസ് ദാറ്റ് പ്രോബ്ലം? ഇഫ് ദേ ആർ ആക്ച്വലി സ്റ്റഡിങ് ഓവർസീസ്, അവർ ഇന്ത്യക്ക് പുറത്താണ് പഠിക്കുന്നതെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ഫോർ ക്ലെയിം ദാറ്റ് എക്സംഷൻ. നിങ്ങൾക്ക് ആ എക്സംഷൻ ടെക്നിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പുറത്ത് നോക്കുക, ഇത് രണ്ടും പഠിക്കേണ്ടതാണ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ എക്സ്പെൻഡിച്ചർ, രണ്ടും നിങ്ങൾ പഠിക്കണം. ആൻഡ് ദ നോട്ട് ഇസ് നോ എക്സംഷൻ ഇസ് അവൈലബിൾ in respect of education or hostel allowance received for any education of children outside India. ഇന്ത്യക്ക് പുറത്താണ് പിള്ളേർ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടിനും ഏതാ? എഡ്യൂക്കേഷൻ അലവൻസിനും പറ്റില്ല, ഹോസ്റ്റൽ അലവൻസിനും നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല പിള്ളേർ പഠിക്കുന്നില്ലെങ്കിൽ. ഓർത്ത് നോക്കുക. അടുത്ത നോക്കിയേ, അടുത്ത അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വായിച്ചു പോവാം. കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ്, സ്പെസിഫൈഡ് ഏരിയ ഇൻ സ്പെസിഫൈഡ് സൈറ്റ്. നിങ്ങൾ സ്പെസിഫൈഡ് ഏരിയയിൽ ആണ് നിങ്ങളുടെ ജോലി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലവൻസ് നിങ്ങളുടെ എംപ്ലോയർ തരും. അതിന് നിങ്ങൾക്ക് 2600 രൂപ വരെ മാസം എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അലവൻസ് നമ്മൾ പറയും. ദെൻ അടുത്തത് കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസ്, ദാറ്റ് ഇസ് സ്പെസിഫൈഡ് ഏരിയാസ് ഇൻ സ്പെസിഫൈഡ് സ്റ്റേറ്റ്. വീണ്ടും എത്ര നിങ്ങളുടെ അലവൻസ്? എക്സംഷൻ 1000 per month. അപ്പോൾ ഓർത്ത് വെക്കുക, കോമ്പൻസേറ്ററി ഫീൽഡ് ഏരിയ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി മോഡിഫൈഡ് ഫീൽഡ് ഏരിയ അലവൻസസ്. കോമ്പൻസേറ്ററി ഏരിയ ആണെങ്കിൽ 2600 per month എക്സംഷൻ, മോഡിഫൈഡ് ഫീൽഡ് ഏരിയ ആണെങ്കിൽ 1000 per month ആയിരിക്കും നിങ്ങളുടെ എന്ത്? നിങ്ങളുടെ എക്സംഷൻ. ദെൻ ഇതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ any allowance, special allowance in the nature of counter insurgency allowances granted to the members of armed forces operating in areas away from their permanent locations. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ടെൻഷൻ വരികയാണ്. അപ്പൊ ഇപ്പൊ ഡൽഹിയിലുള്ള നമ്മുടെ കുറെ പട്ടാളക്കാരെ എങ്ങോട്ടേക്ക് ക്യാമ്പ് ചെയ്യും? ബോർഡറിലേക്ക് ക്യാമ്പ് ചെയ്യും അല്ലേ? നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സോ BSF whatever it is, അവരുടെ കൂടുതൽ ആർമി മെമ്പേഴ്സിനെ അവർ ബോർഡറിലേക്കോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പട്ടാളക്കാരെ അങ്ങോട്ടേക്ക് നിയമിക്കും. അപ്പൊ അവർക്ക് എനി സ്പെഷ്യൽ അലവൻസ് ഇൻ ദ നേച്ചർ ഓഫ് കൗണ്ടർ ഇൻസർജൻസി അലവൻസ് എന്ന് പറയും. കൗണ്ടർ ഇൻസർജൻസി അലവൻസ് ഗവൺമെന്റ് കൊടുക്കും. ഗ്രാൻറ്റഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്, ആർമി ഓപ്പറേറ്റിംഗ് ഇൻ ഏരിയാസ് അവേ ഫ്രം ദെയർ പെർമനന്റ് ലൊക്കേഷൻസ്. അങ്ങനെ അലവൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര എക്സംഷൻ ക്ലെയിം ചെയ്യാം? 3900 rupees per month എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഒരു കാര്യമുണ്ട്, ഈ സൈഡിൽ കിടക്കുന്ന എത്ര അലവൻസ് എന്നുള്ളതാണ് ഈ കിടക്കുന്നത്. അവർക്ക് എന്തോരം അലവൻസ് കിട്ടുമെന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്? അല്ല, അലവൻസ് എത്ര കിട്ടുമെന്നുള്ളത് ഗവൺമെന്റ് തീരുമാനിക്കും അല്ലെങ്കിൽ എംപ്ലോയർ തീരുമാനിക്കും അല്ലേ? അതിൽ എത്ര എക്സംഷൻ കിട്ടുമെന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അലവൻസ് എത്ര കൊടുക്കണം എന്നുള്ളത് എംപ്ലോയറിന്റെ ഇഷ്ടമാണ്, അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. എത്ര അലവൻസ് കിട്ടിയാലും ഇത്രയായിരിക്കും നിങ്ങളുടെ എന്ത്? നിങ്ങളുടെ എക്സംഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുമാണ്. എന്താ? എനി ട്രാൻസ്പോർട്ട് അലവൻസ് ഗ്രാൻഡ് ടു എൻ എംപ്ലോയി ഹൂസ് ഐദർ ബ്ലൈൻഡ് ഓർ ഡെഫ് ആൻഡ് ഡംബ് ഓർ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് വിത്ത് ഡിസേബിലിറ്റി ഓഫ് ലോവർ എക്സ്ട്രീമിറ്റ്സ് ഓഫ് ബോഡി ടു മീറ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ഫോർ കമ്മ്യൂട്ടിംഗ് ബിറ്റ്വീൻ ഹിസ് റെസിഡൻസ് ആൻഡ് പ്ലേസ് ഓഫ് ഡ്യൂട്ടി. എന്താ? നിങ്ങൾ ഒരു അന്ധനാണ്, അല്ലെങ്കിൽ ബധിരനും മൂകനുമാണ്, ഡംബ് ആൻഡ് ഡഫ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് വിത്ത് ഡിസേബിലിറ്റി ഓഫ് ലോവർ എക്സ്ട്രീമിറ്റ്സ് ഓഫ് ദ ബോഡി. എന്ത്? ഈ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് വിത്ത് ഡിസേബിലിറ്റീസ് ഓഫ് ലോവർ എക്സ്ട്രീമിറ്റ്സ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാല് ഇല്ല അല്ലെങ്കിൽ കാല് തളർന്നു പോയാലാണ്, അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിട്ടുള്ളൊരു എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാനും വീട്ടിലേക്ക് ഓഫീസിലേക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇപ്പൊ നിങ്ങൾ ബ്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം സാധാരണ ഒരാൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യു. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ എംപ്ലോയർ എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര എക്സംഷൻ? എക്സംഷൻ എത്ര? 3200 rupees per month. 3200 രൂപ ആയിരിക്കും നിങ്ങളുടെ മാക്സിമം എക്സംഷൻ. പിന്നൊരു കാര്യമുണ്ട്, അലവൻസ് കിട്ടിയത് 3000 ആണെങ്കിലേ 3200 എക്സംഷൻ എടുത്ത് ലോസ് ആണെന്ന് പറയരുത് കേട്ടോ. അലവൻസ് കിട്ടിയത് 3000 ആണെങ്കിൽ എക്സംഷൻ എത്രയേ ഉള്ളൂ? 3000. അലവൻസ് കിട്ടിയത് 3200 ആണെങ്കിൽ എക്സംഷൻ 3200. അലവൻസ് കിട്ടിയത് 5000 ആണെങ്കിൽ 3200 ആണ് എക്സംഷൻ. ഓർത്ത് വെക്കുക. ഒരിക്കലും ഈ എക്സംഷൻ എടുത്തിട്ടേ ഞങ്ങൾക്ക് എക്സംഷനേക്കാളും കുറവാണ് എമൗണ്ട്, അതുകൊണ്ട് ലോസ് വന്നു എന്ന് പറഞ്ഞ് സാലറിയിൽ ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ. അങ്ങനെ ഒരു പരിപാടി ഇല്ല. ദീസ് ആർ എക്സംഷൻസ്. എന്താണ് പ്രത്യേകത? മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് എപ്പോഴും കിട്ടിയ എമൗണ്ട് ആയിരിക്കും, അത് മുകളിലേക്ക് ഒരിക്കലും എക്സംഷൻ വരില്ല. നൗ അടുത്ത എന്താ? അണ്ടർഗ്രൗണ്ട് അലവൻസ് ഗ്രാൻഡഡ് ടു എൻ എംപ്ലോയി
who's working in uncontinental or unnatural climate in underground mines. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നമ്മുടെ KGF-ൽ മറ്റേ സ്വർണം ഖനിക്കാൻ പോവല്ലേ, മറ്റേ തുരങ്കപാത, മറ്റേ തുരങ്കപാത അല്ലല്ലോ, എന്താണ് ഭൂഗർഭപാത എന്നൊക്കെ നമ്മൾ പറയുന്നല്ലേ, അണ്ടർഗ്രൗണ്ടിലല്ലേ ഖനനം നടക്കുന്നത്. അവിടെ ഓക്സിജൻ കുറവായിരിക്കും, ചൂട് കൂടുതലായിരിക്കും, അവിടെ പ്രഷറിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള ഏരിയയിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എംപ്ലോയർ സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 800 rupees per month എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ആർ യു വിത്ത് മീ? ദെൻ അടുത്തതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ എനി സ്പെഷ്യൽ അലവൻസ് ഇൻ ദ നേച്ചർ ഓഫ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് ഗ്രാൻഡഡ് ടു ദ മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സസ്. നമ്മുടെ ഈ പിക്കറ്റ്സിലൊക്കെ നിൽക്കുന്ന നമ്മുടെ ആർമി മെമ്പേഴ്സിൽ എന്താ പിക്കറ്റ്സ്, നമ്മുടെ ഇപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ചൈന ബോർഡറിൽ അരുണാചൽ പ്രദേശിലൊക്കെ ഭയങ്കര ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പിക്കറ്റ്സ് ഉണ്ട്. പിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആർമി പോസ്റ്റ്. ആ പിക്കറ്റ്സിൽ ജോലി ചെയ്യുന്ന ആർമി മെമ്പേഴ്സിന് ഗവൺമെന്റ് എന്ത് കൊടുക്കും? ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് കൊടുക്കും. ആ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ അവർ പിടിച്ചു വയ്ക്കണം. അപ്പോൾ ആംഡ് ഫോഴ്സസിലെ നിങ്ങൾക്ക് ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അലവൻസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആക്ട് പറയുന്നു ഓപ്പറേറ്റിംഗ് ഇൻ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസ് ഫ്രം 9,000 to 15,000 feet. എത്ര എക്സംഷൻ? 1,060 per month. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് 9,000 തൊട്ട് 15,000 ഫീറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അലവൻസ് കിട്ടുന്നോ അതിൽ 1,060 രൂപ മാസം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഹൈറ്റ് എബവ് സീ ലെവൽ എന്ന് പറഞ്ഞാൽ 15,000 ഫീറ്റിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ യുവർ എക്സംഷൻ ഷാൽ ബി 1,600 per month. ആർ യു വിത്ത് മീ? എന്ത് ഈ 9,000 ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്രം ദ സീ ലെവൽ. നമ്മൾ മറ്റേ ഫ്രം ദ സീ ലെവൽ ഇത്ര അടി മുകളിലാണ് നിങ്ങളുടെ ആ ടിക്കറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് 1,060 ആണ്, ഒരു 15,000 ഫീറ്റ് വരെ, 9,000 to 15,000 ഫീറ്റ് വരെ. ഇനി 15,000 ഫീറ്റിന് മുകളിൽ 15,000 അടിയുടെ മുകളിലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുന്നതെങ്കിൽ, ആർമിക്കാർ ജോലി നോക്കുന്നതെങ്കിൽ അവർക്ക് 1,600 per month എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ദെൻ അടുത്തതും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇനി സ്പെഷ്യൽ അലവൻസ് ഇൻ ദ നേച്ചർ ഓഫ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി ഹൈലി ആക്റ്റീവ് ഫീൽഡ് ഏരിയ അലവൻസ് ഗ്രാൻഡഡ് ടു ദ മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ്. നമ്മൾ പറയില്ല പ്രശ്നബാധിതമായ ഏരിയ. എന്താ പ്രശ്നബാധിതമായ ഏരിയ? ഇപ്പൊ അസാമിലും ഒക്കെ ഈ നമ്മുടെ ബോഡോ തീവ്രവാദികളും മാവോ അറ്റാക്ക് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആസാം, ഈ വെസ്റ്റ് ബംഗാൾ ബോർഡർ, നേപ്പാൾ ബോർഡറിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ബോഡോ ഫോഴ്സസ് ഉണ്ട്. എന്താ ബോഡോ ഫോഴ്സ്? ഈ മറ്റേ ബോഡോ തീവ്രവാദികളെ അടിച്ചമർത്താനായിട്ട് നമ്മുടെ മറ്റേ അവർക്കൊരു പേര് തന്നെ ഉണ്ട്, ഞാൻ അവരുടെ എക്സാക്ട്ലി പേര് മറന്നുപോയി. നമ്മൾ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ആർമി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഹൈലി ഫീൽഡ് ആക്റ്റീവ് ഏരിയ, വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള, വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന ആർമി മെമ്പേഴ്സിന് സ്പെഷ്യൽ അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 4,200 രൂപ പെർ മന്ത് വരെ എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, എനി സ്പെഷ്യൽ അലവൻസ് ഇൻ ദ നേച്ചർ ഓഫ് ഐലൻഡ് ഡ്യൂട്ടി allowances granted to the member of armed forces in Andaman and Nicobar and Lakshadweep group of islands. ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ ഇപ്പോൾ സൈനിക ബേസ് ഉണ്ട് നമുക്ക്. ആൻഡമാൻ നിക്കോബാറിലോ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആർമി മെമ്പേഴ്സിന് സ്പെഷ്യൽ അലവൻസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര എക്സംഷൻ? 3,250 per month ആണ് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. ശ്രദ്ധിക്കുന്നുണ്ടോ? എത്ര? 3,250 rupees per month. ആക്ച്വൽ അലവൻസ് എത്ര ആയിരിക്കും എന്നുള്ളത് ആക്ട് പറയുന്നില്ല. അലവൻസ് എത്രയാണെങ്കിലും 3,250 രൂപ ഒരു മാസം നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആർ യു ഓൾ ഹിയർ? ഇത് വലിയൊരു ലിസ്റ്റാണ്. നമ്മുടെ അലവൻസസിലെ 2 കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെയായിരുന്നു 2 കാറ്റഗറി? 10 subsection 14 clause number 1 എന്തായിരുന്നു? അലവൻസസ് വെയർ എക്സംഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ അല്ലേ? രണ്ടാമത്തെ ഏതായിരുന്നു? ഫിക്സഡ് എക്സംഷൻ. 10 subsection 14 clause number 2 ഫിക്സഡ് എക്സംഷൻ. എന്താ ഫിക്സഡ് എക്സംഷൻ? What is fixed exemption? Whether you have expended it or not, you are eligible for that fixed amount as exemption. Clear അല്ലേ? അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ അലവൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മിസ്റ്റർ ലല്ലു സിംഗ് received education allowance of 80 rupees per month for his first child, 90 rupees per month for second child, 120 rupees per month for third child. He also received hostel allowance of 1,000 per month. ഈ 1,000 per month for all the children ആണ് കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ കൂട്ടി 1,000 രൂപ എന്ത് കിട്ടി? അലവൻസ് കിട്ടി. None of his children were studying. ആരും പഠിക്കുന്നില്ല. Still you can claim exemption. Find the taxable children education allowance and hostel allowance.
ടാക്സബിൾ ആയിട്ടുള്ള ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസും ഹോസ്റ്റൽ അലവൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ എല്ലാ പെന്മാര് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവന് ഈ ചിൽഡ്രൻ സ്പെസിഫിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിയേക്കുന്നത് ഓരോ കുട്ടിക്കും ഇത്ര എന്നുള്ള കണക്കിലല്ലേ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിയേക്കുന്നത് അല്ലേ? നിങ്ങൾ ആലോചിച്ചേ, C1 എത്ര കിട്ടി? 80 പെർ മന്ത് കിട്ടി. C2 എത്ര കിട്ടി? 90 പെർ മന്ത് കിട്ടി. C3 എത്ര കിട്ടി? 120 പെർ മന്ത് കിട്ടി. ചിൽഡ്രൻ സ്പെസിഫിക് ആയിട്ടാണ് എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടിയതെങ്കിൽ ചിൽഡ്രൻ സ്പെസിഫിക് ആയിട്ട് തന്നെ എന്ത് ക്ലെയിം ചെയ്യണം? എക്സംഷനും ക്ലെയിം ചെയ്യണം. എല്ലാം കൂടെ കൂട്ടിയിട്ട് 100 എടുക്കരുത്. അപ്പോ നമ്മൾ ഇതില് ആർക്ക് എക്സംഷൻ എടുക്കും ഏറ്റവും നല്ലത്? 80ക്ക് എടുക്കുന്നതിന്റെ അകത്ത് വലിയ കാര്യമില്ല, കാരണം 80 രൂപ വരെയല്ലേ കിട്ടുള്ളൂ. ആദ്യം 120ക്ക് എടുക്കുക. എത്ര? 100 rupees പെർ മന്ത് എന്ന് പറയാൻ നമുക്ക് എക്സംഷൻ എടുത്തുകൂടെ? അടുത്തത് ഏതിനെടുക്കുക നല്ലത്? 90ക്ക് എടുക്കുകയല്ലേ നല്ലത്? അതാ 90 പെർ മന്ത് വരെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. Are you with me? അപ്പോ ഫുൾ 80 into 12 എന്ന് പറയുമ്പോൾ എത്ര വരും? വിൽ ബി ടാക്സബിൾ ആയിരിക്കും. എത്ര? ഫുൾ 80 into 12 80 into 12 960. Then ഇവിടെ nothing. ഇവിടെ 20 into 12 വരും. എത്ര? 20 into 12 എത്രയാണ്? 240. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ടാക്സബിൾ എഡ്യൂക്കേഷൻ അലവൻസ് എത്ര വരും? ടാക്സബിൾ എഡ്യൂക്കേഷൻ അലവൻസ് ഫിഗർ രണ്ടും കൂടെ കൂട്ടി പറഞ്ഞേ. 1200 കഴിഞ്ഞിട്ടില്ല. ഇനി ഹോസ്റ്റൽ അലവൻസ് ഉണ്ട്. ഈ ഹോസ്റ്റൽ അലവൻസിന്റെ പ്രത്യേകത ചിൽഡ്രൻ സ്പെസിഫിക് അല്ല, മൊത്തം 1000 ആണ്. 1000 പെർ മന്ത് എന്നല്ലേ അവന്മാർ പറഞ്ഞേക്കുന്നേ അല്ലേ? ഇനി എത്ര നമ്മുടെ എക്സംഷൻ? 300 പെർ മന്ത് ഇൻറ്റു 2 ചിൽഡ്രൻ വരെയല്ലേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക അല്ലേ? അപ്പൊ നമുക്ക് ബേസിക്കലി ഇത് ആദ്യം ഈ ഫുൾ എമൗണ്ട് അങ്ങ് എടുത്തെഴുതാം. 1000 ഇൻറ്റു 12 months എന്ന് പറയുമ്പോൾ എത്ര വരും? 12,000 അല്ലേ മൊത്തം വരിക അല്ലേ? അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 14 ക്ലോസ് നമ്പർ 2 എത്ര മാക്സിമം എക്സംഷൻ? 300 ഇൻറ്റു 2 ചിൽഡ്രൻ ഇൻറ്റു 12 months. അത് എത്ര വരും? 300 ഇൻറ്റു 2 ചിൽഡ്രൻ ഇൻറ്റു 12 months. 300 ഇൻറ്റു 2 ഇൻറ്റു 12 7,200 നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ. ഹൗ മച്ച് വിൽ ബി ദ റിമൈനിങ്? 4,800. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സബിൾ അലവൻസ് എത്ര വരും? ടോട്ടൽ ടാക്സബിൾ അലവൻസ് കുട്ടി പറഞ്ഞ ഫിഗർ രണ്ടും കൂടെ ആഡ് ചെയ്ത് 1,200 പ്ലസ് 4,800 വിൽ ബി 6,000 അല്ലേ? 6,000 ഷാൽ ബി ദ ടോട്ടൽ ടാക്സബിൾ അലവൻസ്. ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അലവൻസുകളാണ് പഠിച്ച് നിർത്തിയത്. ഇനി അടുത്ത ടോപ്പിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് ട്രീറ്റ്മെന്റ് ഓഫ് പെൻഷൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കിനി പഠിക്കാനുള്ളത് പെൻഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ട്രീറ്റ്മെന്റ് ഓഫ് പെൻഷൻ വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 1010A വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒട്ടുമിക്ക സാലറി ക്വസ്റ്റ്യനിലെല്ലാം പെൻഷന്റെ എന്തുണ്ടാവും? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പെൻഷൻ? പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ പോയിന്റ് എന്താ വെച്ചാലേ, നിങ്ങൾ കുറെ നാള് ഒരു എംപ്ലോയർക്ക് വേണ്ടി ജോലി എടുക്കുന്നു അല്ലേ? നിങ്ങൾക്ക് ഒരു 60 years അല്ലെങ്കിൽ ഒരു 59 or 57 whatever the retiring ages. ആ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? മാസശമ്പളം കിട്ടില്ല. പക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞാലും ജീവിതം മുന്നോട്ടില്ലേ? ആ ജീവിതം തള്ളി നീക്കാൻ എന്ത് വേണം? ആ ചിക്കിലി വേണ്ടേ? അത് നിങ്ങളുടെ എംപ്ലോയർ ഒരു മാസത്തില് ഒരു ചെറിയ എമൗണ്ട് സാലറിയുടെ അത്ര കിട്ടുക, അല്ലെങ്കിലും അതൊരു ചെറിയ പോർഷൻ നിങ്ങൾക്ക് മന്ത്ലി എന്തായിട്ട് തരും? പെൻഷൻ ആയിട്ട് തരും. സോ പെൻഷൻ ഇസ് എ കൈൻഡ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് വെയർ യു ബി ഗെറ്റിംഗ് ഇൻ ആസ് എ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്. നിങ്ങൾക്ക് മാസാമാസം ഒരു ചെറിയ ആയിട്ടായിരിക്കും എന്ത് കിട്ടുക? പെൻഷൻ കിട്ടുക. ദാറ്റ് ടു ആഫ്റ്റർ ദ റിട്ടയർമെന്റ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ഡെയിലി നീഡ്സിന് വേണ്ടി നിങ്ങൾക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാം. ആർ യു വിത്ത് മീ? ശരി, അപ്പൊ ഈ പെൻഷനെ നമുക്ക് മാസം മാസമായിരിക്കും കിട്ടുക. മാസം മാസം കിട്ടുന്ന പെൻഷൻ ഫുള്ളി ടാക്സബിൾ സാലറി ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് യാതൊരു പ്രത്യേകതയുമില്ല. കിട്ടുന്ന മന്ത്ലി പെൻഷൻ ഇൻറ്റു 12 എത്രയോ അത് ഫുള്ളി നിങ്ങൾ ടാക്സബിൾ സാലറി ആയിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. എന്നാൽ ഇമാജിൻ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ എംപ്ലോയറിന്റെ അടുത്ത് പറയാണ്, എനിക്ക് എന്ത് വേണ്ട? മാസം മാസം പെൻഷൻ വേണ്ട, പകരം എനിക്കിപ്പോൾ ഒരു അത്യാവശ്യമുണ്ട്, എനിക്കൊരു ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എനിക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോളുടെ കല്യാണമാണ്, എനിക്ക് കുറച്ച് ലംസം എമൗണ്ട് വേണം എന്ന് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ ഒരു രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്യാം. എന്താ ഡിസ്കൗണ്ട് ചെയ്യുക?
മാസം മാസം എനിക്ക് എന്ത് വേണ്ട, തുക വേണ്ട, പകരം എനിക്ക് മൊത്തത്തിൽ ഒരു ലംസം എമൗണ്ട് തന്നാൽ മതി. ഇങ്ങനെ പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ എന്ന് പറയും. എന്താണ് കമ്മ്യൂട്ടേഷൻ? ജസ്റ്റ് ലൈക്ക് ഡിസ്കൗണ്ടിങ് ഓഫ് പെൻഷൻ. നമ്മൾ സാധാരണ ഡിസ്കൗണ്ടിങ് എന്ന് പറയാറില്ല, കമ്മ്യൂട്ടേഷൻ എന്ന് പറയും. സിമിലർ ടു ഡിസ്കൗണ്ടിങ്. ആർ യു വിത്ത് മീ? അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങളൊരു റിട്ടയർമെന്റിന് ശേഷം ഒരു 20 കൊല്ലം ജീവിക്കുമെന്ന് വിചാരിക്കുക. നിങ്ങളൊരു അപ്രോക്സിമേറ്റ്ലി 20 കൊല്ലം ജീവിക്കുമെന്ന് വിചാരിക്കുക. ഈ 20 കൊല്ലമായിട്ട് കിട്ടേണ്ട മന്ത്ലി പെൻഷൻ അല്ലേ ഒറ്റയടിക്ക് നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു ലംസം എമൗണ്ട് വരുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു സെക്ഷൻ 1010A പ്രകാരം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതെങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ ടൈപ്സ് ഓഫ് പെൻഷൻ എന്നൊരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം. 2 രീതിയിലുണ്ട് പെൻഷൻ. ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ കിടക്കുന്നത്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ. പറയൂ ഫ്രണ്ട്സ്, എന്താണ് അൺകമ്മ്യൂട്ടഡ് പെൻഷൻ? മാസാമാസം നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അൺകമ്മ്യൂട്ടഡ് പെൻഷൻ, വിച്ച് വിൽ ബി ഫുള്ളി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ ഈ ഹെഡ് പ്രകാരം, സാലറി ഹെഡ് പ്രകാരം ഫുള്ളി സാലറി ആയിട്ട് എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. യാതൊരു രീതിയിലുള്ള എക്സംഷൻസും കിട്ടൂല. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ നേരെ മറിച്ച് ഇതൊരു കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ് എന്ന് വിചാരിക്കുക. എന്താ കമ്മ്യൂട്ടഡ് പെൻഷൻ? നമ്മൾ പെൻഷൻ മാസാമാസം എടുക്കുന്നതിന് പകരം ഡിസ്കൗണ്ട് ചെയ്ത് ലംസം എമൗണ്ട് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ മീൻസ് കൺവേർട്ടിംഗ് ദെയർ ഫ്യൂച്ചർ റൈറ്റ് ടു റിസീവ് പെൻഷൻ ഇൻ ടു ലംസം എമൗണ്ട് റിസീവബിൾ ഇമ്മീഡിയറ്റ്ലി. ഭാവിയിൽ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കിട്ടേണ്ട സാധനം ഇപ്പോഴേ ഡിസ്കൗണ്ട് ചെയ്തൊരു വലിയ തുകയായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ആൻ എക്സംഷൻ വിച്ച് ഇസ് മെൻഷൻഡ് അണ്ടർ സെക്ഷൻ 1010A. സെക്ഷൻ 1010A പ്രകാരം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എങ്ങനെ എക്സംഷൻ? ആക്ട് പറയുന്നു എംപ്ലോയീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, മെമ്പേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസസ് ഫുള്ളി എക്സംപ്റ്റഡ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള, ലോക്കൽ അതോറിറ്റിയുടെ കീഴിലുള്ള, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ കീഴിലുള്ള ഡിഫൻസ് സർവീസസ് ചെയ്യുന്ന ഈ എംപ്ലോയീസിനൊക്കെ മുഴുവൻ കമ്മ്യൂട്ട് ചെയ്ത പെൻഷനും ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. 10 പൈസ പോലും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ സെക്ടർ ഓഫ് എംപ്ലോയീസിന് മുഴുവൻ എന്ത് ക്ലെയിം ചെയ്യാം? ഫുൾ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ആർ യു ഓൾ ലിസ്ണിംഗ്? നൗ ഫോർ അതർ എംപ്ലോയീസ്, ഈ ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലാത്ത ബാക്കിയുള്ള പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഇല്ലേ, അവർക്ക് എങ്ങനെയാണ്? ഇഫ് ദ എംപ്ലോയി ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, ഈ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഗ്രാറ്റുവിറ്റി ഈസ് അനദർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. അതെന്താണെന്ന് പിന്നെ പറയാം. ഗ്രാറ്റുവിറ്റിയും വേറൊരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. ഈ കമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടുന്ന എംപ്ലോയീസിന് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ടുള്ള ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സംഷൻ എടുക്കണ്ടേ? എക്സംഷൻ ഷാൽ ബി, വായിച്ചേ, 1/3 of the amount of pension which he would have received had he commuted whole of the pension. എന്താ പറഞ്ഞേക്കുന്നത്? 1/3 of the amount of pension which he would have received had he commuted the whole of the pension എന്നാ പറഞ്ഞേക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നോ അതിന്റെ 1/3 നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതിന്റെ അർത്ഥമേ മൊത്തം പെൻഷനും കമ്മ്യൂട്ട് ചെയ്തെടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ 40% പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 4 ലക്ഷം രൂപ കിട്ടി എന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരു എംപ്ലോയിയാണ് ഞാൻ. ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് എംപ്ലോയിയാണ് ഞാൻ. പ്രൈവറ്റ് കമ്പനി എംപ്ലോയിയാണ് ഞാൻ. അപ്പൊ എനിക്ക് എങ്ങനെ എക്സംഷൻ കിട്ടുക? മൊത്തം 4 കിട്ടിയത്. മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? എടാ 40% കമ്മ്യൂട്ട് ചെയ്തപ്പോൾ 4 കിട്ടി. അപ്പൊ മൊത്തം കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ 4 ഡിവൈഡഡ് ബൈ 40% ചെയ്താൽ പോരെ? ദാറ്റ് വിൽ ബി 10 lakhs. 10 ലക്ഷം മൊത്തം കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ കിട്ടിയേനെ അല്ലേ? അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3,33,333. എനിക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ബാക്കി എത്ര വരും? 66,667 അല്ലേ ബാക്കി വരിക? ദാറ്റ് ഷാൽ ബി ടാക്സബിൾ. 6 lakhs ഏത്? 4 ലക്ഷത്തിൽ നിന്ന് 3,33,333 കുറച്ചാൽ 6 ലക്ഷം എങ്ങനെയാണ് വരുന്നത്? 66,667. 10 അവിടെ. Are you with me? ആക്ട് പറയുന്നു, നിങ്ങൾ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത ഒരാളാണെങ്കിൽ, ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരാളാണെങ്കിൽ,
നിങ്ങൾ നിങ്ങളുടെ മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര എമൗണ്ട് കിട്ടുമായിരുന്നു അതിന്റെ 1/3 നിങ്ങൾക്ക് കിട്ടിയ ആ കമ്മ്യൂട്ടേഷനിൽ നിന്നും എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 10(10)(a). അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ വാട്ട് ഇഫ് ദാറ്റ് എംപ്ലോയി ഇസ് നോട്ട് ഇൻ റിസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി? ആ ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ലാത്ത ഒരു എംപ്ലോയി ആണെങ്കിൽ എങ്ങനെ എക്സംഷൻ? എക്സംഷൻ ഷാൽ ബി half of the amount of pension which he would have received had he commuted the entire pension. മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര വരുമായിരുന്നു അതിന്റെ പകുതി നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. എപ്പോഴാ? ഈ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടാത്ത എംപ്ലോയി ആണെങ്കിൽ. അപ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടുന്ന എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ 1/3 ഓഫ് ദ ഫുൾ പെൻഷൻ, ഗ്രാറ്റുവിറ്റി കിട്ടാത്ത എംപ്ലോയി ആണെങ്കിൽ ഹാഫ് ഓഫ് ദ ഫുൾ പെൻഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു എക്സംഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പെൻഷൻ രണ്ട് രീതിയിലുണ്ട്. കമ്മ്യൂട്ടഡ് പെൻഷനുണ്ട്, അൺകമ്മ്യൂട്ടഡ് പെൻഷനുണ്ട്. എന്താ കമ്മ്യൂട്ടഡ് പെൻഷൻ? ലംസം എമൗണ്ട് എടുക്കുക. എന്താ അൺകമ്മ്യൂട്ടഡ്? മാസം മാസം ചെറിയ പെൻഷൻ മേടിക്കുക. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എപ്പോഴും എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. കമ്മ്യൂട്ടഡ് പെൻഷൻ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അത് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഡിഫൻസ് സർവീസസ് ഈ സെക്ടറിലുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? നിങ്ങളുടെ 100% കമ്മ്യൂട്ടഡ് പെൻഷൻ നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. എത്രയാണോ കമ്മ്യൂട്ട് ചെയ്തത് അതിന് മുഴുവൻ എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അതർ സെക്ടർ എംപ്ലോയീസ് ആണ് ആൻഡ് യു ആർ ഇൻ റെസിപ്റ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ബാക്കിയുള്ള സെക്ടറിലുള്ള എംപ്ലോയീസ് ആണ് എന്നുണ്ടെങ്കിൽ എത്രയാണോ കമ്മ്യൂട്ട് ചെയ്ത് വന്നത് മുഴുവൻ കമ്മ്യൂട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെയോ അതിന്റെ 1/3. ഗ്രാറ്റുവിറ്റി കിട്ടാത്ത ആളാണെങ്കിൽ മുഴുവൻ കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര കിട്ടിയാണോ അതിന്റെ 1/2 നിങ്ങൾക്ക് എന്താണ് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. നൗ ഇനി ഇവിടെ കുറെ അതർ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ആ അതർ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് പോവാം. എന്റെ ഒപ്പം ഒന്ന് വായിക്കണം. എന്താ ഫസ്റ്റ് അതർ പോയിന്റ് വായിച്ചേ? Judges of Supreme Court and High Court will be entitled to full exemption of the commuted pension. നിങ്ങൾ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിൽ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തെടുത്താൽ മൊത്തം കമ്മ്യൂട്ട് ചെയ്യുന്ന പെൻഷനും നിങ്ങളുടെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ആരുടെ കാര്യം പറയുന്നത്? ആരുടെ കാര്യം പറയുന്നത്? ഹൈക്കോർട്ട് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദെൻ അടുത്തത്, എനി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഔട്ട് ഓഫ് ആന്വിറ്റി പ്ലാൻ ഓഫ് LIC ഫ്രം എ ഫണ്ട് സെറ്റപ്പ് ബൈ ദ കോർപ്പറേഷൻ വിൽ ബി എക്സംപ്റ്റഡ്. നിങ്ങൾ LICയുടെ ആന്വിറ്റി പ്ലാൻ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് LICയിൽ എടുക്കാം ഈ പെൻഷൻ. LICയുടെ പെൻഷൻ ഫണ്ട് ഉണ്ട്. LICയുടെ പെൻഷൻ ഫണ്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ്, എനിക്ക് പറ്റും LICയുടെ പെൻഷൻ ഫണ്ട് ഓപ്പൺ ചെയ്യാൻ. അങ്ങനെ LICയുടെ ആണ് പെൻഷൻ ഫണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പെൻഷൻ മുഴുവൻ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. ഫുൾ എക്സംഷൻ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. എനി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഔട്ട് ഓഫ് ആന്വിറ്റി പ്ലാൻ. വാട്ട് ഇസ് ആന്വിറ്റി? ആന്വിറ്റി മീൻസ് ആനുവൽ സം, വാർഷിക ഇൻകം എന്നൊക്കെ പറയുന്ന പോലെ ആനുവൽ സം. Annuity plan of LIC from fund set up by that corporation. That corporation means Life Insurance Corporation will be fully exempted. അതുപോലെ വേറെ ഒന്ന് രണ്ട് എക്സംഷൻസ് കൂടെ അവർ പറയുന്നുണ്ട്. സെക്ഷൻ 10 സബ്സെക്ഷൻ 18 എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, എനി പെൻഷൻ റിസീവ്ഡ് ബൈ ഇൻ ഇൻഡിവിജ്വൽ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് ഇഫ് സച്ച് ഇൻഡിവിജ്വൽ വാസ് എൻ എംപ്ലോയി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഹാസ് ബീൻ അവാർഡഡ് പരംവീർ ചക്ര or Mahavir Chakra or Veer Chakra or such other gallantry award notified by the central government in this behalf. ഇപ്പോൾ നമ്മൾ ഈ ആർമിയിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. നമ്മൾ പറയല്ലേ, സുപ്രധാനമായ ചില യുദ്ധങ്ങൾ ജയിക്കാനായിട്ട് സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അവരുടെ ബ്രേവറിക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പരംവീർ ചക്ര അല്ലെങ്കിൽ മഹാവീർ ചക്ര അല്ലെങ്കിൽ വീർ ചക്ര അല്ലെങ്കിൽ അതുപോലുള്ള ഗാലൻട്രി അവാർഡ് കൊടുക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഗാലൻട്രി അവാർഡ് കിട്ടിയ ഒരാളാണ് നിങ്ങളെങ്കിൽ, എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ആ ഗാലൻട്രി അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു എംപ്ലോയിയുടെ ഫാമിലിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ ഒന്നും തന്നെ എന്തല്ല? ടാക്സബിൾ അല്ല. രാജ്യം റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയി ആണ് നിങ്ങൾ. അതുകൊണ്ട് ആ പെൻഷനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ടാക്സ് ചെയ്യുന്നില്ല. നോക്കി, എനി പെൻഷൻ റിസീവ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഈസ് എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് ഇഫ് such individual was an employee of either center or state and has been awarded with Paramveer Chakra, Mahavir Chakra, Veer Chakra or other gallantry award notified by the CG. In case of death of such above individual, any income by way of family pension received by member of family of such individual also shall be fully exempted. ഇനിയിപ്പോൾ നമ്മൾ ചില മരണാനന്തര ബഹുമതികളുണ്ട്. എന്താ മരണാനന്തര ബഹുമതി? ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിൽ മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ ഒരു ഫൈറ്റർ പൈലറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൻ മേജർ
ഒരു യുദ്ധത്തിൽ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മലയാളിയായിട്ടുള്ള സന്ദീപ് ഉണ്ണികൃഷ്ണൻ നമ്മുടെ മുംബൈ അറ്റാക്കിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ രാജ്യം റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. അവർക്കൊക്കെ തീർച്ചയായിട്ടും മരണാനന്തര ബഹുമതി എന്ന് പറയും. മരിച്ചാലും അവരുടെ ബിലൗഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അവർക്ക് വേണ്ടി മെഡൽ ഏറ്റ് വാങ്ങും. അപ്പോൾ അവിടെ കിട്ടുന്ന ഈ ഫാമിലി പെൻഷൻ ആ റിലേറ്റീവ്സിന്റെ കയ്യിലും എന്തായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. അതിനൊന്നും നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം മരണാനന്തരം തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. ജീവിച്ചിരിക്കുന്നവർക്കും കിട്ടാം, മരിച്ചവരുടെ റിലേറ്റീവ്സിനും കിട്ടാം. അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ഇനി ആരവിടുത്തെ ഫാമിലി? ഫാമിലി in relation to an individual means spouse and children of the individual and the parents, brothers and sisters of the individual or any of them wholly or mainly depend upon the individual. അപ്പോൾ ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സ്പൗസും ചിൽഡ്രനും. സ്പൗസ് ആരാ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, whoever it is. ചിൽഡ്രൻ, പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാമിലി ആവണമെന്നുണ്ടെങ്കിൽ അവർ ഈ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അവിവാഹിതനായ ഒരു പട്ടാളക്കാരനാണ് മരിക്കുന്നതെങ്കിൽ ആ പട്ടാളക്കാരൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആയിരിക്കും എന്ത് കിട്ടാൻ പോകുന്നത്? പെൻഷൻ കിട്ടാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഒരു വിധവ ഇല്ലല്ലോ, വൈഫില്ലല്ലോ. അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ അവിടെ ആ അച്ഛനോ അമ്മയോ ഈ പട്ടാളക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ പെൻഷൻ ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. പിന്നെ പട്ടാളക്കാരന് എന്ത് കിട്ടണം? ഗാലണ്ടറി അവാർഡ് കിട്ടണം കേട്ടോ. ഗാലണ്ടറി അവാർഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഗവൺമെന്റ് എന്ത് കൊടുക്കുള്ളൂ? എക്സംപ്ഷൻ കൊടുക്കുള്ളൂ. സിബിലിറ്റിയുടെ ഒരു സർക്കുലർ കൂടെ ഉണ്ട്. സിബിലിറ്റി സർക്കുലർ നമ്പർ 13/2019 ഡേറ്റഡ് 24/6/2019. ഈ സർക്കുലർ നമ്പർ ഒന്നും പഠിക്കണ്ട, ഈ മാറ്റർ അറിഞ്ഞിരുന്നാൽ മതി. സർക്കുലർ നമ്പർ പഠിക്കണ്ട, മാറ്റർ അറിഞ്ഞിരുന്നാൽ മതി. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ മാറ്റർ? എൻറ്റയർ ഡിസേബിലിറ്റി പെൻഷൻ, ദാറ്റ് ഇസ് ഡിസേബിലിറ്റി എലമെന്റ് ആൻഡ് ദ സർവീസ് എലമെന്റ് ഓഫ് പെൻഷൻ ഗ്രാൻഡ് ടു members of naval, military, air force who have been invalidated out of naval, military or air force service on account of bodily disability attributable to or aggravated by any such service would be exempted from tax. ഇപ്പോഴേ ഒരു എക്സാമ്പിൾ പറഞ്ഞ്, നിങ്ങൾ എയർഫോഴ്സിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. നിങ്ങൾ ആരായിരുന്നു? എയർഫോഴ്സിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ നിങ്ങൾ ഇഞ്ചേർഡായി, നിങ്ങളുടെ ഒരു കൈ പോയി എന്ന് വിചാരിക്കാം. നിങ്ങളുടെ എന്ത് പോയി? ഒരു കൈ പോയി. കൈ പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈറ്റർ ജെറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. യു വിൽ ബി എക്സ്പെൽഡ് ഫ്രം നേവി. എക്സ്പെൽഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ബേസിക്കലി അവർ പറയാ, നിങ്ങൾ നേവിയിൽ നിന്ന് നിർബന്ധിതമായും എന്ത് ചെയ്യേണ്ടി വരും? റിട്ടയർ ചെയ്ത് ഇറങ്ങേണ്ടി വരും. നേവി അല്ല, എയർഫോഴ്സിൽ നിന്ന്. ബിക്കോസ് യു കനോട്ട് ഫ്ലൈ എ ഫൈറ്റർ ജെറ്റ്. ഒരു കൈ ഇല്ലാണ്ട് നമുക്ക് ഫൈറ്റർ ജെറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി പറയാ ഇൻവാലിഡേറ്റഡ് ഔട്ട് ഓഫ് നേവൽ, മിലിറ്ററി ഓർ എയർഫോഴ്സ് എന്ന് പറയും. ഇൻവാലിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടുന്ന് എക്സ്പെൽ നിങ്ങൾ തന്നെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ പോകുന്നവർക്ക് എന്ത് കിട്ടും? ഡിസേബിലിറ്റി പെൻഷൻ കിട്ടും. ഡിസേബിലിറ്റി പെൻഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഡിസേബിലിറ്റി എലമെന്റിനും സർവീസ് എലമെന്റിനും. നിങ്ങൾക്ക് അംഗവൈകല്യം വന്നു തന്നെയല്ല, നിങ്ങൾ ഇത്ര നാൾ സർവീസും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും എന്തായിട്ട് കിട്ടാൻ പോകുന്നത്? പെൻഷനായിട്ട് കിട്ടാൻ പോകുന്നത്. അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. എയർഫോഴ്സോ നേവിയോ മിലിറ്ററിന്നോ ഇതുപോലെ അംഗവൈകല്യം വന്ന് നിങ്ങൾ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൊത്തം പെൻഷനും ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. കുറച്ച് ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫുള്ളി എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. അതിനെ ഒന്നും ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യില്ല? പിടിച്ച് ടാക്സ് ചെയ്യില്ല. ആർ യു ഓൾ ഹിയർ? ഇപ്പൊ എക്സാം ക്വസ്റ്റ്യനിൽ ഇതിൽ ഏത് എലമെന്റാ വരുന്നത് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. ഭൂരിഭാഗവും ഇതാണ് ചോദിക്കാൻ ചാൻസ്. ഈ ഒരു ഏരിയ എന്നാണ് ഭൂരിഭാഗവും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ബട്ട് സ്റ്റിൽ മൊത്തം പഠിച്ചു പോവുകയാണ് എപ്പോഴും നല്ലത്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇപ്പൊ പഠിച്ച കോമ്പൗണ്ട് ഏതാ? പെൻഷനാണ്. കമ്മ്യൂട്ടഡും ഉണ്ട്, അൺകമ്മ്യൂട്ടഡും ഉണ്ട്. കമ്മ്യൂട്ടഡിന് എക്സംപ്ഷൻ കിട്ടും 1010A. അൺകമ്മ്യൂട്ടഡ് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിളും ആയിരിക്കും അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ അത് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കുക. ക്വസ്റ്റ്യൻ ഷീറ്റ് പേജ് നമ്പർ ഏതാ? പേജ് നമ്പർ 5. ക്വസ്റ്റ്യൻ ഷീറ്റിലെ പേജ് നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കുക, വായിക്കുക, ആൻസർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. മിസ്റ്റർ സാഗർ റിട്ടയർഡ് ഓൺ 1st October 2025 റിസീവിംഗ് 5,000 പെർ മന്ത് ആസ് പെൻഷൻ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് 1st Octoberലാണ് കേട്ടോ. ദെൻ ഓൺ 1st February 2026 ഹി കമ്പ്യൂട്ടഡ് 60% ഓഫ് ഹിസ് പെൻഷൻ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, റിട്ടയർ ചെയ്തത് ഒക്ടോബറിലല്ലേ, കമ്മ്യൂട്ടേഷൻ നടന്നത് ഫെബ്രുവരിയിലല്ലേ. അപ്പൊ എത്ര മാസം ഫുൾ പെൻഷൻ കിട്ടിയിട്ടുണ്ട്? 4 മാസം അവന് ഫുൾ പെൻഷൻ കിട്ടിയിട്ടുണ്ട്. അത് എത്രയാ? 5,000 പെർ മന്ത് അല്ലേ? അല്ലേ? ദെൻ ഈ 1st February അവൻ മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തോ? ഇല്ലല്ലോ. 60% പെൻഷനല്ലേ കമ്മ്യൂട്ട് ചെയ്തുള്ളൂ. അപ്പോ ബാക്കി 40% 5,000 ഇവന് മന്ത്ലി ആയിട്ട് തന്നെ കിട്ടണ്ടേ?
വേണ്ടേ? മൊത്തം പെൻഷനും കമ്മ്യൂട്ട് ചെയ്തിട്ടില്ല. അവന്റെ മൊത്തം പെൻഷന്റെ 60% കമ്മ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 5000ന്റെ 40% പെൻഷൻ അവന് മാസം എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കും, കിട്ടിക്കൊണ്ടേ ഇരിക്കും. 5000ന്റെ 40% പറഞ്ഞാൽ എത്ര വരും? 2000 അല്ലേ? ഈ 2000 ഫെബ്രുവരിയിലും കിട്ടും, മാർച്ചിലും കിട്ടും. സോ ഇൻടു 2 months. അപ്പൊ മൊത്തം അൺകമ്പ്യൂട്ടഡ് പെൻഷൻ എത്ര കിട്ടും? 20,000, ദാറ്റ് ഇസ് 5000 into 4 plus 2000 into 2, that is 4000. So 24,000 ഇവൻ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് ഫുള്ളി എന്തുമായിരിക്കും? ടാക്സബിളും ആയിരിക്കും. ഇതാണ് ആദ്യത്തെ കാര്യം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ അതിൻ്റെ അകത്ത് കുറെ ഫിഗേഴ്സും പിക്ക് ചെയ്ത് എക്സംഷൻ ഇട്ട് നേരെ ആൻസർ എഴുതി വെക്കുകയല്ല ചെയ്യണ്ടേ. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹിന്റുകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ചാടി കയറി ഇക്വേഷൻ ഇട്ട് കുറെ ഫിഗേഴ്സും എടുത്ത് ആൻസർ കമ്പ്യൂട്ട് ചെയ്യരുത്. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചിട്ടേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താ പറഞ്ഞേക്കുന്നത്? യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ പെൻഷൻ അസ്യൂമിങ് ഹീസ് എ ഗവൺമെന്റ് എംപ്ലോയി. അപ്പൊ തുടങ്ങാം നമുക്ക്. ഓപ്ഷൻ എ, വാട്ട് ഇഫ് ഹീസ് എ ഗവൺമെന്റ് എംപ്ലോയി? ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമുക്കറിയാം കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് അല്ലേ? അല്ലേ? കമ്മ്യൂട്ടഡ് പെൻഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ നിൽ. അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എത്രയത്? 5000 into 4 plus 2000 into 2, that is 24,000 shall be taxable. അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ എന്ന് പറയുന്നത് 24,000 rupees ആണ്. ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വായിക്കാം. വാട്ട് ഇസ് ഓപ്ഷൻ ബി? ഹീസ് എ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി റിസീവിംഗ് ഗ്രാറ്റുവിറ്റി ഓഫ് 5 lakh at the time of retirement. ഇവൻ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണ്. അപ്പോൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എത്ര കിട്ടി? ഹൗ മച്ച് ഇസ് ദ കമ്മ്യൂട്ടഡ് പെൻഷൻ ദാറ്റ് ഹി റിസീവ്ഡ്? എത്ര കിട്ടിയത്? 3 ലക്ഷം അല്ലേ? അല്ലേ? അവൻ ഗ്രാറ്റുവിറ്റി കിട്ടുന്നവനാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ അപ്പൊ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? സെക്ഷൻ 10(10)(a) മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? ഇവൻ 60% പെൻഷൻ കമ്മ്യൂട്ട് ചെയ്തപ്പോഴല്ലേ 3 lakh. അപ്പൊ മൊത്തം പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? എത്ര കിട്ടിയേനെ? 5 lakhs. ആ 5 ലക്ഷത്തിന്റെ 1/3 അല്ലേ നിങ്ങൾ എക്സംഷൻ എടുക്കേണ്ടത്? എത്ര വരും 1/3 of 5 lakhs? Tell me the figure. 1,66,667 അല്ലേ? അത് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് എടുത്താൽ ബാക്കി എത്ര വരും? 1,33,333 വരും. അത് കൂടാതെ അൺകമ്മ്യൂട്ടഡ് പെൻഷൻ എത്ര വരും? 24,000 വരും. 5,000 into 4 plus 2,000 into 2. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ടോട്ടൽ ടാക്സബിൾ പെൻഷൻ, ടോട്ടൽ ടാക്സബിൾ പെൻഷൻ എത്രയാണ്? 1,57,333. This shall be the total taxable pension. തെറ്റിച്ച ആൾക്കാരെ കറക്റ്റ് ചെയ്തു. Option 3, what is option 3? He is a private sector employee who is not in receipt of gratuity. Gratuity കിട്ടാത്ത ഒരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണ് അവനെങ്കിൽ ആൻസർ എങ്ങനെ വരും നോക്കാം. ശ്രദ്ധിച്ചേ, എങ്ങനെ വരിക? ആദ്യം സി, കമ്മ്യൂട്ടഡ് പെൻഷൻ. നമുക്ക് കമ്മ്യൂട്ടഡ് പെൻഷനെ ആദ്യം ഡീൽ ചെയ്യാം. എത്ര കമ്മ്യൂട്ടഡ് പെൻഷൻ? സെയിം ഫിഗർ തന്നെയാണ്. കമ്മ്യൂട്ടഡ് പെൻഷൻ 3 lakhs. Then എത്രയാണ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10(10)(a)? നമുക്കറിയാം മൊത്തം 3,60,000 കമ്മ്യൂട്ടേഷനിലല്ലേ? അപ്പൊ മൊത്തം കമ്മ്യൂട്ട് ചെയ്യായിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? 5 കിട്ടിയേനെ. ആ 5ന്റെ 1/2, 5 lakhsന്റെ 1/2 ആണ് നിങ്ങളുടെ മാക്സിമം എക്സംഷൻ. ആൻഡ് ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് 5 lakhs into 1/2? Oh, how much is 5 lakhs into 1/2? 2,50,000 നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സോ ഹൗ മച്ച് വിൽ ബി ദ ടാക്സബിൾ കമ്മ്യൂട്ടഡ് പോർഷൻ? 50,000 പ്ലസ് അൺകമ്മ്യൂട്ടഡ്
pension 24,000. So altogether taxable pension is 74,000. Shall be the taxable pension. ഇങ്ങനെ വേണം നിങ്ങൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. എന്താണ് അടുത്ത ടോപ്പിക്ക് നോക്കിയേ. നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. What do you mean by gratuity? എന്താ ഗ്രാറ്റുവിറ്റി എന്ന് വെച്ചാൽ? അതായത് ഗ്രാറ്റുവിറ്റി ഈസ് അനദർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഒരു എംപ്ലോയറിന്റെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളൊരു 20 years അല്ലെങ്കിൽ 10 years അല്ലെങ്കിൽ 15 years ഒരു എംപ്ലോയർക്ക് വേണ്ടി പണിയെടുത്ത ഒരാളാണ്. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് നിങ്ങൾ ടാറ്റ പറഞ്ഞു പോവാണ് അല്ലേ? അപ്പൊ അങ്ങനെ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നന്ദി കാണിക്കാനായിട്ട് ഗ്രാറ്റിഷ്യസ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് എ താങ്ക്സ് ഗിവിംഗ് റിട്ടയർമെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് തരുന്നു? ഒരു ലംസം എമൗണ്ട് തരുന്നു ടു ഷോ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് 10 പൈസയുടെ ചെലവില്ല. എംപ്ലോയിക്ക് അതിൻ്റെ അകത്ത് 1 രൂപ പോലും മുടക്കില്ല. എംപ്ലോയർ റിട്ടയർമെന്റ് സമയത്ത് ഒരു പാരിതോഷികം പോലെ ടു ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ലംസം എമൗണ്ട് എംപ്ലോയിക്ക് കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാറ്റുവിറ്റി, വിച്ച് ഇസ് അനദർ റിട്ടയർമെന്റ് ബെനിഫിറ്റ് വിച്ച് ഇസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അപ്പൊ നമുക്ക് ഈ ഗ്രാറ്റുവിറ്റിയുടെ ട്രീറ്റ്മെന്റ് എന്താണ്, അത് കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗ്രാറ്റുവിറ്റി? Means a voluntary payment made gratuitously by the employer in appreciation of the services rendered by the employee. എംപ്ലോയി കുറെ നാളായിട്ട് എംപ്ലോയർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കാരണം എംപ്ലോയർ കൊടുക്കുന്ന ഒരു ഗ്രാറ്റിഷ്യസ് ആയിട്ടുള്ള ഒരു സമ്മിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാറ്റുവിറ്റി, വിച്ച് ഇസ് എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 10 സബ്സെക്ഷൻ 10 പ്രകാരം ഗ്രാറ്റുവിറ്റിക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. ആ എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ മനസ്സിലാക്കുക, സാധാരണഗതിയിൽ റിട്ടയർ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഗ്രാറ്റുവിറ്റി കിട്ടുക. പക്ഷേ ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു എന്നുണ്ടെങ്കിൽ പീരീഡ് ഓഫ് സർവീസിൽ തന്നെ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് ഗ്രാറ്റുവിറ്റി എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. ഇഫ് യു ആർ ഇൻ അർജന്റ് നീഡ് ഓഫ് മണി ഡ്യൂറിംഗ് യുവർ പീരീഡ് ഓഫ് സർവീസ് ഇറ്റ്സെൽഫ് യു ക്യാൻ വിഡ്രോ യുവർ ഗ്രാറ്റുവിറ്റി എമൗണ്ട്. അങ്ങനെ പീരീഡ് ഓഫ് സർവീസിൽ നിങ്ങൾ ഗ്രാറ്റുവിറ്റി എമൗണ്ട് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. So gratuity that you have withdrawn during your period of service shall be fully taxable. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടൂല. പിന്നെ എപ്പോഴും എക്സംഷൻ കിട്ടുള്ളൂ? റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റിക്ക് മാത്രമേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് കൊടുക്കുള്ളൂ? എക്സംഷൻ കൊടുക്കുള്ളൂ. നിങ്ങൾ പീരീഡ് ഓഫ് സർവീസിൽ വിഡ്രോ ചെയ്തെടുക്കുന്ന ഗ്രാറ്റുവിറ്റിക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? എക്സംഷൻ കിട്ടാൻ പോകുന്നില്ല. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത്. നിങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രാറ്റുവിറ്റി കിട്ടും. നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങളുടെ ലീഗൽ ഹയസിന് കിട്ടും. അതിനും നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, അണ്ടർ പെൻഷൻ കോഡ് റെഗുലേഷൻ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ദ മെമ്പേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസ്, എംപ്ലോയീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി എംപ്ലോയീസ്, സിവിൽ സർവൻസ് എക്സെട്ര ഫുള്ളി എക്സംപ്റ്റഡ്. ആർക്കൊക്കെ ഫുള്ളി എക്സംപ്റ്റഡ്? ഒന്ന്, നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി. നമുക്ക് ഈ സൈഡിൽ തുടങ്ങാം. മെമ്പേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസ്, എംപ്ലോയീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, എംപ്ലോയീസ് ഓഫ് സിവിൽ സർവീസ് എക്സെട്ര ഫുള്ളി എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഈ കാറ്റഗറി ഓഫ് എംപ്ലോയീസിന് ഫുള്ളി ഈ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി എക്സംപ്റ്റഡ് ആണ്. ഹൗഎവർ ഇഫ് യു ആർ അതർ എംപ്ലോയി, ഒരു പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വെദർ യു ആർ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. എന്ത് ഈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് 1972? ശ്രദ്ധിക്കുക. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് 1972 പ്രകാരം നിങ്ങളൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയോ ആണെന്ന് വിചാരിക്കുക. മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിന് മിനിമം ഇത്ര രൂപ എന്ത് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇപ്പൊ നിങ്ങളൊരു ഫാക്ടറിയാണ്, അവിടെ 20 കൂടുതൽ എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് എല്ലാം തന്നെ റിട്ടയർമെന്റിന്റെ സമയത്ത് മാൻഡേറ്ററി ആയിട്ട് എന്ത് കൊടുക്കണം? ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം എന്ന് പറയുന്ന ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് 1972. ഇനി ഞാനൊരു ചെറിയ സെറ്റപ്പാണ്, 5 എംപ്ലോയീസേ ഉള്ളൂ, ഒരു ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുഞ്ഞ് സെറ്റപ്പാണ്. എനിക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് എൻ്റെ എംപ്ലോയീസിന് എന്ത് കൊടുക്കാം? ഗ്രാറ്റുവിറ്റി കൊടുക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സെക്ഷനിലേക്ക് പോകും. നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് 1972. അപ്പൊ നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് ഗ്രാറ്റുവിറ്റീസ് ആക്ട് പ്രകാരമാണെങ്കിൽ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൽ ബി ദ എക്സംഷൻ. എന്തൊക്കെ ലിമിറ്റ്? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. ഫസ്റ്റ് വൺ ₹20 lakh. 2,
ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. 3 15/26 into last drawn salary into completed year of service or part thereof in excess of 6 months. എന്താണ് ഒന്നുകൂടെ വായിച്ചേ? 15/26. എന്ത് 15/26? ഒരു മാസം 26 വർക്കിംഗ് ഡേയിൽ 15 വർക്കിംഗ് ഡേയുടെ സാലറി, അതാണ് 15/26 ഇൻറ്റു, ഇത് ലാഡ് അല്ല കേട്ടോ, ലാസ്റ്റ് എന്നാണ്, ടി ആക്കണേ, ലാസ്റ്റ് ഡ്രോൺ സാലറി എന്നാക്കണേ. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, LAST ആണ്, ലാസ്റ്റ് ഡ്രോൺ സാലറി. എന്ത് ലാസ്റ്റ് ഡ്രോൺ സാലറി? നിങ്ങൾ ഒന്നിലെ മരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്, അവസാനം നിങ്ങൾ ഡ്രോ ചെയ്ത സാലറി എത്രയോ അതിൽ ഇൻറ്റു 15/26, അതിൽ 26 വർക്കിംഗ് ഡേയിലെ 15 വർക്കിംഗ് ഡേയുടെ സാലറി ഇൻറ്റു എത്ര വർഷത്തെ സർവീസ് ഉണ്ടോ അത്രയും, ഓർ പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months. എന്ത് പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 months? 10 വർഷവും 8 മാസമാണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ അത് എത്രയായിട്ട് റൗണ്ട് ചെയ്യണം? 11 റൗണ്ട് ചെയ്യണം. 10 വർഷവും 2 മാസമാണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ 10 തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൗണ്ട് ചെയ്താൽ മതി. പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6, 6ൽ കൂടുതൽ മാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു കംപ്ലീറ്റഡ് ഇയർ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്തിട്ട് വേണം ഈ മാത്ത് എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. ശ്രദ്ധിച്ചേ. അപ്പൊ പോയിന്റ് സിമ്പിളാണ്. നിങ്ങൾ ആരാ? റിട്ടയറിംഗ് എംപ്ലോയി അല്ലെങ്കിൽ നിങ്ങൾ ഡെത്ത് വരികയാണ്, നിങ്ങൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് 1972 പ്രകാരം ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ എത്ര എക്സംഷൻ? either ₹20 lakh or actual gratuity received, or 15/26 into last drawn salary into completed year of service or part thereof in excess of 6 months. അപ്പൊ ഇവിടെ ഈ ലാസ്റ്റ് ഡ്രോൺ സാലറി എന്താണെന്നാണ് അടുത്ത ചോദ്യം. സാലറിക്ക് ഡെഫിനിഷൻ ഉണ്ടോ? ഉണ്ട്. എന്താ അവിടുത്തെ സാലറി ഡെഫിനിഷൻ? സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പ്ലസ് DA. വെറുതെ DA എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ആ DA എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. വെറുതെ ബേസിക് പ്ലസ് DA എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓൾ ടൈപ്സ് ഓഫ് DA യു ഹാവ് ടു കൺസിഡർ. നമ്മൾ ഇന്നലെ ഒരു ഡെഫിനേഷൻ പഠിച്ചായിരുന്നല്ലോ, അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ ഒരു ഡെഫിനേഷൻ പഠിച്ചായിരുന്നല്ലോ, സ്റ്റാൻഡേർഡ് സാലറി. ഓർക്കുന്നുണ്ടോ? ബേസിക് സാലറി പ്ലസ് DA if it forms part of retirement benefit or commission if it is expressed as fixed percentage of your total turnover എന്നല്ലേ പറഞ്ഞേ. ആ ഡെഫിനേഷൻ ആണ് ഇവിടെ സാലറിക്ക് അല്ല. ഇവിടെ സിമ്പിൾ ബേസിക് പ്ലസ് DA. അപ്പൊ എല്ലാ തരം DAയും നിങ്ങൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അപ്പൊ ഒരു സംശയം, ഇഫ് യു ആർ എ പേഴ്സൺ നോട്ട് കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട്, നിങ്ങൾ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് ആക്ട് പ്രകാരം കവേർഡ് അല്ലെങ്കിൽ എക്സംഷൻ ഷാൽ ബി ലീസ്റ്റ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിലെ ലോവർ ആണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? എക്സംഷൻ ആയിട്ട് എടുക്കേണ്ടത്. എത്രയത്? 20 lakhs തന്നെ, ഓർ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് തന്നെ. മൂന്നാമത്തെ ലിമിറ്റിലാണ് വ്യത്യാസം. എന്താ മൂന്നാമത്തെ ലിമിറ്റ്? 1/2 into based on average of last 10 months salary into completed year of service. ഇവിടെ പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 എന്നുണ്ടോ? ഇവിടെ പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 എന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എത്ര? 10 വർഷവും 8 മാസവുമാണ് സർവീസ് എങ്കിൽ 10 വർഷം തന്നെ എടുത്താൽ മതി. പാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. ഇഗ്നോർ ദ ഫ്രാക്ഷൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ടോ? പാർട്ട് ദെയർ ഓഫ് ഇൻ എക്സസ് ഓഫ് 6 എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും കംപ്ലീറ്റഡ് ഇയർ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഫ്രാക്ഷൻസ് എന്ത് ചെയ്തോണം? ഇഗ്നോർ ചെയ്തോണം. അപ്പോൾ അവസാനത്തെ ലിമിറ്റ് നമുക്ക് നോക്കാം. 1/2 into based on average of last 10 months salary. In the average of last 10 months salary, കഴിഞ്ഞ 10 മാസത്തെ സാലറിയുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ 10. അതിപ്പോ 10 മാസത്തെ സാലറിയിൽ ചേഞ്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡ്രോൺ സാലറി തന്നെ ആയിരിക്കും അത്, അല്ലേ? പക്ഷെ കഴിഞ്ഞ 10 മാസത്തിനിടയ്ക്ക് വല്ല ഇൻക്രിമെന്റോ വ്യത്യാസമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് ഫിഗർ മാറും. സോ ഇൻക്രിമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 മാസത്തെ സാലറി ആഡ് ചെയ്യുക ആൻഡ് ഡിവൈഡഡ് ബൈ 10. നൗ ഇവിടെ സാലറിക്ക് ഡെഫിനേഷൻ ഉണ്ട്. സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് DA if forms part of retirement benefit plus commission which is expressed as a fixed percentage of turnover. ഈ ഡെഫിനേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഡെഫിനേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. കഴിഞ്ഞ സെഷനിൽ സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറഞ്ഞ് പഠിച്ച ഡെഫിനേഷൻ അല്ലേ അത്? എന്താ പറഞ്ഞത്? ബേസിക് സാലറി പ്ലസ് DA forms part of the retirement benefit plus commission if it is expressed as a fixed percentage of your total turnover, അല്ലേ? ഇനി അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ബ്രാക്കറ്റിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബേസ്ഡ് ഓൺ last 10 months average salary immediately preceding the month of retirement. ഓർത്തെ, ഒക്ടോബറിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത്, ഒക്ടോബർ 31 റിട്ടയർ ചെയ്യുന്നതെങ്കിൽ ഒക്ടോബർ മാസത്തെ സാലറി എക്സ്ക്ലൂഡ് ചെയ്ത് പുറകോട്ടുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ് വേണം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ? കൺസിഡർ ചെയ്യാൻ. എക്സ്ക്ലൂഡിംഗ് ദ മന്ത് ഓഫ് റിട്ടയർമെന്റ്. റിട്ടയർ ചെയ്യുന്ന മാസത്തെ സാലറി നിങ്ങൾ എടുക്കരുത്, അതിന് പുറകോട്ടുള്ള 10 മാസത്തെ സാലറിയുടെ ആവറേജ് വേണം നിങ്ങൾ ഇവിടെ കാൽക്കുലേഷന് വേണ്ടി എന്ത് ചെയ്യാൻ? യൂട്ടിലൈസ് ചെയ്യാൻ. Are you with me? അപ്പം നമുക്കിതൊന്ന് സമ്മപ്പ് ചെയ്യാം.
നമ്മളിപ്പോൾ എന്തിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗ്രാറ്റുവിറ്റിയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഗ്രാറ്റുവിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ് ആണ് നിങ്ങൾ ഗ്രാറ്റുവിറ്റി വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി എന്താണ്? ടാക്സബിൾ ആണ്. യാതൊരു എക്സംഷനും ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. റിട്ടയർമെന്റിന്റെയോ ഡെത്തിന്റെയോ സമയത്താണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? 1010A പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാം. അത് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, ഡിഫൻസ് സർവീസസ്, ലോക്കൽ അതോറിറ്റി, സിവിൽ സർവൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എക്സംഷൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ whether you are covered under payment of gratuities act or not, if you are covered under payment of gratuities act 3 ലിമിറ്റാണ്. അതിൽ ലോവർ ആണ് നിങ്ങളുടെ എക്സംഷൻ. ഏതൊക്കെയാണ് 3 ലിമിറ്റ്? 20 actual gratuity receipt or 15/26 into last drawn salary into completed year of service or part thereof in excess of 6 months. Last drawn salary there means retiring monthly basic plus DA. If you are not covered under payment of gratuities act ആണെങ്കിലോ 20 lakhs or or actual gratuity receipt or 1/2 into last 10 months average standard salary into completed year of service, whichever is lower. Okay ആണോ? ഓക്കെ ആണോ? ഇവിടെ ഒരു 2-3 പോയിന്റുകളൂടെ പറയാനുണ്ട്. എന്താണ് അടുത്ത പോയിന്റ്? ഫസ്റ്റ് പോയിന്റ്, വേർ ഗ്രാറ്റുവിറ്റി is received from 2 or more employers in the same year or different year, whatever it is, then aggregate amount of gratuity exempted from tax cannot exceed 20 lakhs. അതെന്താ അത്? നിങ്ങളെ 2 എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്. മോർണിംഗ് ഷിഫ്റ്റ് A ലിമിറ്റഡിലും ഈവനിങ് ഷിഫ്റ്റ് B ലിമിറ്റഡിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആദ്യം A ലിമിറ്റഡിൽ നിന്ന് റിട്ടയർ ചെയ്തു. A ലിമിറ്റഡിൽ നിന്ന് എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. ഗ്രാറ്റുവിറ്റി കിട്ടി. 12 ലക്ഷമാണ് ഗ്രാറ്റുവിറ്റി കിട്ടിയത്. ആ 12-ന് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്തു? 1010A പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്തു. കാരണം 12 ആയിരുന്നു ലോവർ, ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആയിരുന്നു ലോവർ. അപ്പൊ നിങ്ങൾ ആ 12-നും എന്ത് ക്ലെയിം ചെയ്തു? എക്സംഷൻ ക്ലെയിം ചെയ്തു. ആർ യു വിത്ത് മീ? എന്നിട്ട് നിങ്ങൾ ആ വർഷം തന്നെ B ലിമിറ്റഡിൽ നിന്ന് എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. ആ വർഷം തന്നെ നിങ്ങൾ എവിടുന്ന് റിട്ടയർ ചെയ്തു? B ലിമിറ്റഡിൽ നിന്ന് റിട്ടയർ ചെയ്തു. നൗ ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ യു അഗൈൻ ക്ലെയിം എക്സംഷൻ? ഓൾറെഡി A ലിമിറ്റഡിൽ നിന്ന് റിട്ടയർ ചെയ്ത് 12 ലക്ഷത്തിന് എക്സംഷൻ എടുത്താണ് നിങ്ങൾ ആ വർഷം തന്നെ B ലിമിറ്റഡിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ക്യാൻ യു ക്ലെയിം ദ ബെനിഫിറ്റ് ഓഫ് എക്സംഷൻ അഗൈൻ? ആൻസർ ഇസ് യെസ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ രണ്ടാമത്തെ എക്സംഷൻ ക്ലെയിം ചെയ്യുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് സാധാരണ 20 അല്ലേ? ആ 20-ൽ നിന്ന് ആദ്യം ക്ലെയിം ചെയ്ത എക്സംഷൻ 8 കുറച്ച് ബാക്കി 12 കുറച്ച് ബാക്കി 8 നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. 8 or actual gratuity received or whatever it is, 15/26 or 1/2, whatever the limit is. Are you with me? അപ്പോൾ ഒരു വർഷം നിങ്ങൾ 2 കമ്പനിയിൽ നിന്നും ഇതുപോലെ റിട്ടയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഉള്ള എക്സംഷൻ തുക എത്രയോ അത് സ്റ്റാറ്റ്യൂട്ടറി ഫിഗറിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ളത് മാത്രമേ സ്റ്റാറ്റ്യൂട്ടറി ഫിഗർ രണ്ടാമത്തെ എക്സംഷൻ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യമേ നിങ്ങൾ 20 ലക്ഷത്തിന് എക്സംഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗ്രാറ്റുവിറ്റി റെസിപ്റ്റിന് എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല എന്നാണ് അർത്ഥം. ഒരാൾക്കൊരു ലൈഫിൽ മാക്സിമം 20 lakhs എക്സംഷൻ എടുക്കാൻ പറ്റുള്ളൂ, നോട്ട് മോർ ദാൻ ദാറ്റ്. ഇതിപ്പോ നിങ്ങൾ ഒരു കമ്പനി ജോയിൻ ചെയ്ത് ആദ്യം A ലിമിറ്റഡിൽ ജോയിൻ ചെയ്തു, അവിടെ നിന്ന് റിട്ടയർ ചെയ്തു, ഒരു 10 കൊല്ലത്തിന് ശേഷം B ലിമിറ്റഡിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണെങ്കിലും സെയിം. അതാണ് ഈ പോയിന്റ്. വേർ ഗ്രാറ്റുവിറ്റി is received in any earlier year from former employer and again received from another employer in later year, the limit of 20 lakh will be reduced by the amount of gratuity exempted earlier. ഒരേ വർഷം തന്നെ റിട്ടയർ ചെയ്യണമെന്നില്ല കേട്ടോ, മൾട്ടിപ്പിൾ ഇയർ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിലും സെയിം കോൺസെപ്റ്റാണ്. ആദ്യത്തെ റിട്ടയർമെന്റിൽ എത്ര എക്സംഷൻ എടുത്തോ ആ എമൗണ്ട് നിങ്ങൾ രണ്ടാമത്തെ റിട്ടയർമെന്റിലെ സ്റ്റാറ്റ്യൂട്ടറി ഫിഗറിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ളതേ സ്റ്റാറ്റ്യൂട്ടറി ഫിഗർ ആയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണോ പറഞ്ഞത്? ആണോ? ഓർത്ത് വെക്കുക. ആൻഡ് വാട്ട് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്? The exemption in respect of gratuity would be available even if gratuity is received by the widow, children, dependents of a deceased employee. മരണാനന്തരം ഗ്രാറ്റുവിറ്റി കിട്ടുക നിങ്ങളുടെ ഡിപ്പെൻഡൻസിനായിരിക്കുകയല്ലേ, അവർക്കും എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. നോട്ട് 1, ഗ്രാറ്റുവിറ്റി റിസീവ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ് ഇസ് ഫുള്ളി ടാക്സബിൾ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പീരീഡ് ഓഫ് സർവീസിൽ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാം നമുക്ക്, ഈ ഗ്രാറ്റുവിറ്റി റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, സോ ദാറ്റ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ബി ബെറ്റർ. ക്വസ്റ്റ്യൻ 5 എടുത്തിട്ട് സോൾവ് ചെയ്തേ. ക്വസ്റ്റ്യൻ 5 നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എക്സാമിന് ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒരൊറ്റ ലെങ്തി ക്വസ്റ്റ്യൻ്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരിക്കും. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റിക്ക് ഓരോരോ കമ്പണന്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. ലെങ്തി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ 5 ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ ആൻസർ ചെയ്യാം. മിസ്റ്റർ രവി റിട്ടയർഡ് ഓൺ 15/6/2025 after completion of 26 years and 8 months of service. Received gratuity of 15 lakh at the time of retirement. His salary was basic DA commission bonus. Compute his taxable gratuity assuming he's a private sector employee covered by Payment of Gratuities Act 1972. അപ്പോൾ കേസ് 1 ഇയാൾ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയി ആണ്, കവേർഡ് അണ്ടർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുറ്റീസ് ആക്ട് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഒരുമിച്ച് ചെയ്യാനായിട്ട് നമുക്കറിയാം. ആദ്യം ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നമുക്ക് എടുത്തെഴുതാം. എത്ര അവന്റെ ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്? Gratuity received. How much is his gratuity received, friends? Tell me. 15 ലക്ഷം രൂപയല്ലേ അവന്റെ മൊത്തം ഗ്രാറ്റുവിറ്റി കിട്ടിയത്. ഇനി അണ്ടർ സെക്ഷൻ 1010A യു ടെൽ മീ ഹൗ മച്ച് ഓൾ ആർ ദ എക്സംഷൻ. ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് 20 lakhs. 3 ആക്ച്വൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 15. നാലാമത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ അല്ലേ? എന്താ നാലാമത്തെ ലിമിറ്റ്? 15/26 into last drawn salary അല്ലേ? what is the last drawn salary over there? basic salary plus DA അല്ലേ? എത്ര ബേസിക് സാലറി? 50,000 അല്ലേ? DA എത്രയാ? മൊത്തം 10,000. അത് മൊത്തം എടുക്കണം. into complete year of service or part thereof in excess of 6 months. എത്രയുണ്ട്? 26 വർഷവും 8 മാസത്തെ അല്ലേ സർവീസ്? 27 ആയിട്ട് വേണം നിങ്ങൾ അതിനെ കൗണ്ട് ചെയ്യാൻ. എത്ര വരും? മൂന്നാമത്തെ മാത്ത് 9,34,615. അപ്പൊ അതല്ലേ ലോവർ അല്ലേ? സോ 9,34,615 കുറച്ചാൽ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി എത്ര വരും? Tell me how much is the taxable gratuity figure coming? 5,65,385. So case A is sold. What is case B? He is a private sector employee and not covered by Payment of Gratuities Act. അപ്പോൾ മൂന്നാമത്തെ ലിമിറ്റിൽ മാത്രമല്ലേ ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമുള്ളൂ. ശരി, നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയത് മൊത്തം ഒന്ന് എഴുതി വെക്കാം. എത്ര ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്? 15 ലക്ഷം തന്നെ. 3 ലിമിറ്റുകൾ ഏതൊക്കെയാ? ഐദർ ₹20 lakh or actual gratuity received 15 lakh or 1/2 into എന്താ നമ്മൾ പഠിച്ചേ? ലാസ്റ്റ് 10 months ആവറേജ് സ്റ്റാൻഡേർഡ് സാലറി എന്നല്ലേ നമ്മൾ പഠിച്ചത്? അത് നമുക്ക് ഇവിടെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. എത്ര ഇവന്റെ അവസാനത്തെ ബേസിക് സാലറി ആയിട്ട് ഉമാർ 50,000 അല്ലേ പറയുന്നത് പെർ മന്ത് അല്ലേ? ദെൻ ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5 ലക്ഷം വരും. 5 ലക്ഷം. ദെൻ ഹൗ മച്ച് ഇസ് ദ DA? സ്റ്റാൻഡേർഡ് സാലറിക്കകത്ത് DA എന്ന് പറഞ്ഞാൽ മൊത്തം 10,000 എടുക്കാൻ പാടില്ല. അതില് 60% അല്ലേ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാവുന്നുള്ളൂ. ഇൻറ്റു 10 മാസം എന്ന് പറയുമ്പോൾ എത്ര വരും? 60,000 അല്ലേ വരിക അല്ലേ? ഇനി കമ്മീഷൻ എക്സ്പ്രസ്ഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. ഒരു വർഷത്തെ ടേൺ ഓവർ 1,20,00,000 എന്നല്ലേ പറയുന്നത്? ഒരു വർഷത്തെ കമ്മീഷൻ അപ്പൊ എത്രയാ? 1% അല്ലേ? അല്ലേ? 10 മാസത്തെ കമ്മീഷൻ ഇൻറ്റു 10/12 എത്ര വരും? 10 മാസത്തെ കമ്മീഷൻ 1 lakh. അപ്പൊ ചുരുക്കം പറഞ്ഞ 10 മാസത്തെ ടോട്ടൽ സാലറി എത്ര വരും? 6,60,000 അല്ലേ വരിക? ആവറേജ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 10. സോ 10 months ആവറേജ് സാലറി എത്ര വരും? 66,000 rupees വരും. ക്ലിയർ ആണോ? നോക്കിയേ, നമ്മൾ 50,000 പെർ മന്ത് ആണ് ഇൻറ്റു 10 എടുത്തു. ദെൻ ഡിയർനസ് അലവൻസ് 10,000ന്റെ 60% റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാകുന്നത്. സോ 6,000 ഇൻറ്റു 10 ദാറ്റ് വിൽ ബി 60,000. കമ്മീഷൻ ടേൺ ഓവർ, ഒരു വർഷത്തെ ടേൺ ഓവറിന്റെ 1% കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കമ്മീഷനാണ്. ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 മാസത്തെ കമ്മീഷൻ കിട്ടും. ആ 10 മാസത്തെ കമ്മീഷനാണ് 1 ലക്ഷം. എന്നിട്ട് ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6,60,000. അത് 10 മാസത്തെ സാലറിയാണ്. അതിന്റെ ആവറേജ് അല്ലേ എടുക്കണ്ടേ? സോ ഡിവൈഡഡ് ബൈ 10 ദാറ്റ് വിൽ ബി 66,000. Are you all here? ക്ലിയർ അല്ലേ പറഞ്ഞത്? നൗ അപ്പോ
ഈ 66,000 ഇൻറ്റു കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്, അവിടെ ഫ്രാക്ഷൻസ് ഇഗ്നോർ ചെയ്യണം. 26 എത്ര വരും? മൂന്നാമത്തെ ആ മാത്ത് 8,58,000 റൗണ്ട് ഫിഗർ. അപ്പൊ അതല്ലേ ലോവർ വരിക. സോ 8,58,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ എത്ര വരും ടാക്സബിൾ ഗ്രാറ്റുവിറ്റി? Taxable gratuity 6,42,000 shall be the taxable gratuity. What is case number C? Case C, he is a government employee. Government employee എന്നല്ല പറയുന്നത്. അപ്പോൾ fully exempted. Taxable gratuity shall be 0. Shall be 0 or nil. That is the final answer. Clear ആണോ? Yes. ആണോ? So friends, we are about to discuss what is annuity. അടുത്ത component of salary ആണ്. Salary headലെ അടുത്ത taxable component ആണ് annuity. നോക്കിയേ, എന്താ annuity? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് gratuity അല്ലേ? ഇനി നമ്മൾ annuity ആണ് പഠിക്കുന്നത്. എന്താ annuity? Annuity means yearly sum or grant received by a person. Annuity എന്ന് പറഞ്ഞാൽ yearly sum അല്ലെങ്കിൽ grant ഒരാൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? annuity എന്ന് പറയുക. അതായത് ഇത്രേ ഉള്ളൂ. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ എംപ്ലോയർ എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു ആനുവൽ സം കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആന്വിറ്റി. ആർ യു വിത്ത് മീ? ബേസിക് സാലറിയും ബാക്കിയുള്ള കമ്മീഷനും ബോണസും എല്ലാം മന്ത്ലി ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ആന്വിറ്റി എന്ന് പറഞ്ഞാൽ എനി അതർ ആനുവൽ സം വിച്ച് ഇസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു ദി എംപ്ലോയി ഓൺ അക്കൗണ്ട് ഓഫ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അപ്പോൾ ആന്വിറ്റി സിംപ്ലി മീൻസ് an annual sum given by the employer to the employee on account of employer-employee relationship. Now ഇതിലെ പോയിന്റുകൾ എന്തൊക്കെയാന്ന് നോക്കിയേ. ആന്വിറ്റി റിസീവ്ഡ് ഫ്രം പ്രസന്റ് എംപ്ലോയർ. എന്താ പ്രസന്റ് എംപ്ലോയർ? ഇപ്പൊ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനി നിങ്ങൾക്ക് ഒരു ആന്വിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ടാക്സബിൾ സാലറി അണ്ടർ ദിസ് ഹെഡ്. ഈ ഹെഡിൽ തന്നെ സാലറി ആയിട്ട് നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനി എന്തെങ്കിലും ആനുവൽ സം തന്നിട്ടുണ്ടെങ്കിൽ അത് സാലറി ഹെഡിൽ തന്നെ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. രണ്ട്, ആന്വിറ്റി റിസീവ്ഡ് ഫ്രം പാസ്റ്റ് എംപ്ലോയർ. എന്താ പാസ്റ്റ് എംപ്ലോയർ? നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഒരു ആന്വിറ്റി കിട്ടുന്നതെങ്കിൽ ടാക്സബിൾ ആസ് പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി. എന്താ പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി? സാലറി പോലെ തന്നെ കിട്ടിയ ഒരു സമ്മായിട്ട് അതിനെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അതാണ് പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി. സാലറി പോലെ തന്നെ കിട്ടിയ എമൗണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആർ യു വിത്ത് മീ? അപ്പോ നിങ്ങളുടെ പ്രസന്റ് എംപ്ലോയിയുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് സാലറി തന്നെയാണ്. പാസ്റ്റ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അത് സാലറി പോലെ കിട്ടിയ ഒരു സമ്മായിട്ട് ട്രീറ്റ് ചെയ്ത് സാലറി ഹെഡിൽ തന്നെ പിടിച്ച് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഇനി ആന്വിറ്റി റിസീവ്ഡ് ഫ്രം എനി അതർ പേഴ്സൺ. എംപ്ലോയറിന്റെ കയ്യിൽ നിന്നല്ല കിട്ടിയത്, വേറെ ആരെങ്കിലുമാണ് നിങ്ങൾക്ക് ഒരു ആനുവൽ സം തന്നതെന്നുണ്ടെങ്കിൽ അത് IFOസിലെ ടാക്സബിൾ ആവുകയാണെങ്കിൽ ടാക്സബിൾ ആവുള്ളൂ. ഒരിക്കലും എവിടെ ടാക്സബിൾ ആവില്ല? സാലറിയിൽ ടാക്സബിൾ ആവില്ല. വൈ? ബിക്കോസ് ദർ ഇസ് നോ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അവിടെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ മാത്രമല്ലേ സാലറി ഹെഡിൽ ഒരു ഇൻകം ടാക്സബിൾ ആകുള്ളൂ. അതുകൊണ്ട് ഇനി അതർ പേഴ്സന്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾക്ക് ആന്വിറ്റി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സാലറി ഹെഡിൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സിമ്പിൾ അല്ലേ? സോ ട്രീറ്റ്മെന്റ് ഓഫ് ആന്വിറ്റി ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പ്രസന്റ് എംപ്ലോയർ സാലറി, പാസ്റ്റ് എംപ്ലോയർ അഗെയിൻ സാലറി ബൈ കോളിംഗ് ഇറ്റ് ആസ് പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി. Then you got that annuity from some other person, not under salary, not under house property, not under PGVP, not under capital gain. Then it can be assessed under IFOS, income from other source. Okay ആണോ പറഞ്ഞത് എല്ലാവർക്കും? ആണോ? അടുത്ത കോമ്പണന്റിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള അടുത്ത കോമ്പണന്റ് എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് ലീവ് സാലറി ഓർ ലീവ് എൻകാഷ്മെന്റ് വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 1010AA. ലീവ് സാലറി അല്ലെങ്കിൽ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയും. കേട്ടിട്ടുണ്ട് ഈ വാക്ക്? ലീവ് സാലറി ഓർ ലീവ് എൻകാഷ്മെന്റ്. ഇപ്പൊ എനിക്കൊരു കമ്പനിയിൽ ലീവ് സാലറി എന്താന്ന് ഞാൻ പറയാം. എനിക്കൊരു കമ്പനിയിൽ ഒരു വർഷം 30 ദിവസം ലീവ് എടുക്കാം. എന്തെടുക്കാം? 30 ദിവസം ലീവ് എടുക്കാമെന്ന് വിചാരിക്കാം. ഞാൻ ആ കമ്പനിയിൽ 10 കൊല്ലം വർക്ക് ചെയ്തു. എത്ര കൊല്ലം വർക്ക് ചെയ്തു? 10 കൊല്ലം വർക്ക് ചെയ്തു. ഇമാജിൻ, ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഒരു ദിവസം പോലും ഞാൻ ലീവ് എടുത്തിട്ടില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ കമ്പാരിറ്റീവ്ലി ലീവ് എല്ലാം എടുത്തവനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു 300 ദിവസം കൂടുതൽ വർക്ക് ചെയ്തിട്ടില്ലേ? ഇല്ലേ? എന്തി 300 ദിവസം കണക്ക്? ഒരു വർഷം എനിക്ക് 30 ദിവസം ലീവ് എടുക്കായിരുന്നു. ഞാൻ ഒരു ദിവസം പോലും ലീവ് എടുത്തില്ലല്ലോ. അപ്പൊ ഞാൻ 30 ദിവസം അഡീഷണലി ആ വർഷം വർക്ക് ചെയ്തിട്ടില്ലേ? അങ്ങനെ 10 വർഷം ഞാൻ വർക്ക് ചെയ്തില്ലേ? അപ്പൊ 300 ദിവസം അഡീഷണലി ഞാൻ വർക്ക് ചെയ്തിട്ടില്ലേ? റിട്ടയർമെന്റിന്റെ സമയത്ത് ഞാൻ എന്ത് ചോദിക്കും? എനിക്ക് ആ 300 ദിവസത്തെ എന്തും കൂടെ തരണം, സാലറി കൂടെ തരണം എന്ന് ചോദിച്ച് മേടിക്കില്ലേ? ചില കമ്പനികൾ അങ്ങനെ കൊടുക്കുകയും ചെയ്യും. നമ്മൾ ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയും. അങ്ങനെ റിട്ടയർ ചെയ്യുന്ന സമയത്ത്
നിങ്ങൾ നിങ്ങളുടെ ലീവ് ബാലൻസ് മുഴുവൻ എൻകാഷ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ എൻകാഷ് ചെയ്തത് മുഴുവൻ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടിയ എമൗണ്ട് അല്ലേ? അപ്പൊ അത് മുഴുവൻ നിങ്ങൾ നിങ്ങളുടെ ടാക്സബിൾ സാലറി ആക്കി മാറ്റേണ്ടതല്ലേ? അല്ലേ? അത് ടാക്സബിൾ സാലറി ആക്കണം. പക്ഷെ നിങ്ങൾക്ക് സെക്ഷൻ 10(10)(a) പറഞ്ഞിട്ടുള്ളത് പോലെ എന്ത് ക്ലെയിം ചെയ്യാം? ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആർ യു ഓൾ ലിസണിങ്? നോക്കിയേ, ലീവ് എൻകാഷ്മെന്റ് മീൻസ് അൺഅവെയിൽഡ് ലീവ് ക്രെഡിറ്റ് എൻകാഷ്ഡ് ബൈ ദ എംപ്ലോയർ. അൺഅവെയിൽഡ് ആയിട്ടുള്ള ലീവ് ക്രെഡിറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് എൻകാഷ് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലീവ് എൻകാഷ്മെന്റ്. ശ്രദ്ധിക്കുക. ഇനി വർഷാവർഷം ഇയർ എൻഡില് നിങ്ങൾ ലീവ് എൻകാഷ് ചെയ്ത് എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാറ്റുവിറ്റി റിസീവ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് സർവീസ് ഫുള്ളി ടാക്സബിൾ ആണെന്നല്ലേ നേരത്തെ പറഞ്ഞേ? ലൈക്ക് വൈസ് വർഷാവർഷം നിങ്ങൾ ലീവ് എൻകാഷ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ റിട്ടയർമെന്റിന്റെ സമയത്തോ അല്ലെങ്കിൽ ഡെത്തോ റിലേറ്റഡ് ആയിട്ടാണ് ഒറ്റയടിക്കാണ് നിങ്ങൾ ലീവ് എൻകാഷ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. വി കൻ സേ ലീവ് എൻകാഷ്മെന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. അപ്പോൾ ഒരു ലംസം എമൗണ്ട് അല്ലേ കിട്ടുക? അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? താഴെ പറയുന്നത് പോലെ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? വായിച്ചേ. റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ് വെദർ ഓൺ സൂപ്പർ ആനുവേഷൻ ഓർ അതർവൈസ്. നിങ്ങൾ മുൻകൂട്ടി നേരത്തെ റിട്ടയർ ചെയ്യോ അല്ലെങ്കിൽ ഓൺ ഏജ് റിട്ടയർ ചെയ്യുകയോ ചെയ്താലും നിങ്ങൾക്ക് റിട്ടയർമെന്റിന്റെ സമയത്ത് ലീവ് എൻകാഷ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ. ഇനി എങ്ങനെ എക്സംഷൻ? ബൈ എ ഗവൺമെന്റ് എംപ്ലോയി. സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കയ്യിൽ ഫുൾ ലീവ് എൻകാഷ്മെന്റും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ? ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കയ്യിൽ ഫുൾ ലീവ് എൻകാഷ്മെന്റും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അവന്മാര് ടെക്നിക്കലി എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും. ഇനി ബൈ അതർ എംപ്ലോയീസോ? എന്താ അതർ എംപ്ലോയീസ്? പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ്, നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആയിരിക്കും എക്സംഷൻ. എന്താണ്? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആയിരിക്കും എക്സംഷൻ. എന്താ ഒന്നാമത്തെ ലിമിറ്റ്? സ്റ്റാറ്റ്യൂട്ടറി ഫിഗർ ആണ് 25 ലക്ഷം രൂപ. 25 lakhs സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടെന്താ? ലീവ് സാലറി ആക്ച്വലി റിസീവ്ഡ്. എൻകാഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയത്? ദാറ്റ് ഇസ് ലിമിറ്റ് നമ്പർ 2. ലിമിറ്റ് നമ്പർ 3 എന്താ? 10 months സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഓഫ് ലാസ്റ്റ് 10 months പ്രിസീഡിംഗ് ദ റിട്ടയർമെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ കഴിഞ്ഞ 10 മാസത്തെ സാലറിയുടെ ടോട്ടൽ. മൂന്നാമത്തെ ലിമിറ്റ് എന്താ? അവസാനത്തെ 10 മാസത്തെ സാലറിയുടെ ടോട്ടൽ. ആൻഡ് വാട്ട് ഇസ് സാലറി? ഈ ഡെഫിനിഷൻ എവിടെയും കണ്ടിട്ടുണ്ടോ? ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ആസ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ഓഫ് ദി എംപ്ലോയർ. എവിടെങ്കിലും ഈ ഡെഫിനിഷൻ കണ്ടിട്ടുണ്ടോ? ഏത് ഡെഫിനിഷനാ ഇത്? സ്റ്റാൻഡേർഡ് സാലറിയുടെ ഡെഫിനിഷൻ അല്ലേ കിടക്കുന്നേ? അല്ലേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 10 months സാലറി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനത്തെ 10 മാസത്തെ സ്റ്റാൻഡേർഡ് സാലറിയുടെ ടോട്ടൽ എടുക്കുക. എന്താ അവസാനത്തെ 10 മാസം? നിങ്ങൾ റിട്ടയർ ചെയ്യല്ലേ? ആ റിട്ടയർ ചെയ്യുന്ന തൊട്ടുള്ള ഒരു 10 മാസത്തെ എന്തെടുക്കുക? സ്റ്റാൻഡേർഡ് സാലറിയുടെ ടോട്ടൽ എടുക്കുക. വെരി സിമ്പിൾ. അവസാനത്തെ ലിമിറ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ അവസാനത്തെ ലിമിറ്റ്? ഒന്ന് വായിച്ചേ. ക്യാഷ് ഈക്വലന്റ് ഓഫ് അൺഅവെയിൽഡ് ലീവ് ടു ഹിസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഒന്ന് ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം ഒന്ന് വായിച്ചേ. എന്താ അത്? എന്താ അതിന്റെ അർത്ഥം? വാട്ട് യു മീൻ ബൈ ക്യാഷ് ഈക്വലന്റ് ഓഫ് അൺഅവെയിൽഡ് ലീവ് ടു ഹിസ് ക്രെഡിറ്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്? വാട്ട് യു മീൻ ബൈ ദാറ്റ്? റിട്ടയർമെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ ലീവ് ബാലൻസ് ഉള്ളത് അതിന്റെ ക്യാഷ് ഈക്വലന്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അല്ലേ? അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം ആ നോട്ട്. എന്താ നോട്ട്? ഏൺഡ് ലീവ് എൻടൈറ്റിൽമെന്റ് കനോട്ട് എക്സീഡ് 30 days ഫോർ എവറി ഇയർ ഓഫ് ആക്ച്വൽ സർവീസ്. 1. 2, അതിനെ ക്യാഷ് ഇക്വലന്റ് ആക്കുമ്പോൾ ബേസ്ഡ് ഓൺ ലാസ്റ്റ് 10 months ആവറേജ് സാലറി ആയിട്ട് വേണം നിങ്ങൾ അതിനെ ക്യാഷ് ഇക്വലന്റ് ആക്കാൻ. ഇതെന്താണെന്ന് മനസ്സിലാകാൻ ഞാനൊരു എക്സാമ്പിൾ തരാം. ബാക്കി 3 ലിമിറ്റിന് എക്സാമ്പിൾ ഒന്നും ആവശ്യമില്ല. 25 lakhs സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, ആക്ച്വൽ ലീവ് എൻകാഷ്മെന്റ് നേരെ എടുക്കുക, അവസാനത്തെ 10 മാസത്തെ സ്റ്റാൻഡേർഡ് സാലറി എടുക്കാനോ എക്സാമ്പിളിന്റെ ആവശ്യമില്ല. പക്ഷെ അവസാനത്തെ ലിമിറ്റ് കുറച്ച് ടെക്നിക്കലാണ്. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് നമുക്ക് എന്ത് നോക്കാം? ഒരു എക്സാമ്പിൾ നോക്കാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എന്താ പരിപാടി എന്ന് വെച്ചാലേ, ഇമാജിൻ ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. A ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. കമ്പനി പോളിസി എവറി ഇയർ 40 days ലീവ് കിട്ടും. 40 days ലീവ് എവറി ഇയർ. എല്ലാ വർഷവും എനിക്ക് 40 ദിവസം എന്തെടുക്കാം? ലീവ് എടുക്കാം. ഇതാണ് കമ്പനി പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ആ കമ്പനിയിലെ 25 വർഷം എന്ത് ചെയ്തു? സർവീസ് ചെയ്തു. അല്ല വേണ്ട, 20 വർഷം സർവീസ് ചെയ്തു. 20 years സർവീസ് ഉണ്ട്. 20 years കംപ്ലീറ്റഡ് സർവീസ് എന്ന് നമുക്ക് പറയാം.
ഇവിടെ ഫ്രാക്ഷൻസ് എപ്പോഴും ഇഗ്നോർ ചെയ്തോണേ, കംപ്ലീറ്റഡ് സർവീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ഒരു 20 വർഷ കാലയളവിൽ 100 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്, 100 days ലീവ് എടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? കമ്പനി കണക്ക് പ്രകാരമുള്ള എൻ്റെ ബാലൻസ് ലീവ് ക്രെഡിറ്റ് എത്രയായിരിക്കും? കമ്പനി കണക്ക് പ്രകാരമുള്ള, കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരമുള്ള എൻ്റെ ബാലൻസ് ലീവ് എത്രയായിരിക്കും? 40 ദിവസമല്ലേ ഒരു വർഷത്തെ ലീവ്? അങ്ങനെ 20 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ മൊത്തം 800 days അല്ലേ എൻ്റെ മൊത്തം ലീവ്? അതിൽ 100 ദിവസമല്ലേ ഞാൻ ലീവ് എടുത്തിട്ടുള്ളത്? അപ്പൊ എൻ്റെ ലീവ് ബാലൻസ് എന്ന് പറഞ്ഞാൽ 700 ദിവസമല്ലേ? ഈ 700 ദിവസത്തെ ഇക്വലന്റ് സാലറി ആയിരിക്കല്ലേ അവന്മാർ തരുന്നത്? അല്ലേ? ഈ 700 ദിവസത്തെ ഇക്വലന്റ് സാലറി ആയിരിക്കും കമ്പനി എനിക്ക് തരുന്നത്, അല്ലേ? എന്നാൽ ലിമിറ്റ് നമ്പർ 4 എന്താ പറയുന്നത്? ഈ ഫിഗർ ആണോ എടുക്കണ്ടേ? അല്ല. ലിമിറ്റ് നമ്പർ 4 പറയുന്നു ഒരു വർഷം കമ്പനി എത്രയോ ലീവ് തന്നോട്ടെ, അതൊരിക്കലും 30 ദിവസത്തിന് മുകളിലേക്ക് പോകാൻ പാടില്ല. അതായത് കമ്പനി പോളിസി അനുസരിച്ച് ഒരു വർഷത്തെ ലീവ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 40 അല്ലേ? പക്ഷെ ലീവ് ബാലൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വർഷം 30 മാക്സിമം നിങ്ങൾ ലീവ് എൻടൈറ്റിൽമെന്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ചുരുക്കം പറഞ്ഞ 30 ദിവസം പെർ ഇയർ ഇൻറ്റു 20 വർഷം എന്ന് പറയുമ്പോൾ 600 ദിവസമല്ലേ മൊത്തം ലീവ്? അതിൽ 100 ദിവസമല്ലേ നിങ്ങൾ ലീവ് എടുത്തത്? അപ്പൊ 500 ദിവസത്തിന്റെ എൻകാഷ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ലിമിറ്റ് നമ്പർ 4 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഈ 500 ദിവസത്തിന് എങ്ങനെ നിങ്ങൾ എൻകാഷ് ചെയ്യണ്ടേ? 500/30 days, ഒരു മാസം 30 ദിവസം ഉണ്ടെന്ന് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് 10 months ആവറേജ് സാലറി വെച്ചിട്ട് വേണം അതിനെ എന്താക്കാൻ? എൻകാഷ്മെന്റ് ആക്കാൻ. എന്താ ലാസ്റ്റ് 10 months ആവറേജ് സാലറി? അവസാനത്തെ 10 മാസത്തെ സ്റ്റാൻഡേർഡ് സാലറി ഡിവൈഡഡ് ബൈ 10. അപ്പം നിങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടും, മന്ത്ലി ആവറേജ് സ്റ്റാൻഡേർഡ് സാലറി കിട്ടും. ദാറ്റ് ഇൻടു 500 divided by 30. എന്താ 30യുടെ ലോജിക്ക്? മൊത്തം 500 ദിവസമല്ലേ? ഒരു മാസം 30 ദിവസം ഉള്ളതായിട്ട് ട്രീറ്റ് ചെയ്യുക. 500/30 വിൽ ബി ദി ഇക്വലന്റ് നമ്പർ ഓഫ് മന്ത്സ് ഇൻടു ലാസ്റ്റ് 10 months ആവറേജ് സ്റ്റാൻഡേർഡ് സാലറി വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. എന്ത് ഫിഗർ കിട്ടുന്നോ ദാറ്റ് വിൽ ബി യുവർ ലിമിറ്റ് നമ്പർ 4. ആർ യു വിത്ത് മീ? ആ ലിമിറ്റ് ഒന്നുകൂടെ നോക്കിയേ, 4th ലിമിറ്റ് മാത്രം ഒന്നുകൂടെ നോക്കിയേ. ക്യാഷ് ഈക്വലന്റ് ഓഫ് അൺഅവെയിൽഡ് ലീവ് based on last 10 months average salary to his credit at the time of retirement. Earned leave entitlement cannot exceed 30 days for every year of actual service എന്നാണ് അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. Are you all with me? അപ്പൊ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എന്തിനെ പറ്റിയാ? ലീവ് എൻകാഷ്മെന്റിനെ പറ്റിയല്ലേ നമ്മൾ പഠിച്ചത്. ലീവ് എൻകാഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കാത്ത ലീവിനെ നമ്മൾ എന്ത് ചെയ്ത് പോകുന്നു? എൻകാഷ് ചെയ്ത് പോകുന്നു. അങ്ങനെ റിട്ടയർമെന്റിന്റെ സമയത്താണ് നിങ്ങൾ അത് എൻകാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 10(10)AA പ്രകാരം എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി എത്ര എക്സംഷൻ? ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, സ്റ്റേറ്റോ സെൻട്രോ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എക്സംഷൻ. ഇനി നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി അല്ല എന്നുണ്ടെങ്കിൽ 25 lakhs ഓർ ലീവ് സാലറി ആക്ച്വലി റിസീവ്ഡ് ഓർ ലാസ്റ്റ് 10 months ടോട്ടൽ സ്റ്റാൻഡേർഡ് സാലറി ഓർ ക്യാഷ് ഇക്വലന്റ് ഓഫ് ലീവ് ക്രെഡിറ്റ്. ആ ലീവ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ 1 year entitlement cannot exceed 30 days. ആൻഡ് വൺ മോർ തിങ്, അതിനെ എൻകാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 10 മാസത്തെ ആവറേജ് സ്റ്റാൻഡേർഡ് പെർ മന്ത് സാലറി വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? എൻകാഷ് ചെയ്യാനൊന്നും അല്ലേ അവന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അല്ലേ? പേടിക്കണ്ട. ഇനിയും മനസ്സിലാത്ത ആൾക്കാർക്ക് നമുക്കൊരു പ്രോപ്പർ പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് എന്തായിക്കോളും? കത്തിക്കോളും. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഐഡിയ കിട്ടിയില്ലേ? മോർ ദൻ സഫിഷ്യന്റ്. നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതിന് മുന്നേ 1-2 നോട്ടുകളോടുണ്ട്, അതോടെ പറഞ്ഞേക്കാം. എന്താ ഫസ്റ്റ് നോട്ട്? ഒന്ന് വായിക്കാവോ? Where leave salary is received from 2 or more employers in the same previous year, then aggregate amount of leave salary exempted from tax cannot exceed 25 lakhs. നമ്മൾ ഗ്രാറ്റുവിറ്റിയിൽ സിമിലർ ആയിട്ടുള്ള ഒരു നോട്ട് പറഞ്ഞതല്ലേ? നിങ്ങൾ ആദ്യം A ലിമിറ്റഡ് എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. അവിടുന്ന് നിങ്ങൾ ലീവ് സാലറി എൻകാഷ് ചെയ്തു. അവിടെ എൻകാഷ് ചെയ്തപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് എന്തെടുത്തു? എക്സംഷൻ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ലീവ് എൻകാഷ്മെന്റിന്റെ സമയത്ത് ആ 25 lakhs സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിൽ എത്ര കുറയ്ക്കണം? 10 കുറച്ച് ബാക്കിയുള്ള 15 നിങ്ങൾ എന്തായിട്ട് എടുക്കാൻ പാടുള്ളൂ? സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അത് 2 കമ്പനിയിലാണെങ്കിലും സെയിം. വേർ ലീവ് സാലറി ഇസ് റിസീവ്ഡ് ഇൻ earlier previous year from a former employer and again received from another employer in a later previous year, the limit of 25 lakhs will be reduced by amount of leave salary exempt earlier. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരാളുടെ ലൈഫ് ടൈമിൽ അയാൾക്ക് മാക്സിമം എക്സംഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 25 ലക്ഷത്തിന് മുകളിലേക്ക് പോകാൻ പാടില്ല. ഓൾറെഡി ഒരു എക്സംഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സംഷൻ എടുത്ത എമൗണ്ട് രണ്ടാമത്തെ കമ്പ്യൂട്ടേഷന്റെ സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ഫിഗർ എന്ത് ചെയ്യണം? നെറ്റ് ഓഫ് ചെയ്യണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആർ യു വിത്ത് മീ? സംഗതി കേൾക്കുമ്പോൾ ഇത് കുറച്ച് കൊനഷ്ടായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് യാതൊരു കൊനഷ്ടവും ഇല്ല. ദിസ് ഇസ് പ്രിറ്റി സിമ്പിൾ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് അത് എന്തായിക്കോളും? ക്ലിയർ ആയിക്കോളും.
ക്വസ്റ്റ്യൻ നമ്പർ 6 എടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 അടുത്ത പേജിൽ കുറച്ചുണ്ട് കേട്ടോ. അത് പേജ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ മറക്കല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 6 പേജ് ഒന്ന് മറച്ചു നോക്കിയിട്ട് അടുത്ത പേജിലുള്ള ആ സാധനം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണേ. അപ്പോൾ 6 എടുത്ത് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ ഫ്രണ്ട്സ്, സോ ലിസൺ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ ഗുപ്ത, ലിസൺ. Mr. Gupta retired on 1/12/2025 after 20 years and 10 months of service, receiving leave salary of 5 lakh. Other details of his salary income are basic salary, dearness allowance, commission, bonus, leave salary during the service 480 days ആണ് മൊത്തം leave during the service. He entitled to 30 days leave every year. You are required to compute his taxable leave salary assuming he is a government employee. എന്താ he is a government employee? Nil, because fully exempted ആണ് അല്ലേ. If he is a non-government employee, then we have to compute. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ആൻസർ ചെയ്യാം. I'll read question from here. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ആദ്യം മൊത്തം ലീവ് സാലറി നമുക്ക് ഒന്ന് എഴുതി വെക്കാം. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ലീവ് സാലറി? ലീവ് സാലറി എത്ര കിട്ടിയത്? 5 ലക്ഷം അല്ലേ മൊത്തം കിട്ടിയത് അല്ലേ. എക്സംഷൻ അണ്ടർ സെക്ഷൻ 1010AA എന്ന് പറയുന്നത് എത്ര എക്സംഷൻ? 4 ലിമിറ്റ് ആണ്. either rupees 25 lakhs or actual leave salary received, that is rupees 5 lakhs. മൂന്നാമത്തേതാണ് ലാസ്റ്റ് 10 months സ്റ്റാൻഡേർഡ് സാലറി എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ. ആ 10 months സ്റ്റാൻഡേർഡ് സാലറി നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. എങ്ങനെ വരും എന്നുള്ളത് അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു വർക്കിംഗ് നോട്ട് എഴുതാം. അവസാന 10 മാസം എന്ന് പറഞ്ഞാൽ ശരിക്കും റിട്ടയർമെന്റ് മന്ത് ഡിസംബർ 1 തീയതിയല്ലേ റിട്ടയർമെന്റ് മന്ത്. അപ്പൊ അവസാനത്തെ 10 മാസം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്, ഏപ്രിൽ, മാർച്ച് ആൻഡ് ഫെബ് അല്ലേ. ഇങ്ങനെയൊന്നും നിങ്ങൾ എക്സാമിന് എഴുതണ്ട കേട്ടോ. അത് ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അവസാനത്തെ 10 മാസം എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഇവിടുത്തെ സാലറി എങ്ങനെയൊക്കെയാ? അവസാനത്തെ 5000 ആണ് അല്ലേ. ഇവിടെ ഒക്കെ 5000 ആണ്. 5000, 5000, 5000, 5000, 5000, 5000. ഇനി ഇവരെന്താ പറയുന്നത്? എന്നൂട്ടിയുടെ ഇൻക്രിമെന്റ് വന്നേ. ഫസ്റ്റ് ഏപ്രിൽ തൊട്ടിട്ടല്ലേ ഇൻക്രിമെന്റ് വന്നേ. അപ്പൊ ഇൻക്രിമെന്റിന് മുന്നേ എത്രയായിരുന്നു? 4000 ആയിരുന്നു അല്ലേ. അപ്പൊ കഴിഞ്ഞ 10 മാസത്തെ ബേസിക് സാലറിയുടെ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി? 5000 into 8 plus 4000 into 2 അല്ലേ. ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ? 48,000. 48,000 വരും ടോട്ടൽ ബേസിക് സാലറി. ഇനി ഹൗ മച്ച് ഇസ് ദ DA? DA എന്ന് പറയുന്നത് എത്രയാ? 3000 പെർ മന്തിന്റെ 60% അല്ലേ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമാവുന്നേ. ഇൻറ്റു 10 മാസം എന്ന് പറയുമ്പോൾ എത്ര വരും? 18,000 അല്ലേ വരുന്നേ അല്ലേ. കമ്മീഷൻ എടുക്കണോ? വേണ്ട, കാരണം സ്റ്റാൻഡേർഡ് സാലറിയിൽ കമ്മീഷൻ പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ ആണെങ്കിൽ മാത്രം എടുത്താൽ പോരെ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കഴിഞ്ഞ 10 മാസത്തെ സ്റ്റാൻഡേർഡ് സാലറിയുടെ ടോട്ടൽ എത്ര വരിക? 66,000 അല്ലേ കഴിഞ്ഞ 10 മാസത്തെ സാലറിയുടെ ടോട്ടൽ. അതല്ലേ ലിമിറ്റ് നമ്പർ 3 അല്ലേ. 66,000 രൂപയാണ് നമ്മുടെ ലിമിറ്റ് നമ്പർ 3 വരുന്നത് കഴിഞ്ഞ 10 മാസത്തെ സാലറിയുടെ ടോട്ടൽ. സോ 66,000. ദാറ്റ് ഈസ് വർക്കിംഗ് നോട്ട് നമ്പർ 1. നൗ നാലാമത്തെ ലിമിറ്റ് എന്താ? വാട്ട് ഇസ് ദ ഫോർത്ത് ലിമിറ്റ്? ക്യാഷ് ഇക്വലന്റ് ഓഫ് ലീവ് ബാലൻസ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ കമ്പനി പോളിസി അനുസരിച്ച് ഒരു വർഷം 30 ദിവസമല്ലേ ലീവ് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ അവിടെ വേറൊന്നും ഓൾട്ടർ ചെയ്യാനില്ല. നമുക്ക് നോക്കാം. അപ്പോ 30 ലീവ് ഇയർ ഇൻറ്റു എത്ര വർഷത്തെ കംപ്ലീറ്റഡ് സർവീസ് ഉണ്ട് പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരന്? എത്രയുണ്ട്? 20 years and some months അല്ലേ. എപ്പോഴും കംപ്ലീറ്റഡ് ഇയറിന് ലീവ് സാലറി കിട്ടൂല കേട്ടോ. പാർട്ട് ഓഫ് മന്തിന് ഒരിക്കലും കിട്ടില്ല. സോ ഇൻറ്റു 20 years. അപ്പോൾ മൊത്തം ലീവ് എൻടൈറ്റിൽമെന്റ് എത്ര? ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ ലീവ് എൻടൈറ്റിൽമെന്റ്? 600 ദിവസം അല്ലേ. പുള്ളി എത്ര ലീവ് എടുത്തിട്ടുണ്ട്? ആക്ച്വൽ ലീവ് 480 ദിവസം അല്ലേ പുള്ളിയുടെ ആക്ച്വൽ ലീവ്. അപ്പൊ എത്ര ബാലൻസ്? 120 ദിവസം അല്ലേ പുള്ളിയുടെ ബാലൻസ്. ഇതിനെങ്ങനെ എൻകാഷ് ചെയ്യേണ്ടത്? ഡിവൈഡ് ബൈ 30 ഇൻറ്റു കഴിഞ്ഞ 10 മാസത്തെ ആവറേജ് സ്റ്റാൻഡേർഡ് സാലറി എടുക്കണം എന്നല്ലേ പറഞ്ഞേ. 10 മാസത്തെ സാലറി 66,000 അല്ലേ. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 10 6,500 വരും അല്ലേ. അപ്പൊ ഈ ലിമിറ്റ് എത്ര വരും? 26,400.
നാലാമത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 26,400 വരും. സോ ദാറ്റ് ഇസ് ലിമിറ്റ് നമ്പർ 4, 26,400. വർക്കിംഗ് നോട്ട് നമ്പർ 2. അപ്പോൾ ഇതിൽ ഏതാ ലോവർ? 26,400. അത് നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഹൗ മച്ച് ഇസ് ദ ബാലൻസ്? ടാക്സബിൾ ലീവ് എൻകാഷ്മെന്റ് എത്രയാണ്? 4,73,600 shall be the taxable leave encashment. I hope it is clear. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ലീവ് എൻകാഷ്മെന്റ് ആണ്. നമുക്ക് അടുത്ത കമ്പോണന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് കുറച്ച് വലിയ കമ്പോണന്റ് ആണ്, കുറച്ച് സമയമെടുക്കും പറഞ്ഞു തീർക്കാൻ. ട്രീറ്റ്മെന്റ് ഓഫ് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയും. സോ പ്രോവിഡന്റ് ഫണ്ട്, ദാറ്റ്സ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ് റൈറ്റ് നൗ. നമ്മൾ ഭയങ്കര പാടാണെന്ന് ചോദിച്ചാൽ അല്ല, കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ. ഇവിടെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര പാടൊന്നുമല്ല ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു കറസ്പോണ്ടിങ് സാധനം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് പ്രോവിഡന്റ് ഫണ്ട് എന്നൊന്ന് പഠിച്ചിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അതായത് പ്രോവിഡന്റ് ഫണ്ട് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് അനദർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു എംപ്ലോയി അവന് നല്ല കാലത്ത് അവൻ വർക്ക് ചെയ്യുന്നു, അവന് മാസം മാസം എന്ത് കിട്ടുന്നു? ശമ്പളം കിട്ടുന്നു. അവന്റെ റിട്ടയർമെന്റ് വരെ അവൻ ഇങ്ങനെ മാസം മാസം ശമ്പളം കിട്ടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ, അല്ലേ? എന്നാൽ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അവൻ എന്ത് പോവും? അവൻ ആ ശമ്പളം മുഴുവൻ പോവും, പിന്നെ പെൻഷൻ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ റിട്ടയർമെന്റ് കഴിഞ്ഞ് അവർ ശരിക്കും പറഞ്ഞാൽ കുറെ നാളുകൾ ബാക്കിയില്ല. ഇപ്പോൾ ഒരു 60-ആം വയസ്സിൽ റിട്ടയർ ചെയ്താൽ ഒരു എങ്ങനെ പോലെ ഒരു 10-15 കൊല്ലം അവന് ജീവിക്കണം ബാക്കി, അല്ലേ? ഇത് ജീവിക്കാനുള്ള പൈസ അവന്റെ കയ്യിൽ ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ പുറകെ വരും. ആ സഹായം വേണം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ വേണം, മറ്റേ സഹായം വേണം, ഈ സഹായം വേണം, ക്ഷേമ പെൻഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിന്റെ പുറകെ വരില്ലേ? അപ്പൊ ഗവൺമെന്റ് പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ പുറകെ വരരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ സേവിങ്സ് ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഉപദേശിച്ച് വിട്ടാൽ ഏതെങ്കിലും ഒരുത്തൻ സേവിങ്സ് ഉണ്ടാക്കുമോ? ഇല്ല. അതിന് പകരം ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം ചെയ്തു, പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട്? നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശമ്പളത്തിന്റെ ഒരു ചെറിയ പോർഷൻ ഈ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങളുടെ എംപ്ലോയറും ഈക്വൽ കോൺട്രിബ്യൂഷൻ എങ്ങോട്ടേക്ക് ചെയ്യണം? പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ മാസവും നിങ്ങളുടെയും നിങ്ങളുടെ എംപ്ലോയറിനെയും കോൺട്രിബ്യൂഷൻ ഈ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഉണ്ടാവും. അത് അവിടെ കിടന്ന കോൺട്രിബ്യൂഷൻസ് ഇങ്ങനെ കടന്ന് വളരും, വിത്ത് ഇൻട്രസ്റ്റ് അത് കടന്ന് വളർന്ന് റിട്ടയർമെന്റിന്റെ സമയമാകുമ്പോൾ അത് എന്തായി മാറും? ഒരു ലംസം എമൗണ്ട് ആയി മാറും. ആ ലംസം എമൗണ്ട് റിട്ടയർമെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാം? വിഡ്രോ ചെയ്ത് എടുക്കാം. അങ്ങനെ വിഡ്രോ ചെയ്താൽ നിങ്ങൾക്ക് പൈസയ്ക്ക് റിട്ടയർമെന്റിന് ശേഷം ലംസം എമൗണ്ടിന് ഒരു ക്ഷാമം ഉണ്ടാകില്ല. നിങ്ങളെ പീരീഡ് ഓഫ് സർവീസിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യിക്കുകയാണ്? പൈസ സേവ് ചെയ്യിക്കുകയാണ്. റിട്ടയർമെന്റിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ലംസം എമൗണ്ട് എന്ത് ചെയ്തെടുക്കാം? വിഡ്രോ ചെയ്ത് എടുക്കാം. ഇനി പ്രോവിഡന്റ് ഫണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആണോ? അല്ല. നിങ്ങളും നിങ്ങളുടെ എംപ്ലോയറും രണ്ടുപേരും കൂടിയാണ് നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ട് എന്താക്കുന്നത്? ഗ്രോ ആക്കുന്നത്. അത് റിട്ടയർമെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? ഒരു ലംസം എമൗണ്ട് ആയിട്ട് എടുക്കാം. ആർ യു വിത്ത് മീ? അപ്പൊ ഇതാണ് ടെക്നിക്കലി പ്രോവിഡന്റ് ഫണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോവിഡന്റ് ഫണ്ടിന്റെ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കുമ്പോഴും അത് വിഡ്രോ ചെയ്യുമ്പോഴും ഒക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് പഠിക്കണം. സോ ട്രീറ്റ്മെന്റ് ഓഫ് പ്രോവിഡന്റ് ഫണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, 4 തരം പ്രോവിഡന്റ് ഫണ്ടുകളുണ്ട്. എത്രയുണ്ട്? 4 തരം പ്രോവിഡന്റ് ഫണ്ടുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് SPF. എന്താ ഫുൾ ഫോം? സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയും. എന്താ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്? പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടുകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതേ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? സ്വപ്നം കാണണ്ട. സ്വപ്നം കണ്ടോ? പിന്നെ കണ്ടോ? ഇപ്പോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ പ്രോവിഡന്റ് ഫണ്ടിലെ ഫസ്റ്റ് പ്രോവിഡന്റ് ഫണ്ട് ഏതാ? SPF, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോവിഡന്റ് ഫണ്ടുകളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഏതൊക്കെ സെക്ടറിലുള്ള എംപ്ലോയീസ് ആയി പ്രോവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് അപ്ലൈ ടു ഗവൺമെന്റ് എംപ്ലോയീസ്, റെയിൽവേസ്, സെമി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലോക്കൽ ബോഡീസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഓൾ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങളിപ്പോൾ കോളേജ് പ്രൊഫസർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേയിലെ എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? SPF ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് ആയിരിക്കും. പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1925 പ്രകാരമാണ് നിങ്ങളുടെ എംപ്ലോയറും നിങ്ങളും പ്രോവിഡന്റ് ഫണ്ട് എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്. പ്രോവിഡന്റ് ഫണ്ട് വിച്ച് ഇസ് മെയിൻറ്റെയിൻഡ് ആസ് പെർ പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1925. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോവിഡന്റ് ഫണ്ട് എന്താ? വായിച്ചേ. RPF. ആൻഡ് വാട്ട് ഇസ് ദ ഫുൾ ഫോം? Recognized Provident Fund. അതെന്താ സാധനം? മീൻസ് പ്രോവിഡന്റ് ഫണ്ട്
റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻകം ടാക്സ്. എന്താ അത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ടാവാം. ഇപ്പൊ ടാറ്റ പോലുള്ള ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ്, ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ n നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ, ബ്ലൂ ചിപ്പ് കമ്പനി അല്ലേ ടാറ്റ മോട്ടോഴ്സ് അല്ലേ, ഒരുപാട് എംപ്ലോയീസ് ഉള്ള കാരണം അവർക്ക് വേണമെങ്കിൽ സ്വന്തമായി ഒരു പ്രൊവിഡന്റ് ഫണ്ട് എന്ത് ചെയ്യാം, ഓൺ ചെയ്യാം. എന്നിട്ട് അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് എന്ത് ചെയ്തെടുക്കാം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാം. അങ്ങനെ ഒരു ഫണ്ടാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എന്നാൽ ഞാനൊരു ചെറിയ കമ്പനിയാണെന്ന് വിചാരിക്കുക, AB ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചെറിയൊരു കമ്പനിയാണ്, ഒരുപാട് എംപ്ലോയീസ് ഒന്നും ഇല്ല. അപ്പോൾ സ്വന്തമായ ഒരു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ തലവേനയല്ലേ. എനിക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ലൈക്ക് LICയോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ എനിക്ക് എൻ്റെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് രണ്ടും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് തന്നെയായിരിക്കും. ഒന്നിലെ സ്വന്തമായി ഫണ്ട് തുടങ്ങുക, ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് റെക്കഗ്നൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ബോത്ത് ആർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അവസാനത്തെ പോയിന്റ്, അവസാനത്തെ അല്ല, തേർഡ് ഫണ്ട് ഏതാ, തേർഡ് ടൈപ്പ് ഓഫ് ഫണ്ട് എന്താ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, URPF. എന്താ അത്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എന്തായിരിക്കും ആ പ്രൊവിഡന്റ് ഫണ്ട്? നിങ്ങൾ തന്നെ ഒരു പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങി, എന്നിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ആപ്ലിക്കേഷൻ അയക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അൺറെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ആസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. മീൻസ് എ ഫണ്ട് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെക്കഗ്നൈസ് ചെയ്യാത്ത ഫണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുക. ആൻഡ് വാട്ട് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്, അവസാനത്തെ പോയിന്റ് എന്താ, PPF, ദാറ്റ് ഇസ് സെഡ് ടു ബി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇപ്പൊ ഞാനൊരു സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക. ഞാനാരാ, സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എന്താ സെൽഫ് എംപ്ലോയിഡ്? വാട്ട് യു മീൻ ബൈ സെൽഫ് എംപ്ലോയിഡ്? ഐ ഡോണ്ട് ഹാവ് ആൻ എംപ്ലോയർ. ഞാനൊരു പ്രൊഫഷണൽ ആണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം വർക്ക് ചെയ്യുന്ന ഒരാളാണ്, എനിക്കൊരു എംപ്ലോയർ ഇല്ല. സ്വയം തൊഴിൽ സംരംഭകൻ എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലേ. സെൽഫ് എംപ്ലോയിഡ് ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുകയാണ്, ഇങ്ങനെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ എനിക്ക് കുറെ കൊല്ലം കഴിയുമ്പോൾ എനിക്ക് പഴയ പോലെ വർക്ക് ചെയ്യാൻ പറ്റാതാവുമല്ലോ. ഇപ്പോൾ ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. നമ്മൾ ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ ഐ ക്യാൻ ഓപ്പൺ എ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഇൻ എ നാഷണലൈസ്ഡ് ബാങ്ക് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ആസ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. Operated under Public Provident Fund Act 1968. A membership of fund is open to every individual. ആർക്ക് വേണമെങ്കിലും PPF അക്കൗണ്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അവിടെ എംപ്ലോയർ ഒന്നും ഉണ്ടാവില്ല, ഞാൻ തന്നെ ആ ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. കുറെ കൊല്ലം കഴിയുമ്പോൾ ആ ഫണ്ട് മെച്ചർ ആവും, എനിക്കൊരു ലംസം എമൗണ്ട് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. Are you with me? 4 ഫണ്ടുകൾ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തേ? SPF, ഷോർട്ട് ഫോം പറഞ്ഞാൽ മതി. SPF, RPF, URPF, PPF. SPF is statutory, RPF is recognized, URPF is unrecognized, PPF is public. ഓക്കെ അല്ലേ? ഈ ഓരോ പ്രൊവിഡന്റ് ഫണ്ടിലേക്കും നിങ്ങൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റും പിന്നീട് ആ പ്രൊവിഡന്റ് ഫണ്ട് മെച്ചുറായി അവിടുന്ന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ള ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഘട്ടമായിട്ടാണ് ഇതിന് ട്രീറ്റ്മെന്റ് പഠിക്കുക. ഒന്ന് അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ്, 2 അറ്റ് ദ ടൈം ഓഫ് വിഡ്രോവൽ. എന്താ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ്? ഇമാജിൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും ഇല്ലേ? നമുക്ക് അതിനൊന്ന് വരച്ചു വെക്കാം ഇവിടെ. അതായത് ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഒരു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് PF അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ എംപ്ലോയർ, ഇത് എംപ്ലോയി. അപ്പോൾ എംപ്ലോയർ എംപ്ലോയിക്ക് മാസ ശമ്പളം, മന്ത്ലി സാലറി കൊടുക്കും. മന്ത്ലി സാലറി 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. 10,000 രൂപയാണ് PF ആയിട്ട് എംപ്ലോയി എന്ത് ചെയ്യുന്നത്, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ബാക്കി 90,000 രൂപയായിരിക്കും എംപ്ലോയിയുടെ കയ്യിൽ എന്തായിട്ട് കിട്ടുക, മന്ത്ലി സാലറി ആയിട്ട് കിട്ടുക. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 10,000 രൂപ ആര് കട്ട് ചെയ്തെടുക്കും, എംപ്ലോയർ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എംപ്ലോയിയുടെ പോക്കറ്റിൽ നിന്നും കൂടെ, എംപ്ലോയറിന്റെ പോക്കറ്റിൽ നിന്നും കൂടെ ഒരു 10,000 ഇട്ട്, സോ 10,000 ഫ്രം ഹിസ് പോക്കറ്റ് ആൻഡ് 10,000 ഫ്രം ദ സാലറി ഓഫ് എംപ്ലോയി, മൊത്തം 20,000 രൂപയായിരിക്കും പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10,000 ആരുടെ പോക്കറ്റിൽ നിന്ന് പോകും, എംപ്ലോയറിന്റെ പോക്കറ്റിൽ നിന്ന് പോകും. മറ്റേ 10,000 എന്തായിരിക്കും, എംപ്ലോയിയുടെ ആ മാസ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന 10,000 ആയിരിക്കും. Are you with me? Are you with me?
അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എംപ്ലോയറിന്റെ പോക്കറ്റിൽ നിന്നും ഒരു 10,000 എടുക്കും, എംപ്ലോയിയുടെ മാസ ശമ്പളത്തിൽ നിന്നും ഒരു 10,000 എടുക്കുകയല്ലേ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ എംപ്ലോയറിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു 10,000 ഇല്ലേ, ഇത് എംപ്ലോയർ ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയല്ലേ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ കിട്ടുന്ന ഒരു പേയ്മെന്റ് അല്ലേ ഈ 10,000? കാര്യം ശരി, ഇപ്പൊ കയ്യിലേക്ക് കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയല്ലേ അക്കൗണ്ടിലേക്ക് കൊണ്ട് എംപ്ലോയർ ഡെപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ 10,000 എംപ്ലോയിയുടെ കയ്യിൽ ടാക്സബിൾ ആവേണ്ടതല്ലേ? കയ്യിലേക്ക് ഇപ്പൊ കിട്ടുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ അവൻ അത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ ഇൻഡയറക്ട് ബെനിഫിറ്റ് ഓർ ഡെഫേർഡ് ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയാം. എന്താ ഡെഫേർഡ് ബെനിഫിറ്റ്? ഭാവിയിൽ റിട്ടയർ ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്ത് എടുക്കാലോ, അല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇങ്ങനെ കൊണ്ടിടുന്നതിന് എംപ്ലോയിയുടെ കയ്യിൽ ടാക്സ് ചെയ്യണ്ട, ഞങ്ങൾ അതിന് ചില എക്സംഷൻസ് തരാം. അതെങ്ങനെ ക്ലെയിം ചെയ്യണം എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കാം, നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് നോക്കാം. ഓരോരോ ഫണ്ടിലേക്കുള്ള ട്രീറ്റ്മെന്റുകൾ നോക്കാം. സോ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ് ആദ്യത്തെ ബോക്സ്. 2 എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ്. 3 അതിന് ഇൻട്രസ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് എന്താ? അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ് ആണ്. വാട്ട് യു മീൻ ബൈ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ്? പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് നിങ്ങളുടെ എംപ്ലോയർ ഒരു എമൗണ്ട് കൊണ്ടിടുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സാലറിയുടെ ഒരു പോർഷൻ കൊണ്ടിടുമ്പോൾ അതിനകത്ത് ഓരോ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഉള്ള ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ദിസ് ഇസ് വാട്ട് വി ആർ അബൌട്ട് ടു ഡിസ്കസ് റൈറ്റ് അവേ. നോക്കിയേ, അതിൽ ഫസ്റ്റ് പോയിന്റ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. വെൻ ദ എംപ്ലോയർ ഇസ് കോൺട്രിബ്യൂട്ടിംഗ് an amount to SPF called as statutory provident fund, അതെന്തല്ല? ടാക്സബിൾ അല്ല. ശരിക്കും എംപ്ലോയിയുടെ കയ്യിൽ അതൊരു ബെനിഫിറ്റ് അല്ലേ? ഇപ്പൊ കിട്ടുന്നില്ലെങ്കിലും ഭാവിയിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലേ? അല്ലേ? പക്ഷെ ഡിപ്പാർട്ട്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫുൾ എക്സംഷൻ എംപ്ലോയിക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. സോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, SPF മീൻസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടി എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ കയ്യിൽ എന്തല്ല? ടാക്സബിൾ അല്ല. ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയിയുടെ കയ്യിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത് ഫുള്ളി എംപ്ലോയിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇതല്ലേ പറഞ്ഞു നിർത്തിയത്, അല്ലേ? കഴിഞ്ഞിട്ടില്ല. അടുത്തത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എന്താ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ? എംപ്ലോയി മാസ ശമ്പളത്തിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ശരിക്കും എംപ്ലോയിക്ക് എത്രയാ മന്ത്ലി സാലറി കിട്ടുന്നത്? 90,000 അല്ലേ കിട്ടുന്നത്? ശരിക്കുള്ള അവന്റെ മന്ത്ലി സാലറി 1,00,000 അല്ലേ? കയ്യിലേക്ക് കിട്ടുന്നതല്ലേ 90,000? അല്ലെ, 1,00,000 രൂപ സാലറി എന്ന് പറഞ്ഞല്ലേ നിങ്ങളെ കമ്പനി എടുത്തത്, പക്ഷെ കയ്യിൽ 90 അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ എന്റെ സംശയം ഇതാണ്, സാലറി ഇൻകം ആയിട്ട് നിങ്ങൾ എത്ര കാണിക്കണ്ടേ? 90 ആണോ 1,00,000 ആണോ? സാലറി ഇൻകം ആയിട്ട് നിങ്ങൾ കാണിക്കേണ്ടത് 90,000 ആണോ 1,00,000 ആണോ? 1,00,000 കാണിക്കണം. യുവർ സാലറി ഇൻകം അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിൽ ബി 1 lakh. പക്ഷെ നിങ്ങളുടെ കയ്യിൽ 90,000 അല്ലേ കിട്ടിയുള്ളൂ. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയാണ് സാലറി ഇൻകം ആയിട്ട് 1,00,000 കാണിക്കേ, എന്നിട്ട് ഹൗസ് പ്രോപ്പർട്ടിയിലെ, PGBP-ലെ, ക്യാപിറ്റൽ ഗെയിനിലെ, IFOസിലൊക്കെ ഇൻകം കൂട്ടി എന്ത് കമ്പ്യൂട്ട് ചെയ്യേ? ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. എന്നിട്ട് ചാപ്റ്റർ 6A ഡിഡക്ഷൻ, ചാപ്റ്റർ 6A ഡിഡക്ഷന്റെ അടിയിൽ 80C എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് 10,000 രൂപ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ചാപ്റ്റർ 6A ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ആ 10,000 രൂപ നിങ്ങളുടെ മാസ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്ത് പോയ 10,000 രൂപ നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെ അൾട്ടിമേറ്റ്ലി 90,000 രൂപയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ? ടാക്സ് ചെയ്യുന്നുള്ളൂ. ആർ യു വിത്ത് മീ? ആർ യു ഓൾ വിത്ത് മീ? അപ്പൊ എക്സാം ക്വസ്റ്റ്യനിലെ സാലറി ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്ത് ഞാൻ ചോദിക്കുന്നതെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യരുത്? ഡിഡക്ട് ചെയ്യരുത്. ടോട്ടൽ ഇൻകം ആണ് ചോദിക്കുന്നതെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? 80C ചാപ്റ്റർ 6A വേണം നിങ്ങൾ അത് എന്ത് ചെയ്യാൻ? ഡിഡക്ട് ചെയ്യാൻ. ഞാൻ ഡേ 1 ഫസ്റ്റ് സെഷനിൽ പറഞ്ഞായിരുന്നു ചാപ്റ്റർ 6A റിഡക്ഷൻ എന്താണ്. 5 ഹെഡിലെ ഇൻകം കൂട്ടി നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് വേണം ചാപ്റ്റർ 6A റിഡക്ഷൻ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞതല്ലേ ഓൾറെഡി, അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക. അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എന്താ ട്രീറ്റ്മെന്റ് അമ്മമാർ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ 80C. എംപ്ലോയിയുടെ സാലറി എന്നുള്ള കട്ട് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് 80Cയിൽ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇനി ഒരു കാര്യം ഉണ്ടല്ലോ, ഈ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും രണ്ടിനും എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടൂലേ? ഇല്ലേ?
മാസാമാസം കിട്ടുന്ന ഇൻട്രസ്റ്റിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഷാൽ ബി ഫുള്ളി എക്സംപ്റ്റഡ്. ആർ യു വിത്ത് മീ? നിങ്ങൾ SPF-ലേക്കുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് ആ ട്രീറ്റ്മെന്റ് എന്താണെന്നൊന്ന് നോക്കാം. സോ ലിസൺ, എന്താ ട്രീറ്റ്മെന്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ കയ്യിൽ ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എംപ്ലോയിയുടെ മാസ ശമ്പളത്തിൽ നിന്ന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എംപ്ലോയിക്ക് ATC-യിൽ എന്താണ് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. സാലറി എന്നുള്ള ഡയറക്റ്റ് ഡിഡക്ഷൻ അല്ല, ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതുപോലെ എംപ്ലോയറിന്റെയും എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷന് മുകളിൽ എല്ലാ വർഷവും ഇൻട്രസ്റ്റ് അക്രൂഡ് ആവില്ലേ? ഇല്ലേ? അക്രൂഡ് ആവുന്ന ഇൻട്രസ്റ്റിനും യാതൊരു ഇൻകം ടാക്സിൽ ഇംപ്ലിക്കേഷനും ഇല്ല. അതും എംപ്ലോയിയുടെ കയ്യിൽ ഫുള്ളി നോട്ട് ടാക്സബിൾ ആണ്, ഓർ റാദർ എക്സംപ്റ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം. ആർ യു വിത്ത് മീ? SPF-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ സിമ്പിൾ ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോ ഇഫക്ട്. Employee contribution deductible under ATC. Interest on both employer as well as employee contribution fully not taxable. No effect. Okay ആണോ പറഞ്ഞത്? ആണോ? Not over. Not over. അടുത്ത എന്താ രണ്ടാമത്തെ ഐറ്റം? RPF. എന്താ RPF? വാട്ട് ഈസ് RPF? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് എംപ്ലോയർ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയും എക്സംഷൻ കിട്ടും. ബട്ട് ദർ ഇസ് എ സീലിംഗ് ലിമിറ്റ്. അവിടെ ഒരു സീലിംഗ് ലിമിറ്റ് ആക്ട് പറയുന്നുണ്ട്. ടെൽ മീ ഹൗ മച്ച് ഇസ് ദ സീലിംഗ് ലിമിറ്റ്? നിങ്ങളുടെ സാലറിയുടെ 12% വരെയുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ സാലറിയുടെ 12% വരെയുള്ള കോൺട്രിബ്യൂഷൻ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ആർ യു വിത്ത് മീ? And what is salary over here? Salary means basic plus DA forms part of retirement benefit only to be considered. Then commission as percentage of your turnover. ഈ സാലറി ഡെഫിനിഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ഏത് സാലറി ഡെഫിനിഷനാ? സ്റ്റാൻഡേർഡ് സാലറി ഡെഫിനിഷൻ അല്ലേ കിടക്കുന്നത്? അല്ലേ? സ്റ്റാൻഡേർഡ് സാലറി എന്നുള്ള ഡെഫിനിഷൻ അല്ലേ എവിടെ കിടക്കുന്നത്? അപ്പോ എക്സംപ്റ്റഡ് അപ് ടു 12% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. ഇപ്പൊ ഒരു സംശയം, 12% കൂടുതൽ കൊടുത്താലോ? അത് സാലറി ആയിട്ട് എംപ്ലോയിയുടെ കയ്യിൽ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. ഒരു എംപ്ലോയർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് സ്റ്റാൻഡേർഡ് സാലറിയുടെ 12% കൂടുതൽ കയറി ഡെപ്പോസിറ്റ് ചെയ്താൽ എക്സസ് എംപ്ലോയിയുടെ കയ്യിൽ ആ കറസ്പോണ്ടിങ് ഇയറിൽ എന്തായി മാറും? ടാക്സബിൾ സാലറി ആയി മാറും. സോ ഐഡിയൽ ഡെപ്പോസിറ്റ് ഇസ് അപ് ടു 12% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. അപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂഷന്റെ ട്രീറ്റ്മെന്റ് സെയിം ആണ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ATC-യിൽ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. മൊത്തം സാലറി 1 ലക്ഷം എടുത്ത് 10,000 രൂപ നിങ്ങൾക്ക് ATC-യിൽ എന്തായിട്ട് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആൻഡ് ഫൈനലി ഇൻട്രസ്റ്റ്, അതിനും എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. പക്ഷെ അതിനും ലിമിറ്റ് ഉണ്ട്. എത്ര എക്സംഷൻ? എക്സംഷൻ എത്ര പിള്ളേരെ? 9.5% പെർ ആനം. ഇൻട്രസ്റ്റ് റേറ്റാ പറയുന്നത്. ഫണ്ട് ബാലൻസിന് മുകളിൽ 9.5% വരെയുള്ള ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ എക്സസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് എന്തായി മാറും? സാലറി ആയിട്ട് എംപ്ലോയിയുടെ കയ്യിൽ ആ വർഷം ടാക്സബിൾ ആയി മാറും. 9.5% വരെയുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇഫ് ദർ ഇസ് എക്സസ് ഇൻട്രസ്റ്റ്, എക്സസ് ഷാൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ശ്രദ്ധിക്കുന്നുണ്ടോ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അപ്പോ ഓർത്ത് വെക്കുക, നമ്മൾ RPF-ലേക്കുള്ള ട്രീറ്റ്മെന്റ് പറഞ്ഞു. എന്താ ട്രീറ്റ്മെന്റ്? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അപ് ടു 12% എക്സംപ്റ്റഡ്, എക്സസ് ടാക്സബിൾ. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ATC-യിൽ എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഈ ATC-യിൽ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ATC വരുമ്പോൾ പഠിക്കാം. ATC-യിലും ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. That we will discuss when we discuss chapter 6A towards the end. And finally, what is the last thing? Interest on employer contribution and employee contribution. 9.5% വരെയുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. Over and above 9.5% shall be taxable in the hands of employee. Are you with me? പക്ഷെ ഇതൊന്നും ശരിക്കും ഇപ്പൊ എംപ്ലോയിയുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഭാവിയിൽ എടുക്കാലോ. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ബെനിഫിറ്റിനായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുകയാണ് അത് ഈ കറസ്പോണ്ടിങ് ഇയറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. ഇനി അടുത്ത എന്താ ഐറ്റം? URPF. ടെൽ മീ വാട്ട് ഇസ് URPF? എന്താണ് കുഞ്ഞുങ്ങളെ URPF? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ? അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഉള്ളതായിട്ട് ഡിപ്പാർട്ട്മെന്റിന് അറിയാവോ? ഇങ്ങനെ ഒരു പ്രൊവിഡന്റ് ഫണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഡിപ്പാർട്ട്മെന്റിന് അറിയോ? ഇല്ല. കാരണം ഡിപ്പാർട്ട്മെന്റ് ഇതിനെ ഒരു പ്രൊവിഡന്റ് ഫണ്ടായിട്ട് എന്ത് ചെയ്യുന്നില്ല? റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇത് ഏതോ ഒരു ഫണ്ടിൽ കൊണ്ട് നിങ്ങൾ എന്തോ എമൗണ്ട് ഇടുന്നു, അതാണ് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഇതൊരു പ്രോപ്പർ പ്രൊവിഡന്റ് ഫണ്ടായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കിയേ, എംപ്ലോയർ കോൺട്രിബ്യൂഷന് യാതൊരു ടാക്സ് എഫക്റ്റും ഇല്ല. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഒരിക്കലും എന്ത് കിട്ടില്ല? യാതൊരു ഡിഡക്ഷനും കിട്ടുകയില്ല. ഇൻട്രസ്റ്റിനും യാതൊരു ടാക്സ് എഫക്റ്റ് ഇല്ല.
കാരണം ഏതോ ഫണ്ടിൽ എന്തോ ആരോ കൊണ്ടിട്ടു, എന്തോ ഇൻട്രസ്റ്റ് കിട്ടുന്നു, അതൊന്നും ഞങ്ങൾ എംപ്ലോയിയുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് പിടിച്ച് എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനേക്കാളും ലാഭം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ? അല്ലേ? നോക്കി, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനേക്കാളും ലാഭം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ? കാരണം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ 12% വരെ റിഡക്ഷൻ കിട്ടുള്ളൂ. അൺറെക്കഗ്നൈസ്ഡിലേക്ക് എത്ര കൊണ്ടിട്ടാലും നോട്ട് ടാക്സബിൾ അല്ലേ? അല്ലേ? പക്ഷെ പണി എവിടെ വരും? ഇത് വിഡ്രോ ചെയ്യുമ്പോൾ വരും. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് എക്സംഷൻ കിട്ടും. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എംപ്ലോയി അത് വിഡ്രോ ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് പണി കിട്ടും. അത് മുഴുവൻ എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. സോ വിഡ്രോവലിനാണ് നിങ്ങൾക്ക് അടി കിട്ടാൻ പോകുന്നത്. സോ മെയിൻറ്റെയിനിങ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഇസ് എ ഫൂളിഷ് ഡിസിഷൻ. അത് എംപ്ലോയിക്ക് അവസാനം വിഡ്രോവലിന്റെ സമയത്ത് എന്ത് കിട്ടും? പണി കിട്ടും. തന്നെയല്ല, എംപ്ലോയർക്ക് ഇതൊരു കോസ്റ്റ് അല്ലേ? എംപ്ലോയറിന്റെ ഔട്ട് ഓഫ് പോക്കറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയിക്ക് ഒരു ചെലവല്ലേ? അതിനൊരു ഡിഡക്ഷനും ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയല്ല. അപ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും ഐഡിയൽ. നെവർ എവർ മെയിൻറ്റെയിൻ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. പക്ഷേ എക്സാമിന് ചോദിക്കും അൺറെക്കഗ്നൈസ്ഡ് റെക്കഗ്നൈസ്ഡ് എന്നൊക്കെ പറഞ്ഞ് മിക്സ് ചെയ്ത് മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. അപ്പോൾ സിമ്പിൾ ട്രീറ്റ്മെന്റ് അൺറെക്കഗ്നൈസ്ഡ്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ നോ ഡിഡക്ഷൻ, ഇൻട്രസ്റ്റ് നോട്ട് ടാക്സബിൾ. ഓക്കെ അല്ലേ? അവസാനത്തെ എന്താ? PPF. എന്താ PPF? എന്താണ് PPF? പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇല്ല. അതെന്തുകൊണ്ടാ? നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? എടാ, നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ PPF മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് എംപ്ലോയർ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട് അല്ലേ ഇത്. അപ്പൊ അവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇല്ല. ആസ് ദർ ഇസ് ഓൺലി അസസീസ് കോൺട്രിബ്യൂഷൻ. നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷൻ നമ്മൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ATCയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റിനും എന്തില്ല? ടാക്സബിലിറ്റി ഇല്ല. How much ever interest that you are getting in PPF account, that shall be fully exempted or not taxable എന്ന് നമുക്ക് പറയാം. Are you with me? അപ്പോൾ ഡെപ്പോസിറ്റിന്റെ ട്രീറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്. എന്താ ട്രീറ്റ്മെന്റ് ഫ്രണ്ട്സ് പറഞ്ഞേ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ to SPF not taxable, employee contribution ATC, interest not taxable, employer contribution to RPF 12% of standard salary not taxable, excess taxable, employee contribution ATC deduction, interest up to 9.5% of fund balance exempted, excess taxable, URPF employer contribution no effect, employee contribution no effect, interest no effect because department is not recognizing it as a provident fund, some kind of fund it is. And finally it is PPF, no employer contribution, employee contribution deductible under ATC, interest fully exempted. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റിന്റെ ട്രീറ്റ്മെന്റ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? RPF, VPF, SPF, URPF അല്ലേ? Now we are about to discuss what is the income tax treatment when we are withdrawing an amount. നമ്മൾ ഇത് വിഡ്രോ ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? അവർ പറഞ്ഞിരിക്കുകയാണ് അറ്റ് ദ ടൈം ഓഫ് വിഡ്രോവൽ ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. അത് നമുക്ക് ഈ 3 തീർക്കാം. ഇത് 3 തീർത്തിട്ട് നമുക്ക് എന്തിനെ പറ്റി ആലോചിക്കാം? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റി ആലോചിക്കാം. സോ വി വിൽ ഡിസ്കസ് ഫസ്റ്റ് RPF, PPF ആൻഡ് SPF. Thereafter we will think about what URPF. അപ്പോൾ ശ്രദ്ധിച്ചേ, payments received by an assessee from the following funds at the time of retirement or otherwise would be fully exempted from tax under section 10 subsection 11 and 10 subsection 12. ആദ്യം നമുക്ക് 10 subsection 11 പറ്റി പഠിക്കാം. എന്താ 10 subsection 11? Payment received by assessee from statutory provident fund and public provident fund at the time of retirement or otherwise would be fully exempted from tax. എന്താ അത്? RPF എന്നോ അല്ലെങ്കിൽ നോട്ട് RPF, SPF എന്നോ PPF എന്നോ നിങ്ങളൊരു എമൗണ്ട് വിഡ്രോ ചെയ്താൽ ആ വിഡ്രോ ചെയ്യുന്നത് റിട്ടയർമെന്റിലാണെങ്കിലും അല്ലെങ്കിലും മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡ് ആയിരിക്കും. നിങ്ങൾ 10 പൈസ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ ഗവൺമെന്റ് കൊടുക്കുന്ന ഓഫർ എന്താണെന്ന് നോക്കിയേ. നിങ്ങൾ നിങ്ങളുടെ ആയ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയറും കൂടെ കൂടി ഈ SPF-ഉം PPF-ഉം മെയിൻറ്റെയിൻ ചെയ്യുക. അതിനകത്തേക്ക് കൊണ്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഇടുന്ന എമൗണ്ടിന് ഞങ്ങൾ എന്ത് തന്നേക്കാം? ഡിഡക്ഷൻ തന്നേക്കാം. നിങ്ങളുടെ എംപ്ലോയർ കൊണ്ടിടുന്ന എമൗണ്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ ടാക്സും ചെയ്യുന്നില്ല. പിന്നീട് നിങ്ങൾ റിട്ടയർമെന്റോ അല്ലെങ്കിൽ അല്ലാതെയോ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? എക്സംപ്റ്റഡും ആയിരിക്കും. അതിന് ഇൻട്രസ്റ്റിനും ഞങ്ങൾ പിടിച്ച് എന്ത് ചെയ്യുന്നില്ല? ടാക്സ് ചെയ്യുന്നില്ല. ഇതല്ല ഇതിന്റെ എഫക്ട് അല്ലേ? സോ യു ക്യാൻ സേവ് എ ലോട്ട് ഓഫ് മണി ബൈ നോട്ട് പേയിങ് എനി ഇൻകം ടാക്സ് ആൻഡ് യു ക്യാൻ ഗ്രോ യുവർ ഫണ്ട്സ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് ഫോർ യുവർ റിട്ടയർമെന്റ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ടായിട്ട് എന്ത് ചെയ്തോ? എൻജോയ് ചെയ്തോ?
വല്ല മെഡിക്കൽ എമർജൻസി ഒക്കെ വരുവാണെങ്കിൽ ഇതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്തോ, ചിലവാക്കിക്കോ. ഞങ്ങളുടെ പുറകെ വരരുത്, ഞങ്ങൾ ഇൻകം ടാക്സ് മേടിക്കുന്നില്ല, ഞങ്ങളുടെ പുറകെ വരരുത്. നീ നിന്റെ ചെലവുകൾ നീ തന്നെ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ഇതാണ് ഉദ്ദേശം. അല്ല ഇതെടുത്ത് ചിലവാക്കിയിട്ട് ഇത് ഉള്ളതല്ലേ പിന്നെ തരാൻ പറ്റില്ല എന്നൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ദ ഇന്റന്റ് ഇസ് യൂട്ടിലൈസ് ദിസ് ഫണ്ട്സ് റാദർ ദാൻ ചേസിങ് ദ ഗവൺമെന്റ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ PPF, SPF, whatever amount that you withdraw at the time of retirement or otherwise, fully exempted. Are you with me? How about RPF? സെക്ഷൻ അടുത്തതാണ് 10 subsection 12 ആണ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നിങ്ങൾ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഒപ്പം വായിക്കണം. അക്യുമുലേറ്റഡ് ബാലൻസ് പേബിൾ ടു ആൻ എംപ്ലോയി participating in recognized provident fund shall be exempted in any of the following circumstances. Circumstances 1, 2, 3, 4. ഈ 4 സർക്കംസ്റ്റാൻസിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള വിഡ്രോവലുകൾക്ക് നിങ്ങൾക്ക് എന്ത് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ക്ലെയിം ചെയ്യാം. Are you with me? If you are withdrawing an amount from RPF, in all these 4 circumstances you can claim an exemption, and let's see what exactly is the exemption. എന്താണ് എക്സംഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ, employee retires or terminates job after 5 years of continuous service. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഉണ്ട്. ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾ റിട്ടയർ ചെയ്യാണ്. ആ റിട്ടയർമെന്റിന്റെ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, RPFന്റെ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്. വാട്ട് ഇസ് RPF? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ആ റിട്ടയർമെന്റ് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് ശേഷമാണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അത് മുഴുവൻ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഞങ്ങൾ അതിൻ്റെ അകത്ത് 10 പൈസ എന്ത് വേണമെന്ന് പറയില്ല, ടാക്സ് വേണമെന്ന് പറയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ എന്താ പോയിന്റ് എന്താ, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ റിട്ടയർമെന്റിന്റെ സമയത്ത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യാണ്. നിങ്ങൾക്ക് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ആ കമ്പനിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഡ്രോവലിനെ ഒന്നും ഞങ്ങൾ പിടിച്ച് എന്ത് ചെയ്യില്ല, ടാക്സ് ചെയ്യില്ല. ബി ഹാപ്പി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ലെങ്കിൽ പണി കിട്ടുമെന്നല്ല ഇതിന്റെ അർത്ഥം. എന്താ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് അവിടെയും കുറെ സർക്കംസ്റ്റാൻസ് പറയുന്നുണ്ട്. എന്താ രണ്ടാമത്തെ സർക്കംസ്റ്റാൻസ്, എംപ്ലോയി റിട്ടയർസ് ഓർ ടെർമിനേറ്റ്സ് ജോബ് ബിഫോർ 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് നിങ്ങൾ തികച്ചിട്ടില്ല, അതിന് മുന്നേ നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ബൈ എ റീസൺ ഓഫ് ഇൽ ഹെൽത്ത്. എന്താ ഇൽ ഹെൽത്ത്? നിങ്ങൾ മെഡിക്കൽ എമർജൻസി കൊണ്ടാണ് നിങ്ങൾ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ലാതെ ഒരു 3-ാം കൊല്ലം നിങ്ങൾക്ക് മെഡിക്കലി നിങ്ങൾ അൺഫിറ്റ് ആയി പോയി, അങ്ങനെയാണ് നിങ്ങൾ റിട്ടയർ ചെയ്തതെങ്കിൽ വിഡ്രോ ചെയ്യുന്ന RPF എമൗണ്ടിന് യാതൊരു ഇൻകം ടാക്സ് ലയബിലിറ്റി ഉണ്ടാവില്ല. ഞങ്ങൾ 10 പൈസ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ചെയ്യുന്നില്ല. ഓർ ബൈ എ റീസൺ ഓഫ് കോൺട്രാക്ഷൻ ഓർ ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് എംപ്ലോയേഴ്സ് ബിസിനസ്. എന്താ കോൺട്രാക്ഷൻ ഓർ ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് എംപ്ലോയേഴ്സ് ബിസിനസ്? ആ ബിസിനസ് നിർത്തിയ എംപ്ലോയർ, കമ്പനി കൂട്ടിപ്പോയി, അതുകൊണ്ടാണ് നിങ്ങളുടെ ജോലി ഒരു 2-ാം കൊല്ലം 3-ാം കൊല്ലം പോയതെന്ന് വിചാരിക്കുക, നോ പ്രോബ്ലം. അവിടെയും നിങ്ങൾ വിഡ്രോവലിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളിത് ഏത് വിഡ്രോവലിനെ പറ്റിയാണ് പറയുന്നത്? RPF എന്ന് കേട്ടോ. SPFും PPFും ഫുള്ളി എക്സംപ്റ്റഡാ, കണ്ടീഷൻ ഒന്നും വേണ്ട, ഫുള്ളി എക്സംപ്റ്റഡാ. RPFനാണ് ഈ 5 വർഷത്തെ സർവീസും ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളത്. ദെൻ ബൈ എനി അതർ റീസൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയി. എന്താ എനി അതർ റീസൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയി? AI കടന്നു വരവ് കൊണ്ട് ഒരുപാട് പേരുടെ ജോലി പോയി, അതിലൊരാളാണ് നിങ്ങൾ. 2 കൊല്ലം അയാളുടെ ജോലി കിട്ടിയിട്ട് AI വന്ന് നിങ്ങളുടെ ജോലി AI എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ? ആണോ? അല്ല. എനി അതർ റീസൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയി. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല ജോലി പോയത്. നിങ്ങൾ ചുമ്മാ പേപ്പർ ഇട്ട് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ ടാക്സബിൾ ആവും. ഇതിപ്പോ നിങ്ങളുടെ ഇതുണ്ടല്ലോ, ലേ ഓഫ് വന്നോ, നല്ലൊരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി നാട്ടിൽ, കുറെ പേരുടെ ജോലി പോയി, അതിലൊരാളാണ് നിങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ 3-ാമത്തെ പോയിന്റ് അമ്മമാരതാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൽ ഹെൽത്തോ, ഡിസ്കണ്ടിന്യൂഷൻ ഓഫ് ബിസിനസ്സോ, അല്ലെങ്കിൽ എനി അതർ റീസൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എംപ്ലോയിയോ ആണ് ഈ 5 വർഷം കണ്ടിന്യൂസ് സർവീസ് തയ്ക്കാത്തതിന്റെ കാരണമെങ്കിൽ നോ പ്രോബ്ലം, നത്തിങ് ഷാൽ ബി ടാക്സബിൾ. നിങ്ങൾ വിഡ്രോവലിന്റെ സമയത്ത് 1 രൂപ പോലും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ശരി. ഇനി എന്താ 3? എംപ്ലോയി ഹാസ് റിസൈൻ ബിഫോർ 5 years and joins another organization who also maintains RPF and his fund balance with the current employer is transferred to the new employer. അതെന്താ അത്? സേ ഫോർ എക്സാമ്പിൾ, റിലയൻസിൽ ഞാൻ 2 കൊല്ലം ജോലി ചെയ്തു, എന്നിട്ട് ഞാൻ റിസൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ എവിടെ ജോയിൻ ചെയ്തു? ടാറ്റയിൽ ജോയിൻ ചെയ്തു. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഈ റിലയൻസ് മെയിൻറ്റെയിൻ ചെയ്തോണ്ടുന്ന റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ടാറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ അത് വിഡ്രോവൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളുടെ പുതിയ എംപ്ലോയറിന്റെ പേരിലേക്ക് നിങ്ങൾ ആ പഴയ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തല്ലേ? നോ പ്രോബ്ലം. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ഞങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നില്ല, ടാക്സ് ചെയ്യുന്നില്ല. ടെക്നിക്കലി യു ആർ നോട്ട് വിഡ്രോയിങ് ദ എമൗണ്ട്. നിങ്ങൾ എമൗണ്ട് എന്ത് ചെയ്യുന്നില്ല, വിഡ്രോ
ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെ പിടിച്ച് എന്തും ചെയ്യുന്നില്ല, ടാക്സും ചെയ്യുന്നില്ല. എത്തിക്കുന്നുണ്ടോ? അടുത്തെന്താ? The entire balance standing to the credit of employee is transferred to his pension scheme under pension scheme referred under 80CCD. നിങ്ങളെ 2 കൊല്ലം റിലയൻസിൽ വർക്ക് ചെയ്തു, റിസൈൻ ചെയ്തു, എന്നിട്ട് ഈ RPF എമൗണ്ട് നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പെൻഷൻ അക്കൗണ്ട് വിച്ച് ഇസ് റെഫേർഡ് അണ്ടർ 80CCD, നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയും. നമുക്കത് 80CCD വരുമ്പോൾ പഠിക്കാൻ എന്താണെന്ന്. ഒരു പെൻഷൻ അക്കൗണ്ടാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പെൻഷൻ അക്കൗണ്ടാണ് 80CCD അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്കത് ചാപ്റ്റർ 6A 80CCD വരുമ്പോൾ നമുക്കത് എന്താണെന്ന് പഠിക്കാം. പെൻഷൻ അക്കൗണ്ട് എന്ന് ഓർത്താൽ മതി. നിങ്ങൾ 2 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് കഴിഞ്ഞ് 3-ാം കൊല്ലം കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പൈസ വിഡ്രോ ചെയ്യുന്നതിന് വരെ അത് പെൻഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി, നോ പ്രോബ്ലം. അവിടെയും നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ 4 സിറ്റുവേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ 4? 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ട്, വിഡ്രോ ചെയ്തോ ടാക്സ് ഇല്ല. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ലാത്തതിന്റെ കാരണം ഹെൽത്ത് പ്രോബ്ലം ആണോ, വിഡ്രോ ചെയ്തോ ടാക്സ് ഇല്ല. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ എംപ്ലോയറിന്റെ ബിസിനസ് നിന്ന് പോയതുകൊണ്ടാണോ, വിഡ്രോ ചെയ്തോ ടാക്സ് ഇല്ല. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ കുഴപ്പമല്ല, റീസൺ ബിയോണ്ട് യുവർ കൺട്രോൾ, ജസ്റ്റ് ലൈക്ക് എ ലേ ഓഫ് ഓർ എക്കണോമിക് ക്രൈസിസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, നത്തിങ്, നോ പ്രോബ്ലം, യു വിഡ്രോ ദി എമൗണ്ട്. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ല, നിങ്ങൾ പക്ഷെ പുതിയൊരു എംപ്ലോയറിന്റെ അടുത്ത് ജോലിക്ക് കയറി പഴയ ബാലൻസ് പുതിയ എംപ്ലോയറിന്റെ പേരിലേക്ക് മാറ്റി, നോ പ്രോബ്ലം. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഇല്ല, നിങ്ങൾ പഴയ ബാലൻസ് നാഷണൽ പെൻഷൻ അക്കൗണ്ടിലേക്ക്, NPS അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു, നോ പ്രോബ്ലം. ഇതൊന്നും അല്ലാതെ 2-ാം കൊല്ലം നിങ്ങൾ ചുമ്മാ റിസൈൻ ചെയ്ത് ടാറ്റ പറഞ്ഞ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻ എനി അതർ കേസ് എമൗണ്ട് വിഡ്രോൺ ഷാൽ ബി ടാക്സബിൾ ആസ് ഇൻ ദ കേസ് ഓഫ് URPF. URPF-നെ ടാക്സ് ചെയ്യുന്ന പോലെ തന്നെ RPF-നെ ഞങ്ങൾ പിടിച്ച് എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. ശ്രദ്ധിക്കുന്നുണ്ടോ? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ട് വിഡ്രോ ചെയ്താൽ എന്ത് ടാക്സ് ലയബിലിറ്റി ആണോ വരുന്നത്, same will happen to the recognized provident fund. And you tell me what is the tax treatment of withdrawal from unrecognized provident fund? പഠിച്ചിട്ടില്ല, അത് അടുത്തത് പഠിക്കും. അതാണ് അടുത്ത ടോപ്പിക്ക്. ശ്രദ്ധിക്കുന്നുണ്ടോ? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന് എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ അടുത്ത ടോപ്പിക്കാണ്. അത് വരുമ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. Are you with me? അപ്പോൾ 2 സെക്ഷനാണ് പഠിച്ചു നിർത്തിയത്, 10 സബ്സെക്ഷൻ 11-ഉം 10 സബ്സെക്ഷൻ 12-ഉം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ അറ്റ് ദ ടൈം ഓഫ് ഡെപ്പോസിറ്റ് ഉള്ള ട്രീറ്റ്മെന്റും പഠിച്ചു, വിഡ്രോവലിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി URPF ആണ് പെൻഡിങ് ഉള്ളത്. അതിന് മുന്നേ 1-2 നോട്ടുകളുണ്ട്. നോട്ട് 1 നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും എൻ്റെ ഒപ്പം വായിക്കണം, എന്നാലും നോട്ട് 1 എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കുറച്ച് കോനിഷ്ടാണ്, ശ്രദ്ധിക്കേ. നോട്ട് 1 എന്താ പറയുന്നത്? Exemption under 10 subsection 11. What was 10 subsection 11? SPF എന്നും PPF എന്നുള്ള വിഡ്രോവൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്, ശരി. And what was exemption under 10 subsection 12? RPF എന്നുള്ള വിഡ്രോവൽ. അപ്പോൾ 10 subsection 11-ഉം 10 subsection 12-ഉം would not be available, ചില സാഹചര്യങ്ങളിൽ കിട്ടില്ല. എപ്പോ? in respect of income by way of interest accrued during the previous year to the extent it relates to amount or aggregated amounts of contribution made by employee exceeding 2,50,000 in any previous year in SPF, RPF on or after 1st April 2021. 1st April 2021 തൊട്ടിട്ടാണ് ഈ നോട്ട് ഇഫക്റ്റീവ് ആയത്. എന്ത് ഈ നോട്ട്? കേക്ക്. നോട്ട് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഈ നോട്ട് വരാൻ കാരണം എന്താണെന്ന് പറയാം. അപ്പൊ നോട്ട് എന്താണെന്ന് മനസ്സിലാവും. ശ്രദ്ധിക്കുന്നുണ്ടോ? നോട്ട് വരാനുള്ള കാരണം നമുക്ക് നോക്കാം. ഒരു 2021 ഏപ്രിലിനൊക്കെ മുന്നേ, ഒരു 2020 കാലഘട്ടങ്ങളിൽ ഒരു എംപ്ലോയി തീരുമാനിക്കണം, എനിക്കൊരു 50 ലക്ഷം രൂപ സാലറി ഉള്ള എംപ്ലോയി ആണ്, എനിക്ക് എത്ര ഉണ്ട് ആനുവൽ സാലറി? ഒരു 50 ലക്ഷം ഉണ്ടെന്ന് കൂട്ടി, അല്ലെങ്കിൽ ഒരു കോടി 50 ലക്ഷം തന്നെ എടുക്കാം. ഒരു 50 lakhs ആണ് എൻ്റെ ആനുവൽ സാലറി. ആവശ്യത്തിൽ കൂടുതൽ നല്ല സാലറി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ജീവിക്കാനായിട്ടൊരു 10-15 ലക്ഷം രൂപ മതി, ഒരു 10-15 ലക്ഷം രൂപ മതി എനിക്ക് ജീവിക്കാൻ. ഒരു 10-35 ലക്ഷം രൂപ എൻ്റെ എപ്പോഴും എല്ലാ വർഷവും എന്ത് വരും? സേവിങ്സ് വരും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ 10-35 ലക്ഷം രൂപ ഞാൻ ചുമ്മാ കയ്യിൽ പൈസയായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ടൈം വാല്യൂ ഓഫ് മണി പ്രകാരം എൻ്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോകില്ലേ? അപ്പം ഞാനത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ നോക്കും, അല്ലേ? അങ്ങനെ ലാഭം ഉണ്ടായാൽ അതിനൊക്കെ ഇൻകം ടാക്സ് കൊടുക്കണ്ടേ? വേണ്ടേ? ബാങ്കിൽ കൊണ്ട് FD ഇട്ടു, FDക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ IFRSൽ ടാക്സബിൾ ആണ്, ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കണം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്തായിരിക്കും, എങ്ങനെ ഇൻകം ടാക്സ് ഇല്ലാതെ അടയ്ക്കാതെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളൊരു തോട്ട് എൻ്റെ തലയിലേക്ക് വരില്ലേ? ഇല്ലേ? അപ്പം അങ്ങനെ 2020 ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കുക, സൂപ്പർ ഐഡിയ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കുക. എന്താണ് ഐഡിയ കേട്ടോ? അതായത് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ള 50 ലക്ഷത്തിൽ ഒരു 30 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആയിട്ട്
ഈ SPF-ലേക്കോ അല്ലെങ്കിൽ PPF-ലേക്കോ അല്ലെങ്കിൽ RPF-ലേക്കോ കൊണ്ടിടുക. ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇഷ്ടമുള്ള എമൗണ്ട് അത്ര ഇടാം. എംപ്ലോയർ അയാൾക്ക് തരാൻ സൗകര്യമുള്ള എമൗണ്ട് തരുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊണ്ട് എംപ്ലോയറോട് എന്ത് ചെയ്യാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറയാം അല്ലേ? ഇപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് ഇത്രയും കയ്യിലേക്ക് തരണ്ട, ഒരു 30 എന്ത് ചെയ്തു എന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നിങ്ങൾ SPF-ലേക്കും BPF-ലേക്കും RPF-ലേക്കും ഇട്ടോളം പറയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ഇട്ടോളം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അതിന് ഡിഡക്ഷൻ കിട്ടും. ഈ 30-ന് ഡിഡക്ഷൻ കിട്ടൂല കേട്ടോ, ATC-ൽ ലിമിറ്റ് ഉണ്ട്, എന്നാലും ഡിഡക്ഷൻ കിട്ടും. പ്ലസ് എന്താ ഗുണം, ഈ 30-ന്റെ മുകളില് എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കിട്ടുകയല്ലേ ഇല്ലേ? ആ ഇൻട്രസ്റ്റിന് മുഴുവൻ എക്സംഷൻ ക്ലെയിം ചെയ്യാന്നല്ലേ നമ്മൾ പഠിച്ചത്. 9.5% എവിടെ, RPF-ല്. PPF-ലും SPF-ലും ആണെങ്കിൽ ആ മൊത്തം ഇൻട്രസ്റ്റും എക്സംപ്റ്റഡ് അല്ലേ? അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ 30 ലക്ഷത്തിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുഴുവൻ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ റിട്ടയർമെന്റിന്റെ സമയത്തെ ആ 30 എല്ലാ വർഷവും ഇതുപോലെ ഇട്ട് അതിന്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകമുകളൊക്കെ അൺടാക്സ്ഡ് ഇൻകങ്ങളല്ലേ അല്ലേ? അതൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾ 10 പൈസ പോലും ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. RPF ആണെങ്കിൽ 5 കൊല്ലം കണ്ടിന്യൂസ് സർവീസ് മതി. PPF SPF ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ഫുള്ള് റിട്ടയർമെന്റിന്റെ സമയത്ത് എന്താണ്, ഫുൾ വിഡ്രോവലും എക്സംപ്റ്റഡ് ആണ് അല്ലേ? അപ്പൊ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്തൂടെ? ഇങ്ങനെ ഒരു പ്ലാൻ റിട്ടയർമെന്റ് വരെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്താൽ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് 1 April 2021 ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. എന്താ പുതിയ നിയമം കേട്ടോ? പുതിയ നിയമം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്ര കൂടുതലാണെങ്കിൽ, ഒരു വർഷം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ എക്സസ് ഓവർ 2.50 lakh, 2.5 മുകളിലുള്ള ഇൻട്രസ്റ്റിന് ഞങ്ങൾ എന്ത് തരില്ല, 10 subsection 11-ലും 10 subsection 12-ലും ഞങ്ങൾ എക്സംഷൻ തരില്ല. ആ ഇൻട്രസ്റ്റ് വിഡ്രോവലിന്റെ സമയത്ത് ഫുള്ളി എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. Are you with me? നിങ്ങളുടെ ആനുവൽ കോൺട്രിബ്യൂഷൻ 2.5 വരെയാണോ, ഒരു കുഴപ്പമില്ല. 2.5 മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിനൊന്നും വിഡ്രോവലിന് ടാക്സ് തരണ്ട. നിങ്ങൾ ഒരു വർഷത്തെ കോൺട്രിബ്യൂഷൻ, മൊത്തം കോൺട്രിബ്യൂഷൻ അല്ല, ഓരോ വർഷവും നിങ്ങൾ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ 2.5 ലക്ഷം രൂപയുടെ മുകളിലാണെങ്കിൽ 2.5 എക്സസ് ഉള്ള എമൗണ്ട് എത്ര, അതായത് നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞ ഓരോ വർഷം 30 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 27.5 ലക്ഷം രൂപയല്ലേ 2.5 മുകളിലുള്ള കോൺട്രിബ്യൂഷൻ അല്ലേ? 27.5 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണോ അത് മുഴുവൻ വിഡ്രോവലിന്റെ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യും, ടാക്സ് ചെയ്യും. കൂടുതൽ എമൗണ്ട് കൊണ്ടിട്ടിട്ട് അങ്ങനെ കൂടുതൽ ടാക്സ് ബെനിഫിറ്റ് നിങ്ങൾ എടുക്കാൻ നോക്കണ്ട, ഞങ്ങൾ തരില്ല. Are you with me? We are focusing only on middle class. ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പർ മിഡിൽ ക്ലാസ്സുകാർ ഇവിടെ അങ്ങോട്ട് ടാക്സ് ആവി ഉണ്ടാക്കാൻ വരണ്ട എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. Are you with me? ഈ നിയമം വന്നു എന്നോട്ടാ 1 April 2021 തൊട്ടാ. അതിന് മുന്നേ ചെയ്യുന്നുള്ള എക്സസ് കോൺട്രിബ്യൂഷൻസിനൊന്നും വിഡ്രോവലിന്റെ സമയത്ത് എന്തില്ല, ടാക്സബിലിറ്റി ഇല്ല. 1 April 2021 തൊട്ടിട്ടാണ് നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് അന്ന് തൊട്ടുള്ള എക്സസ് കോൺട്രിബ്യൂഷൻ മാത്രമേ ഡിപ്പാർട്ട്മെന്റ് പിടിച്ച് ഇതുപോലെ എന്ത് ചെയ്യുന്നുള്ളൂ, ടാക്സ് ചെയ്യുന്നുള്ളൂ. ഈസ് ദാറ്റ് പോയിന്റ് ക്ലിയർ? അപ്പോ നമുക്കതൊന്ന് വായിക്കാം എന്താണെന്ന്. വായിച്ചേ. Exemption under 10 subsection 11 or 10 subsection 12 would not be available in respect of income by way of interest accrued during the previous year to the extent it relates to amount or aggregated amount of contribution made by employee exceeding 2,50,000 in any previous year in either SPF or RPF on or after 1 April 2021. ഇനി പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള ഡെപ്പോസിറ്റ് ആണെങ്കിൽ 2.5ക്ക് പകരം ലിമിറ്റ് 5 ആണ്. എന്താ 2.5ക്ക് പകരം ലിമിറ്റ് 5? നിങ്ങൾ PPF-ലേക്കാണ് 30 ലക്ഷം രൂപ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ 25 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് മാത്രമേ വിഡ്രോവലിന്റെ സമയത്ത് എന്താവുള്ളൂ, ടാക്സബിൾ ആവുള്ളൂ. കാരണം 2.5ക്ക് പകരം ലിമിറ്റ് അവർ പറഞ്ഞേക്കുന്നത് 5 ആണ്. ഡെപ്പോസിറ്റ് എവിടെയാണെങ്കിൽ PPF-ലാണെങ്കിൽ. എന്താ PPF? അയ്യോ, PPF എന്താ? ആ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അല്ലേ? അപ്പോൾ PPF ആണെങ്കിൽ in the case of contribution to PPF a higher limit of 5 lakh would be applicable. പറഞ്ഞത് ക്ലിയർ ആണോ? No, not 3. It may be noted that interest accrued on contribution to such funds up to 31st March 2021 would be exempted without any limit. 31 മാർച്ച് 2021 വരെയുള്ള എക്സസ് കോൺട്രിബ്യൂഷൻ ഒന്നും യാതൊരു ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റും ഇല്ല. വൈ? 1 April 2021 തൊട്ടിട്ടാണ് ഈ ലിമിറ്റ് അവർ ഇൻകം ടാക്സ് ആക്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് 31 മാർച്ച് വരെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾ നോക്കാൻ വരുന്നില്ല, വിട്ടേക്കുന്നു. നോട്ട് ഫോർ ഇഫ്
after termination of employment with one employer, the employee obtains employment under another employer, then only so much of accumulated balance in his provident fund account will be exempted, which is transferred to his recognized provident fund maintained by the new employer. അവിടെ തന്നെ at the time of termination for counting 5 years of continuous service, period of service with the former employer also shall be taken into account. എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു 3 കൊല്ലം റിലയൻസിൽ വർക്ക് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ എവിടെ ജോയിൻ ചെയ്തു? ടാറ്റയിൽ ജോയിൻ ചെയ്തു. അവിടെയും ഒരു 3 കൊല്ലം വർക്ക് ചെയ്തു. റിലയൻസിലെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് നിങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി? ടാറ്റയിലേക്ക് മാറ്റി. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നിട്ട് ടാറ്റയിൽ നിന്ന് 4-ാം കൊല്ലം നിങ്ങൾ റിട്ടയർ ചെയ്തു. അപ്പൊ എന്റെ ചോദ്യം, ടാറ്റയിൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ട്? 4 ഉള്ളൂ, അല്ലെങ്കിൽ 3 ഉള്ളൂ. 3 കൊല്ലമല്ലേ കംപ്ലീറ്റ് വർക്ക് ചെയ്തുള്ളൂ. 4-ാം കൊല്ലം ബിഗിനിങ്ങിൽ നിങ്ങൾ ഇറങ്ങിയെന്ന് വിചാരിക്കുക, 3 ഉള്ളൂ. പക്ഷെ ഇതിന് മുന്നേ നിങ്ങൾ എവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? റിലയൻസിൽ വർക്ക് ചെയ്തിട്ടില്ലേ ഒരു 3? രണ്ടും കൂടെ കൂട്ടി എത്ര മതി? 5 മതി. ഒരു എംപ്ലോയറിന്റെ അടുത്ത് തന്നെ 5 വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ ഒരിടത്ത് വർക്ക് ചെയ്തു, അവിടെ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ അവിടുത്തെ ബാലൻസ് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയായിരിക്കും 5 കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്യേണ്ടത്. അയ്യോ വിത്ത് മീ. അല്ലാതെ 1 to 1 ഒരു എംപ്ലോയറിന്റെ അടുത്ത് തന്നെ 5 വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. രണ്ടും കൂടെ കൂട്ടി എത്ര മതി? 5 മതി. ആർ യു ഓൾ ലിസ്ണിംഗ്? അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? വിഡ്രോവലിന്റെ സമയത്തുള്ള RPF, BPF, SPFന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇനി ഒരു സാധനം കൂടെ പഠിക്കാനുണ്ടല്ലോ. എന്താ അത്? URPF എന്നാണ് നിങ്ങൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഉള്ള ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് കൂടെ പഠിക്കണ്ടേ? അപ്പോ URPF എന്നാണ് നിങ്ങൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിലുള്ള ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ലംസം എമൗണ്ട് വിഡ്രോൺ ഫ്രം URPF. എന്തായിരുന്നു URPF? അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ URPF അല്ലേ? അപ്പൊ ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കൊണ്ട് ഇട്ടപ്പോ 10 പൈസ ടാക്സ് ചെയ്തിട്ടില്ല. എംപ്ലോയി കൊണ്ട് ഇട്ടപ്പോ അവന് യാതൊരു ഡിഡക്ഷനും കിട്ടിയിട്ടില്ല. ഇൻട്രസ്റ്റിനും ഇതുവരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തിട്ടില്ല? 1 രൂപ പോലും ടാക്സ് ചെയ്തിട്ടില്ല. അപ്പൊ പണിയൊക്കെ വരാൻ പോകുന്ന എപ്പോഴാ? വിഡ്രോവലിനായിരിക്കും അല്ലേ? ആ പണി എന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. എന്താ പോയിന്റ്? അക്യൂമുലേറ്റഡ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഞാനേ ഈ URPF എന്നൊരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. URPF എന്ന് ഒരു എമൗണ്ട് റിട്ടയർമെന്റ് സമയത്ത് വിഡ്രോ ചെയ്യാണ്. എമൗണ്ട് വിഡ്രോ ചെയ്യാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോഴേ ഈ വിഡ്രോവലിന്റെ 4 കോമ്പണൻസ് ഉണ്ട്. എന്തൊക്കെ 4 കോമ്പണൻസ്? ഒന്ന്, അതിനകത്ത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ? 2, എന്തുണ്ടാവും? എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ? പിന്നെ എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ശരിക്കും ഇതല്ല 4 കോമ്പണന്റ്. ഞാൻ URPF എന്നൊരു എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ ആ ലംസം എമൗണ്ട് ഉണ്ടാകാനുള്ള കാരണം 1 എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, 2 എംപ്ലോയി കോൺട്രിബ്യൂഷൻ, 3 ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, 4 ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയി കോൺട്രിബ്യൂഷൻ. ഇത് 4ഉം കൂടെ കൂട്ടിയല്ലേ ലംസം എമൗണ്ട് കിട്ടുന്നത് എനിക്ക് അല്ലേ? ഓരോന്നിനും സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ്. URPF ന്ന് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ അത് സാലറി ഹെഡിൽ ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. URPF ന്ന് നിങ്ങൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല? ടാക്സബിൾ അല്ല. വൈ? ആർക്ക് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് URPF ന്ന് എംപ്ലോയി കോൺട്രിബ്യൂഷൻ വിഡ്രോ ചെയ്യുമ്പോൾ ടാക്സബിലിറ്റി ഇല്ലാത്തത്? കാരണം സിമ്പിൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 ലക്ഷം രൂപയല്ലായിരുന്നു നിങ്ങളുടെ സാലറി. അതിലെ 10,000 രൂപയല്ലേ നിങ്ങൾ URPF കൊണ്ടിട്ടെ? നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ അനുസരിച്ച് 1 ലക്ഷം രൂപയായിരുന്നു സാലറി. അതിൽ 10,000 രൂപയല്ലേ URPF കൊണ്ടിട്ടെ അല്ലേ? എന്തെങ്കിലും ഡിഡക്ഷൻ കിട്ടിയോ? ഇല്ല. അപ്പൊ 1 ലക്ഷം രൂപ സാലറി നിങ്ങളുടെ കയ്യിൽ ടാക്സബിൾ ആയില്ലേ? ഇല്ലേ? ആ 10,000 രൂപ പിന്നീട് വിഡ്രോ ചെയ്യുമ്പോൾ അതിന് പിന്നെ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഓൾറെഡി ടാക്സബിൾ ആയ 10,000 ആണ് വിഡ്രോ ചെയ്തേക്കുന്നത് അല്ലേ? 1 ലക്ഷം രൂപ സാലറി കയ്യിലേക്ക് കിട്ടിയില്ലല്ലോ, 90 അല്ലേ കിട്ടിയുള്ളൂ. പക്ഷെ 1 ലക്ഷത്തിനും നിങ്ങൾ ടാക്സ് കൊടുത്തില്ലേ? പിന്നീട് നിങ്ങൾ ആ 10,000 വിഡ്രോ ചെയ്തെടുക്കുമ്പോൾ അതിന് വീണ്ടും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? When you are depositing that amount, entire 1 lakh have been subjected to already tax. 90 കൈ കിട്ടിയത്, പക്ഷെ 10,000-നും എന്ത് മേടിച്ചു? ടാക്സ് ഓൾറെഡി ഗവൺമെന്റ് മേടിച്ചു. പിന്നീട് നിങ്ങൾ വിഡ്രോ ചെയ്യുമ്പോൾ ആ 10,000-ന് വേറൊരു ഇൻകം ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ ഇല്ല. അതുകൊണ്ടാണ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ. നൗ അക്യൂമുലേറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ കോൺട്രിബ്യൂഷന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും സാലറി ഹെഡിൽ എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം.
എംപ്ലോയി കോൺട്രിബ്യൂഷന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ ടാക്സ് ചെയ്യേണ്ടത്? IFOSലാണ് ടാക്സ് ചെയ്യേണ്ടത്. Are you with me? ശ്രദ്ധിച്ചേ, എംപ്ലോയർ കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് സാലറിയിലും എംപ്ലോയി കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് IFOSലും. എന്താ ഈ ഹെഡ് ഇങ്ങനെ വരാൻ കാരണം? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എംപ്ലോയർ റിലേഷൻഷിപ്പിലല്ലേ എംപ്ലോയർ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ആ എമൗണ്ട് കിട്ടുമ്പോൾ സാലറി ഹെഡ്. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയർ കോൺട്രിബ്യൂഷനും എംപ്ലോയർ റിലേഷൻഷിപ്പിലല്ലേ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എംപ്ലോയർ കൊണ്ട് ഇട്ടുകൊണ്ടല്ലേ കിട്ടിയത്. സോ ദാറ്റ് ഇസ് ഓൾസോ അണ്ടർ സാലറി. എംപ്ലോയി കോൺട്രിബ്യൂഷൻ നോ ഇൻകം ടാക്സ് ട്രീറ്റ്മെന്റ്. എംപ്ലോയി കോൺട്രിബ്യൂഷന് മുകളിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ ഏതോ ഫണ്ടിൽ കൊണ്ട് എന്തോ ഡെപ്പോസിറ്റ് ചെയ്തതിന് കിട്ടിയ ഇൻട്രസ്റ്റ് പോലെയല്ലേ ട്രീറ്റ്മെന്റ്. സോ അണ്ടർ IFOS there is no employer employee relationship and hence have to be taxed under IFOS എന്നാണ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. Are you with me? അപ്പം നമ്മൾ ചുരുക്കം പറഞ്ഞ RPF, SPF, PPF, URPF ഡെപ്പോസിറ്റിന്റെ ഇഫക്റ്റും പഠിച്ചു, വിഡ്രോവലിന്റെ ഇഫക്റ്റും പഠിച്ചു. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഇത്രയും പറഞ്ഞതും പഠിച്ചതും എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു നിർത്തിയത് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 എടുത്ത് വായിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 8 വിച്ച് ഇസ് ഇൻ പേജ് നമ്പർ 6. പേജ് 6 ക്വസ്റ്റ്യൻ 8 എടുക്കുക, വായിക്കുക, ആൻസർ തരിക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അതിന്റെ ആൻസറിലേക്ക് പോവാം. സോ ലിസൺ, എന്താ ക്വസ്റ്റ്യൻ? Mr. A retires from service on 31st December 2025 after 25 years of service. Following are the particulars of his income or investments for the previous year 25-26. കുറെ particulars ഉണ്ട്. ബേസിക് പേ ഉണ്ട്, Dearness Allowance ഉണ്ട്, ലംസം പേയ്മെന്റ് റിസീറ്റ് ഫ്രം unrecognized provident fund ഉണ്ട്, deposits in public provident fund account ഉണ്ട്. Out of the amount received from unrecognized provident fund, employer's contribution was 2,20,000 and the interest thereon is 50,000. Employer's contribution was 270 and interest thereon is 60,000. What is the taxable portion of the amount received from unrecognized provident fund in the hands of Mr. A for the assessment year 25-26? ശരിക്കും എന്താ ചോദ്യം? ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള വിഡ്രോവലിന്റെ എംപ്ലോയിയുടെ കയ്യിലുള്ള ടാക്സബിലിറ്റി എന്താണെന്നല്ലേ ചോദിച്ചേക്കുന്നത് അല്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് ദ ഫണ്ട് മെൻഷൻഡ് അബവ് ഇസ് എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്? മുകളിലത്തെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ മാറുമോ എന്നൊരു ചോദ്യം കൂടെ അവർ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാതെ നമുക്ക് ആ മെയിൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ലിസൺ, മെയിൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ടേ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള വിഡ്രോവല് എന്തൊക്കെയാ നോക്കിയേ. എത്ര മൊത്തം വിഡ്രോ ചെയ്തേക്കുന്നത്? 6 ലക്ഷം വിഡ്രോ ചെയ്തു എന്നല്ലേ പറയുന്നേ? അതിന് കോമ്പോണൻസ് അവന്മാർ പറയുന്നില്ലേ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എത്ര മൊത്തം? 270 അല്ലേ? അല്ല 220 അല്ലേ? അല്ലേ? ശരി, അത് ഏത് ഹെഡിൽ ടാക്സബിൾ ആവും? സാലറി ഹെഡിൽ ടാക്സബിൾ ആവും അല്ലേ? ദെൻ ഇൻട്രസ്റ്റ് thereon, അതിന്റെ ഇൻട്രസ്റ്റ് എത്രയത്? 50 അല്ലേ? അതും സാലറി ഹെഡിൽ തന്നെ എന്താവും? ടാക്സബിൾ ആവും. How about employee contribution? No taxability. നമ്മളത് ടാക്സ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. How about its interest? That will be under IFOS. എത്രയാണ് ഇൻട്രസ്റ്റ്? 60,000. സോ സാലറി ഹെഡിൽ മൊത്തം 270, IFOSൽ 60, ഓൾ ടുഗദർ 330 അല്ലേ? ഇതിന് സ്റ്റാൻഡേർഡ് ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മൊത്തം 270 അണ്ടർ സാലറി ആൻഡ് 60 അണ്ടർ IFOS. ഇതല്ലേ ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. നമുക്ക് അതിന് മുകളിൽ കിടക്കുന്ന ടേബിൾ നമുക്ക് ആവശ്യം പോലും ഇല്ല. ബേസിക് പേ, DA, ലംസം, ഡെപ്പോസിറ്റ് ഇൻ PPF ആവശ്യമുണ്ടോ? ഇല്ല. ചോദ്യം എന്താണെന്ന് നോക്കണം. എന്താ ചോദ്യം? URPF എന്നുള്ള വിഡ്രോവലിന്റെ ടാക്സബിലിറ്റി എന്താണെന്ന് ചോദിച്ചേക്കുന്നത്? എംപ്ലോയർ കോൺട്രിബ്യൂഷനും അതിന്റെ ഇൻട്രസ്റ്റും സാലറിയിലും. എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, ഇൻട്രസ്റ്റ് IFOSൽ ടാക്സബിൾ ആവും അല്ലേ? സബ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇഫ് ഹീസ് ദേ ആർ വിഡ്രോയിങ് എമൗണ്ട് ഫ്രം RPF? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയിരുന്നെങ്കിൽ ആൻസർ എങ്ങനെ മാറുമായിരുന്നു? എന്തായിരുന്നു ആൻസർ? 10 subsection 12 ഫുള്ളി എക്സംപ്റ്റഡ്. അതുകൊണ്ടാ ഫുള്ളി എക്സംപ്റ്റഡ്. അവന് 25 വർഷത്തെ സർവീസ് ഇല്ലേ? ഇല്ലേ? 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉള്ളവൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന് എമൗണ്ട് വിഡ്രോ ചെയ്താൽ ആ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ള മൊത്തം വിഡ്രോവലും ഫുള്ളി എക്സംപ്റ്റഡ് അല്ലേ? അല്ലേ? 25 വർഷം സർവീസ് ഉണ്ടെന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ സേ ഫുള്ളി എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ആണോ? ദാറ്റ്സ് ഇറ്റ്. 8ാമത്തെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോലും തന്നെ ഇല്ല.
ഏതാ നമ്മൾ നേരത്തെ ഒരു നോട്ട് പഠിച്ച് ഓർക്കുന്നില്ലേ? 2.5 ലക്ഷം രൂപയുടെ മുകളിലേക്ക് നിങ്ങൾ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ചെയ്താൽ അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ടാക്സബിൾ ആവുന്ന പഠിച്ച് ഓർക്കുന്നില്ലേ? അയ്യോ, അതൊന്നും ഇവിടെ വരികയല്ല. ഇവിടെ അവന്റെ ആജീവനാന്ത കോൺട്രിബ്യൂഷൻ ആണ് എന്ത്? 270. 25 വർഷത്തെ മൊത്തം കോൺട്രിബ്യൂഷൻ ആണ് 270. ഒരു വർഷത്തെ അല്ല, ഒരു വർഷത്തെ കോൺട്രിബ്യൂഷൻ ആണ് 270 എങ്കിൽ ശരിയാ. ആ 270 20,000 രൂപയുടെ മുകളിൽ ഇൻട്രസ്റ്റ് എന്തായി മാറും? വിഡ്രോവലിന്റെ സമയത്ത് ടാക്സബിൾ ആയി മാറും അല്ലേ? ഇത് അവന്റെ 25 വർഷത്തെ മൊത്തം കോൺട്രിബ്യൂഷൻ വിഡ്രോവൽ ആണ് 270. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് ഫോർ എ ഇയർ. ഒരു പ്രീവിയസ് ഇയറിൽ 2.5 കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതാണ് എന്താകുന്നത്? അതിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ് ടാക്സബിൾ ആവുന്നത്. നമ്മൾ നോട്ടിൽ പഠിച്ചത്. അതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. യു ഓൾ ഹിയർ? ക്ലിയർ അല്ലേ എല്ലാവർക്കും ഞാൻ പറഞ്ഞത്? ഓർത്ത് വെക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻ 9 വായിച്ചോ. ക്വസ്റ്റ്യൻ 9 കുറച്ചുകൂടെ ബെറ്റർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 9. അപ്പൊ ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് 9 ഒരുമിച്ച് വായിച്ചിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 9? ഞാൻ ക്വസ്റ്റ്യൻ ഇവിടുന്ന് വായിക്കാം. മിസ്റ്റർ ബി is working in XYZ Limited and has the following or has given the details of income for the previous year 25-26. You are required to compute his gross salary from the details given below. Ignore section 115 BAC. So നമുക്കൊരു ഹെഡിങ് എഴുതാം, computation of gross salary for the previous year 2025-26, or rather we can say assessment year 26-27. ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. Now, ആദ്യത്തെ ഐറ്റം ബേസിക് സാലറി ആണ്. ബേസിക് സാലറി ഒരു ടാക്സബിൾ ആയിട്ടുള്ള റെസിപ്റ്റ് ആണോ? ആണോ? തീർച്ചയായിട്ടും ആണ്. ഒരു സംശയമില്ല. നമ്മൾ ഗ്രോസ് സാലറി കണ്ടുപിടിക്കുന്നത്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ എക്സംഷൻ ഇല്ലാത്ത എല്ലാ ഐറ്റവും എന്താണ്? ടാക്സബിൾ ആണ് ആ സാലറി അല്ലേ? ഫസ്റ്റ് ഐറ്റം എഴുതാം, ബേസിക് സാലറി. എത്ര ബേസിക് സാലറി? 10,000 പെർ മന്ത് അല്ലേ? ഇൻറ്റു 12 months എന്ന് പറയുമ്പോൾ എത്ര വരും? 1,20,000. 2, Dearness Allowance. അതിൽ 50% ആണ് ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. മൊത്തം ഡി എയും സാലറി ആയിട്ട് ടാക്സബിൾ അല്ലേ? ഈ സ്റ്റാൻഡേർഡ് സാലറി ഡെഫിനേഷനിലാണ് മറ്റേ ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റും അല്ലാത്തൊക്കെ വരുന്നത്. ഡി എ കിട്ടിയത് മുഴുവൻ നിങ്ങളുടെ ടാക്സബിൾ ആണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? സോ മൊത്തം ഡി എത്ര വരും? 8,000 പെർ മന്ത് ഇൻറ്റു 12 എത്ര വരും? 96,000. Then what next? അടുത്ത എന്താ? കമ്മീഷൻ. കമ്മീഷൻ പേഴ്സൺ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. കമ്മീഷൻ ടേൺ ഓവറിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് അവന്മാര് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ? ആണെങ്കിലും അല്ലെങ്കിലും എടുക്കണം. കാരണം ഇത് നമ്മൾ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുന്നത്. മൊത്തം ടേൺ ഓവർ 50 ലക്ഷം, അതിന്റെ 0.1% അല്ലേ നമ്മൾ എടുക്കേണ്ടത്? ആൻഡ് ഹൗ മച്ച് ഇസ് ദാറ്റ്? 0.1% ഓൺ 50 lakhs? 5,000. 5,000 രൂപ ടാക്സബിൾ ആവും. അടുത്തത് ബോണസ്. ബോണസും ഒരു ടാക്സബിൾ കമ്പോണന്റ് അല്ലേ? ബോണസ് എപ്പോഴും ടാക്സബിൾ ആവുന്ന ഇൻ ദി ഇയർ ഓഫ് റെസിപ്റ്റ് ആണ്. ഇത് കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ആ ബോണസ് 40,000 ഫുള്ളി എന്തായിരിക്കും? ടാക്സബിൾ ആയിരിക്കും. അടുത്തത് ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി എക്സംഷൻ കിട്ടുമോ? ടാക്സബിൾ ആണോ? ഇത് അവന്റെ പീരീഡ് ഓഫ് സർവീസ്, അവൻ റിട്ടയർ ചെയ്തെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഗ്രാറ്റുവിറ്റി റിസീവ് ഡ്യൂറിംഗ് പീരീഡ് ഓഫ് സർവീസ് ഇസ് ഫുള്ളി ടാക്സബിൾ. യാതൊരു എക്സംഷനും കിട്ടില്ല. അപ്പൊ എത്ര മൊത്തം ഗ്രാറ്റുവിറ്റി? 25,000 അല്ലേ? Then what is next? His own contribution in RPF. എന്ത് his own contribution? എംപ്ലോയിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ഇൻ RPF. ഇതിന് ശരിക്കും എന്താ കിട്ടുക? ചാപ്റ്റർ 6 റിഡക്ഷൻ അല്ലേ കിട്ടുക? അല്ലേ? അവൻ അവന്റെ ബേസിക് സാലറിയുടെ ഒരു പോർഷൻ എടുത്തായിരിക്കില്ലേ അവൻ സ്വന്തം കോൺട്രിബ്യൂഷൻ ചെയ്യുക. അതിന് ചാപ്റ്റർ 6 റിഡക്ഷൻ ആണ് കിട്ടുക. അപ്പൊ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. നോട്ട് എഴുതി വെച്ചാൽ മതി. എന്താ നോട്ട്? എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു ഏതാ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. എന്തായിരുന്നു സാധനം? യെസ്, RPF ഷാൽ ബി അലൗഡ് ആസ് deduction under section 80C, that is under chapter 6A deductions. അപ്പോൾ while computing gross salary നമ്മൾ ചാപ്റ്റർ 6 റിഡക്ഷൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ എപ്പോഴും എടുക്കണ്ടേ? ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള ഹെഡിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചാപ്റ്റർ 6 റിഡക്ഷൻ എന്ത് ചെയ്യാൻ? ക്ലെയിം
ചെയ്യാൻ. അപ്പം നമ്മൾ അതിന് വേറെ ഒന്നും ചെയ്യണ്ട, നോട്ട് എഴുതി വെച്ചാൽ മതി. നോട്ട് എഴുതണം കേട്ടോ, ഇല്ലേ മാർക്ക് പോവേ. നിങ്ങൾ അതിനൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ആൻസർ ശരിയല്ലേ, പക്ഷെ മാർക്ക് കിട്ടില്ല. അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് നോട്ട് മിസ്സായതിൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മാർക്കിൽ നിന്ന് പോകും. എല്ലാ വർക്കിംഗ് നോട്ടിനും മാർക്കുണ്ട് കേട്ടോ. നമ്മൾ എഴുതുന്ന ഓരോ നോട്ടിനും എന്തുണ്ട്? മാർക്കുണ്ട്. എല്ലാത്തിനും കാരണവും കാര്യവും റീസൺ എല്ലാത്തിനും നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പേപ്പറിലേക്ക് മെൻഷൻ ചെയ്യണം. അടുത്ത എന്താന്ന് നോക്കി, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എത്ര? ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ബേസിക് സാലറിയുടെ 20% അല്ലേ? 20% ഓഫ് 1,20,000 എന്ന് പറയുമ്പോൾ എത്ര വരും? 24,000. ഇനി എത്ര എക്സംഷൻ? അപ് ടു 12% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി അല്ലേ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക അല്ലേ? എത്ര കുഞ്ഞുങ്ങളെ സ്റ്റാൻഡേർഡ് സാലറി? മൊത്തം 1,20,000 ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. 96ന്റെ പകുതി എത്ര വരും? 50% ഓഫ് 96. 50% ഓഫ് 96,000 എത്ര വരും? 48,000 പ്ലസ് കമ്മീഷൻ which is expressed as a fixed percentage of a turnover, that is 5,000. ഇത് എല്ലാം കൂടെ കൂട്ടി അതിന്റെ 12% അല്ലേ നമുക്ക് എക്സംഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. എത്ര വരും? 12% ഇതിന്റെ ടോട്ടലിന്റെ, അതായത് 1,20,000 പ്ലസ് 96ന്റെ 50% will be 48,000 plus 5,000 into 12%. Can you tell me the amount? 20,760. അപ്പോൾ ഈ എക്സംഷൻ കുറച്ച് ബാക്കി ടാക്സബിൾ എമൗണ്ട് അപ്പോൾ എത്ര വരും? Can you tell me how much will be the taxable amount? 3,250. 240. 3,240 shall be the taxable contribution of employer. Are you with? ഇതല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് അപ് ടു 12% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി വരെ ഡിഡക്ഷൻ കിട്ടുന്നല്ലേ പഠിച്ചത്. എക്സസ് ഉണ്ടെങ്കിൽ അത് എന്തായി മാറും? ടാക്സബിൾ ആയി മാറും. അടുത്ത എന്താ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇൻട്രസ്റ്റ് ഓൺ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. 13% ഇൻട്രസ്റ്റ് ആണ് 13,000. അപ്പൊ ഫണ്ട് ബാലൻസ് എത്ര? 13,000 ഡിവൈഡഡ് ബൈ 13%. അതിന്റെ മുകളിൽ നമുക്ക് എത്ര എക്സംഷൻ കിട്ടുക? 9.5% അല്ലേ എക്സംഷൻ കിട്ടുക അല്ലേ? നമുക്ക് ആദ്യമേ ആ ഇൻട്രസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇൻട്രസ്റ്റ് ഓൺ RPF 13,000. ദെൻ എക്സംഷൻ ഷാൽ ബി 13 divided by 13% into 9.5%. that will be 9,500. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എത്ര വരും ബാക്കി എമൗണ്ട്? 9,500 കുറച്ച് കഴിയുമ്പോൾ that will be 3,500. ഇത്രയല്ലേ ഉള്ളൂ. ആ കൂട്ടിക്കോ. ഗ്രോസ് സാലറി എത്രയാണെന്ന് പറഞ്ഞു? ഗ്രോസ് സാലറി ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ഗ്രോസ് സാലറി? 1,20,000 plus 96 plus 5 plus 40,000 plus 25,000 plus 3,240 plus 3,500 എത്ര വരും? 11 lakhോ? അത്ര ഒന്നും വരികയല്ല. 2,92,740 shall be the gross salary taxable, and I hope it is clear for you. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും 1-2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 7 വായിക്കുക, പെട്ടെന്ന് ആൻസർ തരിക. ക്വസ്റ്റ്യൻ നമ്പർ 7. ആ 7 അല്ല, നമുക്ക് അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട്, അതൊന്ന് ചെയ്തിട്ട് വരാം. എനിക്കൊന്ന് 3 ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ചെയ്തിട്ടില്ല, അതൊന്ന് ചെയ്തിട്ട് 7 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് ചെയ്തേ ആദ്യം. ക്വസ്റ്റ്യൻ 2 നമ്മൾ HRA റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്. അതൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ നമ്പർ 2 ഒന്ന് വായിച്ചിട്ട് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ 2 കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് അതിൽ ആൻസർ ചെയ്യാം. ഓക്കെ. കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഹൗസ് റെന്റ് അലവൻസ് ഓഫ് മിസ്റ്റർ അഭിജിത്ത് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ബേസിക് സാലറി 5,000 പെർ മന്ത് ആണ്, DA 2,000 പെർ മന്ത് ആണ്, HRA 4,000 പെർ മന്ത് ആണ്, റെന്റ് പെയ്ഡ് 4,000 പെർ മന്ത് ഇൻ പൂനെയാണ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പല പല ഡേറ്റുകൾക്ക് അനുസരിച്ച് പല പല ഇവന്റുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ടൈം ലൈൻ വരയ്ക്കാം. ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ഇൻക്രിമെന്റും പിന്നെ ഒരു ട്രാൻസ്ഫറും പിന്നെ സ്വന്തം വീട്ടിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് വരച്ചെടുക്കാം. കഥ തുടങ്ങുന്നത് 1 ഏപ്രിൽ 2025 തൊട്ടിട്ടാണ്. 1 ഏപ്രിൽ 2025 തൊട്ട് മെയ് വരെ 1 ഏപ്രിൽ 2025 തൊട്ട് ജൂലൈ വരെ സാലറി എത്രയായിരുന്നു? 5,000 ആയിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇൻക്രിമെന്റ് ഉണ്ടായി എന്നല്ലേ അവന്മാർ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത്. ബേസിക് സാലറി 5,000,
DA 2000, HRA 4000, rent paid 4000. അപ്പോൾ there is an increment in basic salary by 1000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നു ബേസിക് സാലറിയിൽ 1000 ആണ്. ദെൻ അത് കഴിഞ്ഞ് അവിടെ പിന്നെ ഒരു എംപ്ലോയ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് എന്നും അവർ കഥ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1st April തൊട്ട് നമ്മുടെ 30th June വരെ 30th June 2025 വരെ ബേസിക് സാലറി എത്രയായിരുന്നു? ബേസിക് സാലറി 4000 ആണോ 5000 ആണോ? അവിടെ ഒരു കാര്യമുണ്ട്. ബേസിക് സാലറി കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഹൗസ് റെന്റ് അലവൻസ് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ എന്നല്ല പറഞ്ഞേക്കുന്നത്. ഈ ഡേറ്റ ഏത് ഡേറ്റിലെ ഡേറ്റ ആണെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പൊ 5000 6000 ആയതാണോ 4000 5000 ആയതാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻഫർമേഷനിൽ നിന്ന് എന്തല്ല ക്ലിയർ അല്ല. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് എടുത്ത് പോവുക. 5000 6000 ആയതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ബേസിക് സാലറി ആ ഒരു പീരീഡിൽ 5000 ആണ്. ഇനി ഇത് 31 മാർച്ച് വരെയാണ് ഈ ഒരു ടൈം ഫ്രെയിം പോകുന്നത്. 1st ജൂലൈ തൊട്ട് ഇൻക്രിമെന്റ് ഉണ്ടായിരുന്നു. 1st ഒക്ടോബർ വരെ എന്താ സംഭവിച്ചത്? 1st ഒക്ടോബർ 2025 നമുക്കിവിടെ 31st ജൂലൈ എഴുതാം. 1st ജൂലൈ എഴുതാം. 1st ജൂലൈ. നൗ ബേസിക് സാലറി എത്രയായി? 6000 ആയി. ഇനി 1st ഒക്ടോബറിൽ ശരിക്കും എന്ത് സംഭവിച്ചു? പുള്ളിക്കാരൻ കൊൽക്കത്തയിലേക്ക് പോയി. ഇതുവരെ കാൺപൂരായിരുന്നു അല്ലേ? ഈ ഒരു പീരീഡ് വരെ ഇദ്ദേഹം കാൺപൂരായിരുന്നു, പൂനെയിലായിരുന്നു. എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു, കാൺപൂരല്ല, പൂനെയിലായിരുന്നു. പൂനെന്ന് 1st ഒക്ടോബറിൽ പുള്ളി എങ്ങോട്ടേക്ക് പോയി? കൊൽക്കത്തയിലേക്ക് പോയി. ഈ കൊൽക്കത്ത മെട്രോ അല്ലേ? പൂനെ നോൺ മെട്രോയും അല്ലേ? ശരി, ഈ കൊൽക്കത്തയിലേക്ക് പോയി. എന്നിട്ട് പുള്ളി 1st ജാനുവരി 2026 പിന്നെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം. 1st ജാനുവരി 2026 പുള്ളി ഓൺ ഹൗസ് മേടിച്ചു അല്ലേ? ഈ ഓൺ ഹൗസ് മേടിച്ചാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടില്ല? 1039 എക്സംഷൻ കിട്ടില്ല. അപ്പൊ ഇവിടെ കുറെ സംഭവ വികാസങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഇല്ലേ? എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പീരീഡ് വൈസ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? എക്സംഷൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് അതെങ്ങനെ ചെയ്യണം എന്നൊന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പീരീഡ് ആയിട്ട് നമുക്ക് ഏതെടുക്കാം? 1st April തൊട്ട് 1st ജൂലൈ വരെ എടുക്കാം. കാരണം സാലറി ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു പീരീഡ് ആയിട്ട് എന്താണ് കൺസിഡർ ചെയ്യുന്നത്. എത്ര മാസമുണ്ട് ഈ ഒരു പീരീഡിൽ? ഏപ്രിൽ, മെയ്, ജൂൺ, 3 മാസം അല്ലേ? അപ്പൊ ആദ്യം 3 മാസത്തെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ചെയ്യാം. സോ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 1013A ഫ്രം ഏപ്രിൽ ടു ജൂൺ, ആ ഒരു 3 മാസത്തെ നമുക്ക് ആദ്യം കമ്പ്യൂട്ടേഷൻ ചെയ്യാം. നിങ്ങൾ പറ, ആക്ച്വൽ HRA എത്രയാണ് ആ ഒരു പീരീഡിൽ നമുക്ക് കിട്ടിയത്? ആ ഒരു 3 മാസ കാലയളവിൽ നമുക്ക് കിട്ടിയ ആക്ച്വൽ HRA എത്രയാ? 4000 × 3 എന്ന് പറയുമ്പോൾ 12,000 അല്ലേ ശരിക്കും കിട്ടിയ ആക്ച്വൽ HRA. ഇനി ലിമിറ്റ് പ്രകാരം ഒന്നിലെ ആക്ച്വൽ HRA റിസീവ്ഡ്, അതായത് ഒന്നിലെ 12,000 rupees, അല്ലെങ്കിൽ നമ്മളെന്താ രണ്ടാമത്തെ ലിമിറ്റ്? ആക്ച്വൽ റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി എന്നുള്ളതല്ലേ നമ്മുടെ രണ്ടാമത്തെ ലിമിറ്റ് അല്ലേ? ഈ 3 മാസത്തെ റെന്റ് പെയ്ഡ് എത്രയാ? ഹൗ മച്ച് ഇസ് ദ റെന്റ് പെയ്ഡ് ഫോർ ദിസ് 3 months? 12,000 അല്ലേ 3 മാസത്തെ റെന്റ് പെയ്ഡ് അല്ലേ? 4000 പെർ മന്ത് അല്ലേ റെന്റ് പെയ്ഡ്? ഇൻറ്റു 3 months എന്ന് പറഞ്ഞാൽ 12,000 പെർ മന്ത് മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. ഈ ഒരു പീരീഡിലെ സ്റ്റാൻഡേർഡ് സാലറി എത്രയാ? ഈ ഒരു പീരീഡിലെ സ്റ്റാൻഡേർഡ് സാലറി എത്രയാണ്? ബേസിക് സാലറി 5,000 അല്ലേ? ഇനി DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണോ? വെറുതെ DA എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. തിരിച്ചും ചെയ്യാം. ആണെന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. പക്ഷെ ഞാൻ അല്ല എന്നാണ് അസ്യൂം ചെയ്യുന്നത്. എളുപ്പമുണ്ട് അപ്പൊ ചെയ്യാൻ അല്ലേ? കമ്മീഷൻ ഒന്നും പറയുന്നില്ല, അപ്പൊ നമ്മളത് വരില്ല. അപ്പൊ 5,000 ആണ് ആ ഒരു പീരീഡില്. സോ 5,000 × 3 months 10% എന്ന് പറയുമ്പോൾ എത്ര വരും ഈ രണ്ടാമത്തെ ലിമിറ്റ്? ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. 12,000 മൈനസ് 1,500, ദാറ്റ് വിൽ ബി 10,500, റൈറ്റ്? 10,500 അല്ലേ വരിക? ആണോ? അപ്പൊ 10,500 ആണ് വന്നത്. സോ 10,500 ഇസ് ലിമിറ്റ് നമ്പർ 2. സോറി, അവിടെ അല്ല, അകത്തോട്ട് എഴുതാം. 10,500 ഇസ് ലിമിറ്റ് നമ്പർ 2. ആൻഡ് വാട്ട് ഇസ് ലിമിറ്റ് നമ്പർ 3? ഈ ഒരു പീരീഡിൽ ഇവൻ പൂനെയിലല്ലേ? അപ്പൊ അവന്റെ സ്റ്റാൻഡേർഡ് സാലറിയുടെ 40%. എത്ര സ്റ്റാൻഡേർഡ് സാലറി? 15,000 അല്ലേ സ്റ്റാൻഡേർഡ് സാലറി? അതിന് 40% എന്ന് പറയുമ്പോൾ എത്ര വരും? എത്രയാണ്? 6,000. സോ വിച്ച് എവർ ഇസ് ലോവർ? ഏതാ ലോവർ? 6,000 ആണ് ലോവർ. അപ്പോ ആ ഒരു പീരീഡിലെ ടാക്സബിൾ കമ്പോണന്റ് ഓഫ് HRA എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര മറുപടി? 6,000 അല്ലേ ടാക്സബിൾ കമ്പോണന്റ് ഓഫ് HRA?
പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വേണമെങ്കിൽ തിരിച്ചു അസ്യൂം ചെയ്യാൻ കേട്ടോ. ഈ 1000 ഇൻക്രിമെന്റ് കഴിഞ്ഞിട്ടുള്ള ഫിഗർ ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് ഈ ഒരു പീരീഡിലെ ബേസിക് സാലറി വേണമെങ്കിൽ നിങ്ങൾക്ക് 4000 ആയിട്ട് എടുത്ത് ആൻസർ ചെയ്യാൻ കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, കാരണം ക്വസ്റ്റ്യനിലെ പൊസിഷൻ ക്ലിയർ അല്ല. ആഫ്റ്റർ ഇൻക്രിമെന്റ് ആണോ 5000, ബിഫോർ ഇൻക്രിമെന്റ് ആണോ എന്നൊന്നും അവർ പറയുന്നില്ല. അപ്പൊ നമ്മൾ ബിഫോർ ഇൻക്രിമെന്റ് ആണ് 5000 എന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. ആ അസംഷൻ എഴുതണമെന്നില്ല, കാരണം ചെയ്തു വരുമ്പം അറിയാലോ അതെങ്ങനെ നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന്. വേണമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. നൗ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇനി നോക്കിയേ, രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത് എന്നോട്ട് എന്ന് വരെയാ? വാട്ട് ഇസ് ദ സെക്കൻഡ് പീരീഡ്? ദാറ്റ്സ് ഫ്രം 1st July to 1st October. അത് 3 മാസമാണ്. അവിടെ ബേസിക് സാലറി 6000 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സെക്കൻഡ് പീരീഡ് നമുക്ക് നോക്കാം. അവിടുത്തെ ആക്ച്വൽ HRA വീണ്ടും 12000 തന്നെയാണ്. അപ്പോൾ ലിമിറ്റുകൾ, ഒന്നാമത്തത് ആക്ച്വൽ HRA 12,000 ഓർ എന്താ രണ്ടാമത്തെ പോയിന്റ്? നമ്മുടെ റെന്റ് പെയ്ഡ്, ദാറ്റ് ഇസ് 12,000 മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. ഇവിടെ എത്ര സ്റ്റാൻഡേർഡ് സാലറി? 6000 into 3 അല്ലേ സ്റ്റാൻഡേർഡ് സാലറി അല്ലേ? എത്രയാണ് 12,000 മൈനസ് 10% ഓഫ് 6000 into 3? 10,200. And what is third limit? 40% on 6,000 into 3, that is 18,000 rupees. എത്ര വരും 40% on 18,000? 7,200. അപ്പോൾ ഏതാ ലോവർ? 7,200 അല്ലേ ലോവർ? സോ ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുക എത്രയായിരിക്കും? ഹൗ മച്ച് വിൽ ബി ദ എക്സംഷൻ? 4,000, not exemption. How much will be the taxable HRA? Sorry, taxable HRA 4,800. ഇനി കഴിഞ്ഞിട്ടില്ല. അടുത്ത പീരീഡിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ഒക്ടോബർ തൊട്ട് മുന്നോട്ടുള്ള ആ ഒരു പീരീഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ കൊൽക്കട്ടയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് സാലറിയുടെ 50% എന്നുള്ള ലിമിറ്റിലേക്ക് മാറും അല്ലേ? സോ നമുക്ക് ആ ഒരു കാലയളവ് ഒന്ന് നോക്കാം. അവിടുത്തെ ആക്ച്വൽ HRA എത്ര? ഹൗ മച്ച് ഇസ് ദ ആക്ച്വൽ HRA ഫോർ ദാറ്റ് പീരീഡ്? സെയിം 12,000 തന്നെയാണ്. ദെൻ വീണ്ടും ലിമിറ്റുകളിൽ ആദ്യത്തത് ആക്ച്വൽ HRA ആണ്, ദാറ്റ് ഇസ് 12,000. ദെൻ നമ്മൾ റെന്റ് പെയ്ഡ് 12,000 മൈനസ് 10% ഓഫ് സ്റ്റാൻഡേർഡ് സാലറി. അവിടുത്തെ സ്റ്റാൻഡേർഡ് സാലറി എന്ന് പറയുന്നത് സെയിം 10% ഓഫ് 6,000 into 3 തന്നെയാണ് അല്ലേ? ലിമിറ്റ് വിൽ ബി 10,200 itself. ആ മൂന്നാമത്തത് മാറും, ദാറ്റ് ഇസ് 50% ഓഫ് 6,000 into 3. ആൻഡ് ഹൗ മച്ച് ഇറ്റ് വിൽ ബി? 9,000 വരും അല്ലേ? സോ യു ടെൽ മീ വിച്ച് എവർ ഇസ് ലോവർ? 9,000 അല്ലേ ലോവർ? അപ്പോൾ 9,000 ആണ് ലോവർ എങ്കിൽ ക്യാൻ യു ടെൽ മീ ഹൗ മച്ച് ഇസ് ദ ടാക്സബിൾ കോമ്പണന്റ് ഓവർ ദെയർ? 3,000. ഇനി 1st January തൊട്ട് റിമൈനിങ് പീരീഡിൽ അവൻ സ്വന്തം വീട്ടിലല്ലേ താമസിച്ചത് അല്ലേ? സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. അപ്പൊ അത് മുഴുവൻ എന്തായി മാറും? ടാക്സബിൾ കോമ്പണന്റ് ആയി മാറും. സോ ടാക്സബിൾ HRA ഫ്രം Jan 26 to March 26 will be 12,000. ആ ഫുൾ 12,000 നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും? ഫുള്ളി ടാക്സബിൾ ആയിരിക്കും. ബിക്കോസ് യു ഹാവ് സ്റ്റേഡ് ഇൻ യുവർ ഓൺ ഹോം. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ താമസിച്ച ഒരാളാണ്. ആ പീരീഡിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടൂല. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ടാക്സബിൾ HRA എത്ര വരും? 12 plus 3 plus 4,800 plus 6,000. How much will be the total? 25,800 shall be the total taxable house rent allowance. Clear ആണോ? ഇങ്ങനെ വേണം, പീരിയഡ് വൈസ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. സോ ഫ്രണ്ട്സ്, നമ്മൾ പ്രോവിഡന്റ് ഫണ്ടിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത പഠിക്കാനുള്ള കണ്ടന്റ് എന്താണ്, കോമ്പോണന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ അടുത്ത കോമ്പോണന്റ്? എന്താ വായിച്ചേ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് കോമ്പോണന്റ്? ട്രീറ്റ്മെന്റ് ഓഫ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 1010B. റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ? റിട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പിരിച്ചുവിടുക എന്നൊക്കെ നമ്മൾ പറയും. ലേ ഓഫ് എന്നൊക്കെ നമ്മൾ പറയല്ലേ ഇല്ലേ? നമ്മുടെ ഇൻഡസ്ട്രിയിൽ എക്കണോമിക് ആയിട്ട് വലിയൊരു ക്രൈസിസ് വന്നു. അപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിലെ കുറെ എംപ്ലോയീസിന് എന്ത് ചെയ്യാണ്? പിരിച്ച് വിടുക. ചുമ്മാ ടാറ്റ കൊടുത്തങ്ങ് വിട്ടാൽ മതിയോ? പോരാ. അവർക്ക് എന്ത് കൊടുക്കണം? റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ കൊടുക്കണം. നേരത്തെ പിരിച്ചു വിടുന്ന കാരണം അവർക്കൊരു തുക നിങ്ങൾ എന്തായിട്ട് കൊടുക്കണം? കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കണം. അങ്ങനെ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ എംപ്ലോയിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുള്ള ഒരു പേയ്മെന്റ് അല്ലേ? അല്ലേ? അതുകൊണ്ട് തന്നെ അത് സാലറി ഹെഡിലായ എംപ്ലോയിയുടെ കയ്യിൽ ഫുള്ളി എന്തായിരിക്കും?
taxable ആയിരിക്കും. From that you can claim an exemption under section 1010B. ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് എംപ്ലോയർ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിക്ക് 1010B പ്രകാരം എന്ത് ക്ലെയിം ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി ഇത് ക്ലെയിം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇവിടെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ടോപ്പിക്കാണ്. എക്സംഷൻ ഷാൽ ബി ലോവർ ഓഫ് ദീസ് ടു. ഒന്നിലേത് അല്ലെങ്കിൽ മറ്റേ ലിമിറ്റ് വിച്ചെവർ ഇസ് ലോവർ ആണ് നിങ്ങളുടെ എക്സംഷൻ. ഫസ്റ്റ് ലിമിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ് 5 lakh rupees. ഒന്നിലെ 5 ലക്ഷം രൂപ. അല്ലെങ്കിൽ 15 days average pay into completed year of service or part thereof in excess of 6 months. 15 ദിവസത്തെ ആവറേജ് പേ എടുക്കുക. into completed year of service or part thereof in excess of 6 months. ഈ രണ്ട് മാത്തിൽ ഏതാണോ ലോവർ വരുന്നത് അതായിരിക്കും നിങ്ങൾക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുക. Are you with me? അപ്പൊ എന്താണ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 1010B പ്രകാരം ഒന്നിലെ 5 lakh rupees അല്ലെങ്കിൽ 15 days average pay into complete year of service or part thereof in excess of 6 months, whichever is lower you can claim as an exemption. ഇനി ഇവിടെ ഈ 15 days ആവറേജ് പേ എന്നല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്? അല്ലേ? 15 days ആവറേജ് പേ എന്നല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നേ? എന്താണ് ഈ ആവറേജ് പേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സോ ആവറേജ് പേ മീൻസ് ആവറേജ് ഓഫ് വേജസ് പേബിൾ ടു എ വർക്ക്മാൻ ആസ് പെർ ദ ഫോളോയിങ് ലിമിറ്റ്സ്. താഴെ പറയുന്ന പോലെ കമ്പ്യൂട്ട് ചെയ്താണ് ആവറേജ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കിയേ, ഇൻ കേസ് ഓഫ് എ മന്ത്ലി പെയ്ഡ് വർക്ക്മാൻ, മന്ത്ലി പെയ്ഡ് വർക്ക്മാന് ആവറേജ് പേ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, ആവറേജ് വേജ് ഓഫ് 3 complete calendar months. എന്താ ഇതിന്റെ അർത്ഥം? Average wage of 3 complete calendar months. What do you mean by 3 complete calendar months? അവസാനം പിരിച്ചുവിടുന്നതിന് മുന്നേ ഉള്ള അവസാനം 3 മാസത്തെ അവന്റെ വേജിന്റെ എന്തെടുക്കുക? ആവറേജ് എടുക്കുക. That shall be considered as the average pay. In case of weekly paid workman, എന്താ weekly paid workman? First of all, എന്ത് ഈ മന്ത്ലി പെയ്ഡ് വർക്ക്മാൻ? മാസ ശമ്പളം കിട്ടുന്ന വർക്ക്മാനെയാണ് പിരിച്ചുവിടുന്നതെങ്കിൽ കഴിഞ്ഞ 3 മാസത്തെ സാലറിയുടെ ആവറേജ് വേണം നിങ്ങൾ ആവറേജ് പേ ആയിട്ട് എടുക്കാൻ. അതിന്റെ 15 ദിവസത്തെ സാലറിയാണ് ലിമിറ്റ് നമ്പർ 1 ഇൻടു കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ്. ആർ യു വിത്ത് മീ? ഇനിയിപ്പോൾ വീക്ക്ലി പെയ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, ആഴ്ചയിലാണ് നിങ്ങൾ കൂലി കൊടുത്ത് വിടുന്നത്. വീക്ക്ലി പെയ്ഡ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ആവറേജ് ഓഫ് 4 calendar weeks, അവസാനത്തെ 4 കലണ്ടർ ആഴ്ചയുടെ ആവറേജ് വേണം നിങ്ങൾ ആവറേജ് പേ ആയിട്ട് എന്ത് ചെയ്യാൻ? കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനിയിപ്പോ ഡെയിലി പെയ്ഡ് വർക്ക്മാൻ ആണെങ്കിലോ, എന്താ ഡെയിലി പെയ്ഡ് വർക്ക്മാൻ? ദിവസക്കൂലിക്കാരനെയാണ് നിങ്ങൾ ഇതുപോലെ പിരിച്ചുവിടുന്നതെങ്കിൽ നിങ്ങൾ ആവറേജ് ഓഫ് 12 full working weeks, അവസാന 12 ആഴ്ചയുടെ ആവറേജ് എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ ബേസിക്കലി ആവറേജ് പേ കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ചില ദിവസം വർക്ക് ഉണ്ടാവും, ചില ദിവസം വർക്ക് ഉണ്ടാവില്ല. ശ്രദ്ധിക്കുന്നുണ്ട്. ചില സീസണൽ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിലേ ഇപ്പൊ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഉണ്ടാവും, ബുധനും വ്യാഴം ഉണ്ടാവില്ല, വെള്ളിയും ശനിയും ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണോ അവസാനത്തെ 12 വർക്കിംഗ് വീക്കിന്റെ ആവറേജ് സാലറി എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? കാൽക്കുലേഷൻ ചെയ്യാൻ. ഇനി ഇവിടെ നോട്ട് ഉണ്ട്, വേർ സച്ച് കാൽക്കുലേഷൻ കനോട്ട് ബി മെയ്ഡ്, ആവറേജ് പേ ഷാൽ ബി കാൽക്കുലേറ്റഡ് ആസ് ദ ആവറേജ് ഓഫ് ദ വേജസ് പേബിൾ ടു വർക്ക്മാൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ഹി ആക്ച്വലി വർക്ക്. ഇതിലൊന്നും സെറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ എത്ര നാൾ വർക്ക് ചെയ്തോ അതിന്റെ ഒരു ആവറേജ് ബേസിസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ഒരു കമ്പ്യൂട്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് വേജസ് ഫോർ ദിസ് പർപ്പസ് മീൻസ് all remuneration capable of being expressed in terms of money payable to a workman including, ഈ ആവറേജ് പേയ്ക്കകത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ എക്സ്ക്ലൂഡും ചെയ്യണം. അതായത് ആവറേജ് പേയുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. എന്തൊക്കെ ഡെഫിനിഷൻ? എന്തൊക്കെ ആഡ് ചെയ്യണം? DA ആഡ് ചെയ്യണം, വാല്യൂ ഓഫ് ഹൗസ് അക്കോമഡേഷൻ ഓർ സപ്ലൈ ഓഫ് ലൈറ്റ്, വാട്ടർ, മെഡിക്കൽ അറ്റൻഡൻസ്, അതർ അമ്യൂണിറ്റി ഓഫ് എനി അതർ സർവീസ് ഓഫ് എനി കൺസെഷണൽ സപ്ലൈ ഓഫ് ഫുഡ് ഗ്രെയിൻസ്, അതർ ആർട്ടിക്കിൾസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാല്യൂ ഓഫ് ഹൗസ് അക്കോമഡേഷൻ, അവന് ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്ത് അതും ആവറേജ് പേ ആയിട്ട് എടുക്കണം. അവന് വെള്ളമോ കറണ്ടോ മെഡിക്കൽ ഫെസിലിറ്റിയോ വേറെ എന്തെങ്കിലും അമ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാല്യൂ ചെയ്ത് അതൊക്കെ ആവറേജ് പേയ്ക്കകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ അവന് ട്രാവൽ കൺസെഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. എനി കമ്മീഷൻ പേയബിൾ ഓൺ പ്രൊമോഷൻ ഓഫ് സെയിൽസ് ഓർ ബിസിനസ് ഓർ ബോത്ത്, അവന് മറ്റേ സെയിൽസ് ടാർജറ്റിനനുസരിച്ച് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആവറേജ് പേയ്ക്കകത്ത് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ ഒരിക്കലും ബോണസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, കോൺട്രിബ്യൂഷൻ ടു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ഗ്രാറ്റുവിറ്റി പേയബിൾ ഓൺ ടെർമിനേഷൻ ഓഫ് സർവീസ് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്നുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് വൺ നോട്ട് അണ്ടർ ദിസ്. എന്താ അത്? എബവ് ലിമിറ്റ്സ് will not be applicable to cases where compensation is paid under any scheme approved by the central government for giving special protection to workmen under certain circumstances. അതായത് ചുരുക്കം പറഞ്ഞ ഈ ഒരു 1010B എന്ന് പറയുന്നത്
നെവർ ആസ്ക്ഡ് ഇൻ എക്സാം എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ വളരെ റെയർലി ആയിട്ട് മാത്രമേ നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് സമ്മപ്പ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നുമില്ല. നമുക്ക് ഈ അടുത്തെങ്ങും എക്സാമിന് ക്വസ്റ്റ്യൻ ഇല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഒരിക്കൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ടോട്ടലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബട്ട് സ്റ്റിൽ ലെറ്റ് us സം ദിസ് അപ്പ്. നമുക്കൊരു കൺക്ലൂഷൻ എഴുതി ഉണ്ടാക്കാം. അപ്പോൾ റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എത്ര എക്സംഷൻ? ഒന്നിലെ 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ 15 ദിവസത്തെ ആവറേജ് പേ ഇൻടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഓർ പാർട്ട് thereof in excess of 6 months, whichever is lower. എന്ത് 15 days ആവറേജ് പേ, ആ ആവറേജ് പേ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ള ഇക്വേഷൻ ആണ് താഴെ കിടക്കുന്നത്. Are you with me? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് വി ഡോണ്ട് ഹാവ് എനി അഡിക്വേറ്റ് ക്വസ്റ്റ്യൻസ് ഓവർ ഹിയർ. അപ്പം നമുക്ക് അടുത്ത കോമ്പണന്റിലേക്ക് പോവാം. അടുത്ത അങ്ങനെയല്ല, അടുത്ത പഠിക്കണം, ക്വസ്റ്റ്യനും ഉണ്ട്. എന്താ അടുത്ത കോമ്പണന്റ്? എന്താ? ട്രീറ്റ്മെന്റ് ഓഫ് വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ്സ് വിച്ച് ഇസ് അണ്ടർ സെക്ഷൻ 1010C. എന്താണ് സാധനം? വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ്. എന്താ വോളണ്ടറി റിട്ടയർമെന്റ്? ഇവിടെ ശ്രദ്ധിച്ചേ. വാട്ട് ഇസ് വോളണ്ടറി റിട്ടയർമെന്റ്? സ്വമേധയാ നിങ്ങൾ റിട്ടയർ ചെയ്യുകയാണ്. നിങ്ങളുടെ റിട്ടയറിംഗ് ഏജ് ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്ത് പോവാണ്? റിട്ടയർ ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കുക. Are you with me? That is normally called as what? Voluntary retirement. 60 വയസ്സിലാണ് നിങ്ങളുടെ റിട്ടയർമെന്റ്. നിങ്ങളൊരു 50 വയസ്സിൽ എന്ത് ചെയ്യാണ്? വോളണ്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വോളണ്ടറി റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ നോർമലി നമ്മുടെ എംപ്ലോയർ നമുക്ക് എന്ത് തരും? ഒരു കോമ്പൻസേഷൻ തരും. വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ് എന്ന് പറയും. ഒരു ലംസം എമൗണ്ട് നമുക്ക് ബേസിക്കലി തരും. ആ ലംസം എമൗണ്ട് കിട്ടുമ്പോൾ അത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എമൗണ്ട് അല്ലേ? ആയതുകൊണ്ട് തന്നെ അത് എംപ്ലോയിയുടെ കയ്യിൽ സാലറി ആയിട്ട് എന്താവും? ടാക്സബിൾ ആകും. പക്ഷേ ആ എംപ്ലോയിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? സെക്ഷൻ 1010C പ്രകാരം എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം, വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ് കിട്ടുന്ന എംപ്ലോയിയുടെ എക്സംഷൻ എങ്ങനെയാ? ലോവർ ഓഫ് ദ ഫോളോവിങ്. എന്തൊക്കെയാ 4 ലിമിറ്റ്? നമ്പർ 1 വായിക്കേ. നമ്പർ 1 ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. നിങ്ങൾക്ക് എത്രയാണോ ശരിക്കും വോളണ്ടറി കോൺട്രിബ്യൂഷൻ കിട്ടിയത് ആ ആക്ച്വൽ എമൗണ്ട്. 2 5 lakh rupees. 3 amount equivalent to 3 months salary for each completed year of service. And finally, salary at the time of retirement multiplied by the balance number of months of service left. 4 ലിമിറ്റ് നോക്കാം. ഒന്നാമത്തെ ലിമിറ്റ് എന്താ? വോളണ്ടറി റിട്ടയർമെന്റ് റെസിപ്റ്റ് ശരിക്കും കിട്ടിയത് എത്രയാണോ അത്രയും. രണ്ടാമത്തെ എന്താ? 5 ലക്ഷം. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആണ്. മൂന്നാമത്താണ് നമുക്ക് എന്തെങ്കിലും പണിയുള്ളത്. എന്താ മൂന്നാമത്തെ? എമൗണ്ട് ഈക്വലന്റ് ടു 3 months salary for each completed year of service. എന്താണ്? എമൗണ്ട് ഈക്വലന്റ് ടു 3 months salary for each completed year of service. അതായത് ആ വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്നതിന് മുന്നേ ഉള്ള ലാസ്റ്റ് ഡ്രോൺ സാലറി ഇല്ലേ? ദാറ്റ് ലാസ്റ്റ് ഡ്രോൺ സാലറി ഇൻടു 3 months ഇൻടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ദാറ്റ് ഇസ് ലിമിറ്റ് നമ്പർ 3. ഇനി എന്താ അവിടെ സാലറി? വാട്ട് ഇസ് ദിസ് LDS? ലാസ്റ്റ് ഡ്രോൺ സാലറി. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? സാലറി ഹിയർ മീൻസ് basic salary plus DA forms part of retirement benefit plus fixed percentage of commission on turnover. That is last drawn. ഈ സാലറി ഡെഫിനിഷൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാണ് ഈ ഡെഫിനിഷൻ? സ്റ്റാൻഡേർഡ് സാലറി അല്ലേ അത്? ബേസിക് സാലറി പ്ലസ് DA forms part of retirement benefit plus commission if it is expressed as fixed percentage of turnover എന്നുള്ളത് നമ്മുടെ സ്റ്റാൻഡേർഡ് സാലറി അല്ലേ? ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി ഇൻടു 3 months ഇൻടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ് ലിമിറ്റ് നമ്പർ 3. And what is limit number 4? Salary at the time of retirement. അതായത് ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്. എന്ത് ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ്? നിങ്ങൾ വോളണ്ടറി ആയിട്ടല്ല നേരത്തെ റിട്ടയർ ചെയ്യുന്നേ. ഇനി എത്ര മാസം നിങ്ങളുടെ സർവീസ് പീരീഡ് ബാക്കി ഉണ്ടായിരുന്നോ ദാറ്റ് ഇൻടു ലാസ്റ്റ് ഡ്രോൺ സാലറി ഷാൽ ബി ലിമിറ്റ് നമ്പർ 4. ഈ 4 ലിമിറ്റില് ലോവർ എന്തോ അതാണ് നിങ്ങൾ എന്തായിട്ട് എടുക്കേണ്ടത്? വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷന്റെ എക്സംഷൻ ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഒരു കണ്ടീഷനോടെ പറയുന്നുണ്ട്, ദി എക്സംഷൻ അണ്ടർ ദിസ് സെക്ഷൻ വുഡ് ബി അവൈലബിൾ ടു ആൻ എംപ്ലോയി ഹു ഹാസ് കംപ്ലീറ്റഡ് 10 years ഓഫ് സർവീസ് ഓർ കംപ്ലീറ്റഡ് 40 years ഓഫ് ഏജ്. 10 വർഷത്തെ സർവീസോ 40 വയസ്സിൽ കൂടുതൽ ഉള്ളവന്മാർക്ക് മാത്രമേ ഞങ്ങൾ എന്ത് തരുള്ളൂ? എക്സംഷൻ തരുള്ളൂ. അല്ലാത്തവന്മാരൊന്നും മറ്റേ VRS എടുത്തു എന്ന് പറഞ്ഞ എക്സംഷൻ ചോദിച്ചുകൊണ്ട് വരാൻ പാടില്ല. ഒരു കമ്പനിയിൽ മിനിമം 10 വർഷം സർവീസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സിൽ കൂടുതൽ പ്രായം വേണം. എന്നാൽ മാത്രമേ ഞങ്ങൾ എന്ത് തരുള്ളൂ? VRS തരുള്ളൂ എന്നല്ല പറഞ്ഞേക്കുന്നത്, എക്സംഷൻ തരുള്ളൂ. VRS തരുവോ തരാതിരിക്കോ ഒക്കെ നിങ്ങളുടെ എംപ്ലോയറിന്റെ ഇഷ്ടമാണ്. എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ 10 വർഷം കണ്ടിന്യൂ സർവീസ് അല്ലെങ്കിൽ 40 വയസ്സിൽ കൂടുതൽ ഉണ്ടാവണം. ക്ലിയർ ആണോ പറഞ്ഞത്? നോട്ട് 3 എന്താ? Where exemption for voluntary retirement compensation under 1010C has been allowed in any AY, then no exemption
thereafter shall be allowed to him in any other AY. അതെന്താ? നിങ്ങളെ 30-ാം വയസ്സിലൊരു കമ്പനി ജോലിക്ക് കയറി, ശ്രദ്ധിക്കുന്നുണ്ടോ? 45-ാം വയസ്സ് 15 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? VRS എടുത്തു ആ കമ്പനിയിൽ. എന്നിട്ട് നിങ്ങൾ വേറൊരു കമ്പനി ജോയിൻ ചെയ്തു. എന്നിട്ട് 55-ാം വയസ്സിൽ വീണ്ടും എന്തെടുത്തു? ആ മറ്റേ കമ്പനിയിൽ നിന്നും VRS എടുത്തു. Are you with me? ഇങ്ങനെ ചെയ്യാലോ. നിങ്ങളൊരു കമ്പനി ജോലിക്ക് കയറി, ഒരു 15 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കമ്പനിയിൽ നിങ്ങൾ എന്തെടുത്തു? VRS എടുത്തു, കോമ്പൻസേഷൻ കിട്ടി, എക്സംഷൻ ക്ലെയിം ചെയ്തു. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വേറൊരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് എന്തെടുത്തു? VRS എടുത്തു. ആ രണ്ടാമത്തെ VRS എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ പോലും എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. മറ്റേതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് കുറയ്ക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഈ എക്സംഷൻ ഒരാൾ അയാളുടെ ജീവിതത്തിൽ ഒറ്റ തവണ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. ആദ്യം എന്തോ ഒരു എക്സംഷൻ എടുത്തോ, ഡസൻ മാറ്റർ. ഒരു എക്സംഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ VRS എടുക്കുന്നതിന് നിങ്ങൾക്ക് പിന്നീട് വീണ്ടും എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. ഒറ്റത്തവണ ലൈഫിലുള്ളിൽ 1 ടൈം ഈ എക്സംഷൻ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഗ്രാറ്റുവിറ്റിയും ലീവ് എൻകാഷ്മെന്റ് ഒന്നും അങ്ങനെ അല്ലായിരുന്നു. മറ്റേ 20 ലക്ഷം വരെ നമുക്ക് പിന്നെ എടുക്കായിരുന്നു. മറ്റേ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ലെസ് ചെയ്യണമെന്നല്ലേ നമ്മൾ കണ്ടേ. ഇവിടെ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ഒറ്റ തവണ എടുത്താൽ മതി, പിന്നീട് നിങ്ങൾ എക്സംഷൻ ചോദിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം ഇല്ല. പറഞ്ഞത് വല്ലതും മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പം അത് ശരിയാവും. ക്വസ്റ്റ്യൻ നമ്പർ നമ്മൾ എവിടം വരെ ചെയ്തു? 8, 9, 10 ആണ് ഇനി ചെയ്യാനുള്ളത്. 10. ക്വസ്റ്റ്യൻ നമ്പർ 10 എടുത്തിട്ട് പെട്ടെന്ന് വായിച്ചൊന്ന് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഓക്കെ, അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. വായിച്ചേ. മിസ്റ്റർ ദത്ത or Dutta, whatever it is, received voluntary retirement compensation 7 lakh after 30 years and 4 months of service. നമുക്ക് കിട്ടിയ സാധനം എഴുതി വെക്കാം. എത്ര അവൻ്റെ വോളണ്ടറി റിട്ടയർമെന്റ് കോമ്പൻസേഷൻ കിട്ടിയത്? എത്രയാ? 7 ലക്ഷം രൂപയല്ലേ കിട്ടിയത്? ശരി. അപ്പോൾ അങ്ങനെ 7 ലക്ഷം രൂപ കിട്ടി. അത് അവരെന്താ ബാക്കി കഥ പറഞ്ഞേക്കുന്നത്? എത്ര വർഷത്തെ സർവീസ് ഉണ്ട് അവന്? 30 വർഷം and 4 മാസം. He still has 6 months of service left. 6 years of service left, sorry. At the time of voluntary retirement, he was drawing a basic salary 20,000, Dearness Allowance, which forms part of pay 5,000. Compute his taxable voluntary retirement compensation, assuming that he does not claim relief under section 89. റിലീഫ് അണ്ടർ സെക്ഷൻ 89 എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം, നമുക്കത് പിന്നീട് പഠിക്കാം. റിലീഫ് ഒന്നും ക്ലെയിം ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ അർത്ഥം ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലിമിറ്റുകൾ എങ്ങനെയൊക്കെ? എക്സംഷൻ അണ്ടർ സെക്ഷൻ 10(10)(c) ഏതൊക്കെയാണ് നമ്മുടെ ലിമിറ്റ്? 1, ആക്ച്വൽ VRS കോമ്പൻസേഷൻ റിസീവ്ഡ്. എത്രയത്? ആക്ച്വൽ VRS കോമ്പൻസേഷൻ 7 lakh. 2 സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5 ലക്ഷം. മൂന്നാമത്തെ ലിമിറ്റ് എന്താ? ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി. അപ്പൊ എത്ര സ്റ്റാൻഡേർഡ് സാലറി? ബേസിക് സാലറി പ്ലസ് DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് കമ്മീഷൻ ഇഫ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആസ് ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ ടേൺ ഓവർ എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. ബേസിക് സാലറി ഉണ്ട്. എത്ര ബേസിക് സാലറി? 20,000 അല്ലേ? DA ഫോംസ് പാർട്ട് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര DA? 5,000 അല്ലേ? ഇൻടു 3 months ഇൻടു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്നല്ലേ അവര് പറഞ്ഞേക്കുന്നത്. എത്ര കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്? 30 years. എത്ര ഒരു ലിമിറ്റ്? 22 lakh 50,000. നാലാമത്തെ ലിമിറ്റ് എന്താ? ലാസ്റ്റ് ഡ്രോൺ സ്റ്റാൻഡേർഡ് സാലറി, ദാറ്റ് ഇസ് 20,000 പ്ലസ് 5,000 ഇൻടു ബാലൻസ് നമ്പർ ഓഫ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. 6 വർഷമല്ലേ ബാക്കി. അപ്പോൾ 6 വർഷം ഇൻടു 12 മാസം. നമ്പർ ഓഫ് മന്ത്സിലേക്ക് അതിനെ മാറ്റണം എന്നുള്ളതാണ് അതിനകത്ത് ഫാക്ട്. അപ്പൊ എത്ര വരും ലിമിറ്റ്? 18 lakhs. ഇതിലേതാ എക്സംഷൻ? ലോവർ. എത്രയത്? 5 lakhs. So the remaining 2 shall be the taxable HRA, not HRA, sorry, taxable VRS, voluntary retirement compensation taxable. Clear ആണോ? ആണോ? സിമ്പിൾ അല്ലേ ഇത്? Hello my dear ones, this is CA Jose Kurian and this video is to inform you about how to purchase our recorded lectures and textbooks from the website. Very simple, you log on to www.cajosekurian.com and in the website you scroll down and you can see all our books. That is handbook multicolor for CA, CMA final as well as for inter. Then we have workbook which contains past exam 30 plus question papers as well as RTPs. That is also for CA final, CMA final and CA as well as CMA inter. Now for the recorded lectures, you go up, visit, take the website, then click on the classroom. And in the classroom,
you can scroll down and you can see all the courses that we are offering. Select your course, make payment, and the course is all yours. It is instant access. Now, what are the courses that we are offering? We are offering CA Final English as well as Malayalam, CMA Final English as well as Malayalam, CA Inter English as well as Malayalam. Now friends, what are you waiting for? Get your access today and unlock the pathway to your success. All the very best. Take care and bye-bye.